Yes, yes. Hello, hello. യെസ് ഇവിടെ Yes, സ്റ്റാർട്ട് yes, ആയോ? yes, yes. കൊടുത്തോ? Okay. നോട്ടുണ്ടോ ഇത് കാണട്ടെ. ഹേയ് 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 ഹലോ 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 3:11 Yes. 66 കുട്ടികളായി. ഓക്കെ വന്നു. ഗുഡ് ഈവനിങ് സാർ. തുടങ്ങിയല്ലോ, കുറച്ച് ഫാസ്റ്റ് ആക്ക്. ഓൻ വന്ന് തുടങ്ങിയിട്ടുള്ളൂ, പോയിന് ഫാസ്റ്റ് ആക്കാന്. വിയോക്സെ ഞാൻ ഇന്നൊന്ന് കാണട്ടെ ആദ്യം. റെഡി റെഡി. നോ കാർഡ് ഇൻ Yes, ക്യാമറ yes, yes, yes. അങ്ങനെ കാണിക്കണ്ടല്ലേ? നോ വെറി നോ. അപ്പൊ നമ്മള് Okay. ബോർഡിൽ ഇതിന്റെ മിസ് ആവോ? കുറച്ച് ആക്ട് ചെയ്തല്ലേ? നോ വെറി നോ വെറി. ക്യാമറ വേണമെങ്കിൽ ഇച്ചിരി വൈഡ് ആംഗിൾ ആയിക്കോളോ. വൈഡ് ആംഗിൾ കുറച്ചുകൂടെ വേണമെങ്കിൽ ഒന്നും പ്രശ്നമില്ലായിരുന്നു. 85 സ്റ്റുഡൻസ് ആയി 100 സ്റ്റുഡൻസ് ആവുമ്പോ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ Yes, വേണ്ടി yes, പോകണം yes. കേട്ടോ. നോക്കിക്കോളൂ. ഷെയർ ചെയ്യടാ, ഷെയർ ചെയ്യടോ ചങ്ങായിമാരെ. യെസ്, അതാണല്ലോ ആദ്യം വന്നതില്ലേ. യെസ്, +2 ഇംഗ്ലീഷിന്റെ ഇനി നിങ്ങൾ കാണാൻ പോകുന്നതാണ് പൂരം അല്ലേ? ഇനി നിങ്ങൾ കാണാൻ Yes. പോകുന്നതാണ് പൂരം. മക്കളെ ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. 85 കുട്ടികൾ, ഒരു 100 ആക്കണം പ്ലീസ്. 100 ആയിക്കോ. എത്ര? 105 കുട്ടികളായോ? Okay, അപ്പൊ okay, ഇന്ത്യയിൽ okay. എങ്ങനെ? Yes, yes. മക്കളെ വോയിസ് ഒക്കെ റെഡി അല്ലേടാ? വോയിസ് ഒക്കെ റെഡി അല്ലേ? എന്റെ വോയിസ് റെഡിയാണ്. വോയിസ് എല്ലാം റെഡി അല്ലേ? നെയിം സാറിന്റെ വോയിസ് റെഡി ആണോ? ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. ഞാൻ നല്ല ഭംഗിണ്ടല്ലേ മാഷെ? ഓക്കെ ഓക്കെ, എല്ലാരും ഉണ്ട്, ഞാനും ഉണ്ട്, കുഴപ്പമില്ല. നിങ്ങള് Okay, amazing. amazing ആണ് നിങ്ങൾ, Amazing. amazing ആണ് ട്ടാ. ശ്രദ്ധിക്കാം. So here we go. Yes. നമ്മൾ പക്ഷേ, പഠിക്കാൻ വേണ്ടി അല്ല, പോട്ടെ മാഷെ. ആദ്യം നമ്മള് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണ്ടേ? അല്ല, നമ്മൾ നേരെ കയറിയെന്നുള്ള യെസ് യെസ്, അർത്ഥമില്ലല്ലോ. വെരി ഗുഡ്. അപ്പൊ അപ്പൊ നമ്മളെ നാളത്തെ എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പലതും ഒന്നും ഇവിടെ എന്ത് ചെയ്യും? ഞാനൊരു ഒരു ഗ്യാരണ്ടി കൊടുക്കുകയാണ്. ഇന്ന് ഈ ക്ലാസ് കാണുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും, ചില കുട്ടികളൊക്കെ ഉണ്ടാവും ഓൺലൈനിൽ കണ്ടിട്ട് ഇപ്പൊ എന്താ മാഷ എന്നൊക്കെ ചോദിച്ചിട്ടുള്ളത്. ബട്ട് ഡെഫിനറ്റ്ലി ഇന്നൊക്കെ ഒരു 2.5 മണിക്കൂർ വീഡിയോ, 2.5 മണിക്കൂർ മാക്സിമം 2.5 മണിക്കൂർ. ബാക്കി ഒരു 1.5 അവർ നമ്മൾ 1 മണിക്കൂറിനുള്ള ഗ്രാമർ സെഷനും അങ്ങനെ നമ്മൾ 3.5 മണിക്കൂർ നമ്മൾ പരിപാടി തീർക്കും. കുറെ സമയം എടുക്കാണ്ട് എടുങ്ങാറാക്കൊന്നുമില്ല. പക്ഷേ ഇതുവരെ ഈ ക്ലാസ്സിൽ ഇരിക്കേണ്ട കുട്ടികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, നിങ്ങൾ ഇതുവരെ ഒരു ചാപ്റ്റർ നോക്കിയിട്ടില്ല, നോക്കേണ്ട ആവശ്യമില്ല. ഒന്നും പഠിക്കാത്ത കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു സിസ്റ്റത്തിലൂടെ നമ്മൾ കയറി പോകുന്നത്. അതായത് എല്ലാ ചാപ്റ്ററിന്റെയും സമ്മറി പറഞ്ഞുകൊണ്ട് വെറുപ്പിക്കൂല. ബട്ട് എല്ലാ ചാപ്റ്ററിന്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ? യെസ്, പ്ലസ് ആൻസറിലൂടെ നമ്മൾ കയറി പോകുന്ന സമയത്ത് എല്ലാ ചാപ്റ്ററിലും അപ്പൊ ഒരുപാട് നേരം വെച്ചൊന്നുമില്ല, നമുക്ക് അതിന്റെ കുറഞ്ഞ സമയം കൊണ്ട് എല്ലാം ഷട്ടപ്പടേച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ ആ ചാപ്റ്റർ എല്ലാം നമ്മളെ തലയിലേക്ക് ഓർത്ത് വന്നിട്ട് നമ്മൾ പിന്നെന്ത് ചെയ്യാണ്, പിന്നെ ഇതിന്റെ ഡിസ്കോഴ്സ് ഉണ്ടാവും. ഡിസ്കോഴ്സ് ബിഫോർ ദാറ്റ് നിങ്ങൾ പഠിക്കേണ്ടത് ഒരു കാര്യം കൂടെ ചെയ്ത കാര്യം പുറത്തിലൂടെ പറഞ്ഞു. നമ്മളെ ഏതാണ്ട് ഒരു 10-15ഓളം വീഡിയോ നമ്മൾ ഹോമിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ എന്തുണ്ടായി അല്ലേ? ആ വീഡിയോയ്ക്ക് വേണ്ട എല്ലാ ഫോർമാറ്റുകളും അല്ലെ, അത്യാവശ്യം എല്ലാ ഫോർമാറ്റും ഒന്ന് ഡിസ്കസ്. സൗണ്ട് പ്രോബ്ലം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. സൗണ്ട് പ്രോബ്ലം ഉണ്ടോ മക്കളെ? സൗണ്ട് പ്രോബ്ലം ഉണ്ടോ? ആരുടെ സൗണ്ട് പ്രോബ്ലം? ഹായ് സാർ ഷെറിൻ, ഹായ് ഹായ്. ക്ലാസ് ഇന്റെ സൗണ്ട് ക്ലിയർ അല്ലേ? സൗണ്ട് പോരാന്നോ? ഹലോ 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 ഹലോ, സൗണ്ട് ഓക്കെ അല്ലേടാ? സൗണ്ട് ഓക്കെ അല്ലേ? സൗണ്ട് ഇതേപോലെയാണല്ലോ വെറുതെ പച്ച നോണ പറയുന്ന ഓരോ ഉസ്മാൻഡികളുടെ ഇതില് പച്ച നോണ പറയില്ല. നമ്മള് ക്ലാസ് തുടങ്ങുകയാണ് കേട്ടോ, ശ്രദ്ധിക്കാം. ടൈം കളയുന്നില്ല, വേഗം. ഓക്കെ മാഷെ, ഞാൻ 2 സെഷൻ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഒന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന പൂരാണിത്. നിങ്ങൾ പരമാവധി ഷെയർ ചെയ്തിട്ട്, എടാ നമ്മളെ ഇതുവരെ എത്ര ആൾക്കാർ 13K സബ്സ്ക്രൈബേഴ്സ് നിലവിലായിട്ടുണ്ട് കേട്ടോ. 13K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. പക്ഷെ അത് ഇന്നിപ്പോ ഈ ക്ലാസ് തീരുമ്പോ 15Kയിലേക്ക് അവർ വിചാരിച്ചു നിങ്ങൾ എത്തിച്ചേരണം. അത് നിങ്ങളെ ഡ്യൂട്ടി, ദാറ്റ്സ് യുവർ ഡ്യൂട്ടി കേട്ടോ. അത് നിങ്ങളെ ഡ്യൂട്ടിയാണ് കേട്ടോ. സാറേ നോട്ട് മക്കളെ കമ്മ്യൂണിറ്റിയിൽ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ട് കമ്മ്യൂണിറ്റിയിൽ കിട്ടും. അതായത് നിങ്ങൾ വാട്സപ്പിന്റെ ഇതിന്റെ കമ്മ്യൂണിറ്റി ലിങ്ക് ഇതിന്റെ മേലെ ഉണ്ടാവും. നിങ്ങൾ അതിൽ എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക, കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക, നോട്ട് കിട്ടും. എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, കമ്മ്യൂണിറ്റി ലിങ്കിൽ വന്നുകൊണ്ട് നോട്ട് മാത്രം ഉണ്ടാക്കാന്ന് കരുതുന്ന ആൾക്കാരുടെ പ്രത്യേക ശ്രദ്ധക്ക് നടക്കൂല. ഈ ക്ലാസ് കേൾക്കാണ്ട് അത് നടക്കൂല. ഈ ക്ലാസ് കണ്ടാൽ മാത്രമേ നോട്ട് കിട്ടുള്ളൂ. മാത്രല്ല ആ നോട്ട് മനസ്സിലാവുള്ളൂ. ഉത്തരം ഞങ്ങൾ പ്രത്യേകത പല ഉത്തരം കൂടെ പറയുന്നുണ്ട്. നമ്മൾ ഒരിക്കലും സമയം കളയുന്നില്ല, വേഗം. ആദ്യം ചാപ്റ്റേഴ്സ് അല്ലേ നമുക്ക് പഠിക്കാനുള്ള എല്ലാ ചങ്ങന്മാരും ഷെയർ ചെയ്യടോ പരമാവധി വേറെ കളിട്ടോ. അപ്പൊ ഇതിൽ എന്താന്ന് വെച്ചാല് എല്ലാ ചാപ്റ്റേഴ്സിന്റെ ഓതേഴ്സിന്റെ പേര് നിങ്ങൾ പഠിച്ചിരിക്കണം. ഒരു മാർക്ക് നമുക്ക് ഷുവർ, അല്ലെങ്കിൽ അതിന് ഒന്നിലേറെ പോകും. കാരണം ചിലപ്പോ ഓതറിന്റെ പേര് എഴുതിട്ടുണ്ടോ പോയത്തൊന്നും ചോദിക്കും, പാരഗ്രാഫ് നമ്മളെ സ്റ്റോറി എന്നൊക്കെ ചോദിക്കും.
അപ്പൊ മാഷ ആദ്യം ത്രീ എൽസ് എംപവർമെന്റ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ്, ഒരു ചാപ്റ്ററിൽ മക്കളെ വളരെ ഇമ്പോർട്ടന്റ് ആയ വെയിറ്റേജ് കൂടുതലുള്ള യൂണിറ്റ് ആണ് ഫസ്റ്റ് യൂണിറ്റ്. ആ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ നോക്കുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യും, ഏതൊക്കെയാണ് നമുക്ക് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നോക്കൂ, ഇതൊരു സ്പീച്ച് ആണ്. അപ്പൊ നിങ്ങൾ പ്രതീക്ഷിച്ചോ എക്സാമിന് സ്പീച്ച് ഉണ്ടാവുന്നത്? ഓക്കെ, മനസ്സിലാക്കി വെച്ചോ. നെക്സ്റ്റ്, എനി വിമൺ എന്ന് പറയുന്ന ഒരു പോം ഉണ്ട് അല്ലെ, കാതറിൻ ടൈനാൻ എഴുതിയ വളരെ ബ്യൂട്ടിഫുൾ ആയ, വീട്ടിലിരിക്കുന്ന അമ്മയെ കുറിച്ച് എഴുതിയ മനോഹരമായ പോം അല്ലെ. യെസ്, ദെൻ ആ പോമിന് ബേസ് ചെയ്ത് എന്ത് ചോദ്യം വരും? ആ പോമിന് ബേസ് ചെയ്ത് ആകെ 3 ചോദ്യം വരാനുള്ളൂ. ഒന്ന് ഇവിടെ ശ്രദ്ധിക്കേണ്ട, പോം കമ്പാരിസൺ 8 മാർക്കിന് ഏറ്റവും ഹയസ്റ്റ് ചോദ്യം. ഓക്കെ, നെക്സ്റ്റ് ആ പോമെന്ന് വരുന്നതാണ് പോമെന്ന് ഏതാ സ്റ്റാൻസ് താഴെ എന്തുണ്ടാവും മക്കൾ, എന്തുണ്ടാവും ഒരു 3 ചോദ്യങ്ങൾ ഉണ്ടാവും, 3-4 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ദെൻ എന്തുണ്ടാവും, എലാബറേറ്റ് ദ ലൈൻ. ഈ 3 ചോദ്യമാണ് പോമുമായി ബന്ധപ്പെട്ട് ഓർത്ത് വെക്കണം. എന്റെ പേര് ഷാഫി ട്ടോ. മാച്ച് ബോക്സ് ഒരു ബ്ലഡി ചങ്ങായി പറയുന്നത് ഷാഫി ട്ടോ സാറിന്. മാച്ച് ബോക്സ് എഴുതിയത് ആരാണ്? എഴുതിയത് ആശാപൂർണ ദേവി. വെരി ഗുഡ്. അത് അനക്ഡോട്ട് ആണ്. എന്താണ് ഈ അനക്ഡോട്ട് എന്നൊക്കെ വെച്ചാൽ ജീവിതത്തിൽ ഉണ്ടായ ഒരു കഥ തന്നെയാണ്, ഒരു ഉപകഥ എന്ന് പറയാം. ഉപകഥ എഴുതിയിട്ടുള്ള ആളെ പേരാണ് സുധാമൂർത്തി. സാർ അവിടെ നിന്നാ ചിലപ്പോ കാണൂലേ, കാരണം സുധാമൂർത്തിനെ കാണുന്നുണ്ടെങ്കിൽ പേര് പഠിക്കണേ, പഠിക്കാതെ പോവല്ലേ. ഒന്നും കൂടെ ഓർത്തി വെച്ചോ, 3LS ആരാ സാർ? 3LS ക്രിസ്ത്യൻ ലഗാഡി. Then any women are ready. Any woman Catherine Tynan. Then Matchbox are ready. Matchbox Sudhamurthy. Horigal are ready. Horigal എഴുതിയാണ് സുധാമൂർത്തി. Matchbox ആശാപൂർണ ദേവി. ചെറിയ സാർ. Next നോക്കിക്കോളൂ. മെൻഡിങ് വാള്. അതിന്റെ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. ഫോമാണ് റോബർട്ട് ഫ്രോസ്റ്റ് എഴുതിയാട്ടോ. റോബർട്ട് ഫ്രോസ്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. അമിഗോ ബ്രദേഴ്സ് സ്റ്റോറിയാണ്. പിരി. അമിഗോ ബ്രദേഴ്സ് ഒരു പിരി കുറഞ്ഞതാണല്ലോ കേട്ടോ, അതുകൊണ്ട് പിരി ഫ്രണ്ട്സ് ഒരു സ്പാനിഷ് കുഴപ്പമൊന്നുമില്ല. ഇയാൾ തച്ചിയാൻ കൊല്ലും പെടുന്നു, ശ്രദ്ധിച്ചോളൂ. ദ ഹവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന സത്യം ഒരു വണ്ണക്ടറാണ്. പെർസീവൽ വൈൽഡ്. സത്യം കുറച്ച് വൈൽഡ് ആയി കിടക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് പെർസീവൽ വൈൽഡ്. സത്യത്തിന്റെ ഒരു റെവല്യൂഷൻ. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഈ അവരെ പഠിപ്പിക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ചാപ്റ്റർ എനിക്കറിയാൻ കാരണം എന്താണെന്നുള്ള, മൂപ്പർക്ക് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്നു മുന്നേ, അതുകൊണ്ടാണ് മൂപ്പർക്ക് ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള കാരണം. ഇന്റർവ്യൂല് ഓട്ടോ ഡ്രൈവറായ ആളെ കണ്ടുപിടിച്ചു. അല്ല, നമ്മള് ഇർഫാനുണ്ട് ഇവിടെ, ഒരുത്തനുണ്ട്, പൈസക്കില്ല. ദീദി എഴുതിയതാണ് ലൈഫ് റൈറ്റിംഗ് ആണ്. ഏത് ഷഹീൻ മിസ്ത്രി. ആരാണ് ഷഹീൻ മിസ്ത്രി? വളരെ പ്രധാനപ്പെട്ട. അടുത്ത് കൊഞ്ഞ, സോറി വിക്ക്. ഫോമാണ് എഴുതിയാരാണ്? സച്ചിൻ. മക്കളെ റെഡി ആരാണ്? 3 യൂണിറ്റ് റെഡി അല്ലടാ. നെക്സ്റ്റ്, when a sapling is planted, ജീവിക്കാൻ അനുവദിക്കുന്ന യൂണിറ്റ് പീച്ച്. ഞാൻ നിങ്ങളും കൂടെ വർത്താനം പറയുമ്പോ എന്താ പറയുക, ഒച്ചമ്പളി ഉണ്ടാവുള്ളൂ, കുട്ടികൾക്ക് കാര്യം മനസ്സിലാവാൻ സാധ്യതയില്ല കേട്ടോ. റെഡി അല്ലേ മക്കളെ? നിങ്ങൾ 323 ആൾക്കാരുണ്ട് മക്കളെ. നിങ്ങൾ എന്ത് ചെയ്യാം? ഞാൻ ഈ പറഞ്ഞത് വെച്ചെങ്ങനെ ഒരാൾ സംസാരിക്കുന്നത് കണ്ടില്ലേ? ഞാൻ വിട്ടു രണ്ടാം കൂടെ പറയല്ലേ? നിങ്ങൾ ലൈക്ക് അടിക്കണം. നിങ്ങൾ ആ കാര്യങ്ങൾ നിങ്ങൾ ലൈക്ക് അടിക്കണം. എല്ലാ ആൾക്കാരും 348 ആൾക്കാരുണ്ട്. നിങ്ങൾ ആ ലൈക്ക് ഒന്ന് പോരാ, ഒന്നും ലൈക്ക് കൊണ്ട് കൂടെ. നമ്മള് ഇത്രയും ആത്മാർത്ഥം അല്ലെ, പക്ഷെ ഇന്നലെ മുതൽ ഡെഡിക്കേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കാര്യം ചെയ്യുന്നത് അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ അർത്ഥം പറഞ്ഞു, ശ്രദ്ധിച്ചോളൂ. റൈസ് അരി പോയമാണ്. ചെമ്മനം ചാക്കോ, ചാക്കിലാണല്ലോ നമ്മൾ അരി ഉള്ളത് അല്ലെ? അപ്പൊ ചെമ്മനം ചാക്കോ മറക്കരുത്. ഡേഞ്ചർ ഓഫ് ഡ്രഗ് അബ്യൂസ് ഒരു എസ്സേന് ഡേഞ്ചർ ആണ്. ഡേഞ്ചർ, അപ്പൊ ഡോക്ടർ, ഡേഞ്ചറിന്റെ ഷോർട്ട് ആണ് ഡോക്ടർ അല്ലെ? അപ്പൊ ഡോക്ടർ ഹാർഡിൻ ബി ജോൺസ് കേട്ടോ. ചെമ്മനം ചാക്കോ എന്നാണ് പറ റൈസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് 5 ലൈറ്റർ സൈഡ് എന്ന് പറയുന്നതാണ് പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ്. ഒരു വൺ ആക്ട് പ്ലേ ആണ്. അറച്ച് വുഡ് കേട്ടോ. ക്രിസ്മസിന് മരത്തടിയിൽ മരം ഉണ്ടാവില്ലേ? ക്രിസ്മസിന് മരം ഉണ്ടാവില്ലേ? അപ്പൊ വുഡ് ആലോചിച്ചാൽ അറച്ച് വുഡ്, ക്രിസ്മസിന് മരം കേട്ടോ. ശ്രദ്ധിക്കുക, അറച്ച് വുഡ്. ദിസ് ഇസ് ഗോയിങ് ടു ഹർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ്. നിങ്ങളെ പല്ല് ചിലപ്പോ കുറച്ച് വേദന ഉണ്ടാക്കും കേട്ടോ, നിങ്ങളെ വേദനിപ്പിച്ചേക്കാം. ഒരു കവിതയാണ്, ഓനെ പൊടിച്ചു പൊത്തണം എന്നറിയില്ല മാഷെ. ഓനെ എന്താ പല്ലിങ്ങിട്ട് വേദന ആയിട്ട് അല്ലെ? ശ്രദ്ധിക്കാം. അത് ക്രൈം ആൻഡ് പണിഷ്മെന്റ് ഒരു സ്റ്റോറിയാണ്. നാരായണൻ ആരൊക്കെ ചെയ്തിട്ടില്ലേ? എന്താ ക്രൈമും പണിഷ്മെന്റ് ഒക്കെ ആരൊക്കെ ചെയ്തണം. അപ്പൊ ആർ.കെ. നാരായണൻ അങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ. എന്തേ കാണില്ലേ മാഷെ? കട്ടയക്കുന്നല്ലോ. വെരി ഗുഡ്. ഈ ക്ലാസ് കണ്ട A+ കിട്ടും. പിന്നെ എന്തിനാ ഇവിടെ ഈ ക്ലാസ് എടുക്കേണ്ടത്? ശ്രദ്ധിക്കാം. പാസ് മാർക്ക് വീഡിയോ ചെയ്യൂല. 80 മാർക്കുള്ള ക്ലാസ് മാത്രമേ ചെയ്യുള്ളൂ.
നോക്കിക്കോളൂ. ഇനി 1 മാർക്ക് ക്വസ്റ്റ്യൻ. ഡിസ്കോഴ്സ് നമുക്ക് പഠിക്കാനുള്ളതാട്ടോ. ലെറ്റർ പഠിക്കാനുണ്ട്, ഇമെയിൽ പഠിക്കാണ്ട്, സ്പീച്ച് പഠിക്കാണ്ട്, ആർട്ടിക്കിൾ പഠിക്കാണ്ട്, ബ്ലോഗ് പഠിക്കാണ്ട്, ബ്ലർബ് പഠിക്കാണ്ട്, അനൗൺസ്മെന്റ് പഠിക്കാണ്ട്, സെമിനാർ റിപ്പോർട്ട് പഠിക്കാണ്ട്. ഇത്രയും സാധനത്തിന്റെ ഒക്കെ ഫോർമാറ്റുകൾ ചെയ്തിട്ടില്ലേ? ഓൾറെഡി നമ്മൾ ബട്ട് അതിലും കുറച്ചുകൂടി എലാബറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വിത്ത് ക്വസ്റ്റ്യനോട് കൂടിയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് പോകണ്ട. നോ, പാരഗ്രാഫ് ഉണ്ടാവും, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഉണ്ടാവും, ഡിബേറ്റ് ഡിബേറ്റ് ആണ്, പ്രൊഫൈൽ ഉണ്ട്, ചാർ സ്കെച്ച് ഉണ്ട്, ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ ഉണ്ട്, ഫോം കമ്പാരിസൺ ഉണ്ട്, നറേറ്റീവ് ഉണ്ട്, റൈറ്റ് അപ്പ് ഉണ്ടാവും. സോ 80ൽ 80 മാർക്ക് വാങ്ങാൻ തയ്യാറാണോ? അടുത്ത ചെക്കൻ്റെ വീട്ടുകാരുടെ ബോഡി ഷോ. ഹിയർ വി ഗോ. നിങ്ങൾ റെഡി ആയിക്കോളൂ കേട്ടോ. 80ൽ 80 മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട്. ഈ ചിലപ്പോ ഈ നമ്മുടെ ഇതിലെ എസ്സേ എഴുതാൻ, ആർട്ടിക്കിൾ അതൊക്കെ മേ ബി കാണാറുണ്ട്. എസ്സേ ചിലപ്പോ എന്തെങ്കിലും എസ്സേ എഴുതാനുണ്ടാവും ഇതിനെ കുറിച്ച്, റൈറ്റപ്പ്, നറേഷനുകൾ. പൊളിയാണ് മൂപ്പര്. ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, വളരെ കൃത്യമായി ശ്രദ്ധിക്കുന്ന അധ്യാപകരാണ് കൂടെ ഉള്ളത്. പാനൽ ഡിസ്കഷൻ. പാനൽ ഡിസ്കഷൻ നമ്മൾ ചെയ്തിട്ടില്ലേ സാറേ? പാനൽ ഡിസ്കഷൻ ഒന്നും +2 ചോദിക്കലില്ല, വെറുതെ എടുങ്ങാറാവണ്ട. അതന്നെ നീ സെമിനാർ റിപ്പോർട്ട് പറഞ്ഞ സാധനം. എവിടെ നീ സെമിനാർ റിപ്പോർട്ട് എവിടെ ഇത് ചെയ്യല്ലോ? അത് കാണിച്ചു പെട്ടെന്ന് ശ്രദ്ധിച്ചോളൂ. ടുഡേ നോക്കിക്കോളൂ. ടുഡേ 7:30 ലൈവ് ഉണ്ട്. ഗ്രാമർ മകളെ ഒരു 15 മാർക്ക് അല്ലെങ്കിൽ 16 മാർക്കിന്റെ ഉള്ളിൽ ആണ് നമുക്ക് ഉണ്ടാവുക, ഗ്രാമർ ഉണ്ടാവുക. അത് ഫുള്ള് നമ്മൾ എന്ത് ചെയ്യും, ഇന്നത്തെ ഏറിന്റെ ലൈവില് സെറ്റ് ആക്കും. ഓക്കെ യെസ് സാർ, ബാക്കി പറഞ്ഞു. ഇത് എല്ലാം ഈ ലൈവിൽ പറയുമോ? ഇതെല്ലാം ഈ ലൈവിൽ പറയും. അതാണ് ഈ ലൈവ്. ഗ്രാമർ വെച്ച് ബാക്കി എല്ലാം മണ്ണാങ്കട്ടി നമ്മളോട് ഡിസ്കസ് ചെയ്തിട്ട് പിന്നെ ഗ്രാമറിന്റെ ഒരു വീഡിയോ ഒന്ന് അപ്പ് ചെയ്യാൻ പറയട്ടെ. മകളെ 5:30 ഗ്രാമറിന്റെ ഒരു ഷുവർ വീഡിയോ നമ്മൾ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ നിങ്ങൾ നോമ്പറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കൂലേ, ആ സമയത്ത് കാണാൻ പറ്റുന്ന എഡിറ്റിംഗിന്റെ എല്ലാ ടൈപ്പ് വീഡിയോ 25 മിനിറ്റ് കുറച്ച് റെസ്റ്റ്. ഇതൊന്ന് വായിച്ചാൽ നിങ്ങൾ എല്ലാവരും ജസ്റ്റ് റീഡ് ഇറ്റ്. പക്ഷെ ഇതെന്താ സാർ, നിങ്ങളൊന്ന് വായിച്ചു, നിങ്ങളൊന്ന് മാറി കൊടുക്കും. എനിക്കിത് അറിയില്ല. ഇത് ആരെങ്കിലും ഒരാൾ വായിച്ചാണ് ഇതിന്റെ അടിയിൽ പെട്ടെന്ന് സമ്മറി ഉണ്ട്, ക്വസ്റ്റ്യൻ എല്ലാം ഉണ്ട് മക്കളെ, നിങ്ങളെല്ലാം വീഡിയോക്ക് ലൈക്കിന്റെ കാര്യത്തിൽ നമുക്ക് ഭയങ്കര സങ്കടം മക്കളെ. നിങ്ങൾ 401 ആൾക്കാരുണ്ട്, 303 ലൈക്ക്. എല്ലാവരും വീഡിയോക്ക് ലൈക്ക് അടിച്ചാൽ വലിയ ഉപകാരം അല്ല സാറേ? കുട്ടിക്ക് മനസ്സിലായി. So beautiful, so elegant, just looking like a wow. എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ അറിയാതെ നിങ്ങളെ പഠിപ്പിക്കുന്നു. റാങ്ക്സ് ലേണിംഗ് പോർട്ടലിലെ ഷാഫി സാറും നഈം സാറും ഇവിടെ കത്താൻ വേണ്ടി പോട്ടോ. നിങ്ങൾ അറിയാണ്ട് എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങളെ പഠിപ്പിക്കുന്നു. നോക്കും നിങ്ങള് ഒന്നാമത്തെ ചാപ്റ്റർ മകളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ശ്രദ്ധിച്ചോ. ക്വസ്റ്റ്യൻ നമ്പർ 1 to 3 റീഡ്. ഏതെങ്കിലും ഒരു ചാപ്റ്റർ കുറച്ച് പാസേജ് അല്ലെ എടുത്തിട്ട് എന്ത് ചെയ്യും, താഴെ 3 ക്വസ്റ്റ്യനോ 4 ക്വസ്റ്റ്യനോ 2 ക്വസ്റ്റ്യനോ ഉണ്ടാവും. ഇവിടെ 3 അപ്പൊ എത്ര മാർക്ക് ഉണ്ടാവും സാറേ? 3 മാർക്ക്. അപ്പൊ നമ്മളെ ഒഴിവാക്കാൻ പറ്റില്ല. ഷുവർ. ഞങ്ങളോട് ആ മറ്റേ ഇതിൽ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. എന്താ അറിയോ, ഒന്നാമത്തെ 8 മാർക്ക് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് പോയ ടീം കഴിഞ്ഞ്. ഞാൻ രണ്ടാമത്തെ ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാട്ടോ. നിങ്ങൾ ഒരു കാരണവശാലും ഫസ്റ്റ് ഉള്ള 1 to 8 ക്വസ്റ്റ്യൻ ഉണ്ടാവില്ലേ, അത് തുടക്കത്തിൽ നിങ്ങൾ വായിക്കരുത്. അത് ഒടുക്കത്തിലേക്ക് വെച്ചാൽ കാര്യം എന്താ അറിയോ, അതെങ്ങനെ ടഫായി ഫീൽ ചെയ്താല് നിങ്ങളെ കോൺഫിഡൻസ് പോകും. അപ്പൊ നിങ്ങൾ കൂൾ ഓഫ് ടൈമിൽ എഴുതേണ്ട ഏതാണ്, ഏതൊക്കെ എഴുതണം എന്നുള്ള റൗണ്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയത് നിങ്ങൾ എൻഡിലേക്ക് നോക്കിയാൽ മതി. റെഡി അല്ലേ? കൂൾ ഓഫ് ടൈം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈമിൽ അവസാനത്തെ 5 മിനിറ്റിലേക്ക് മക്കളോട് ഒരു ചോദ്യം. മക്കളെ ഈ പാസേജ് കാണുന്നില്ലടാ, ഇത് ഏത് ചാപ്റ്റർ എടുത്താണ്? എല്ലാ ആൾക്കാർക്കും പരിചയമുണ്ട്. വളരെ സിമ്പിൾ ആണ്. എഡ്യൂക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ച് ഈസ് ബിൽറ്റ്. നോക്കൂ, the learning helps women to themselves and break the shackles of exclusion. Now here is more essential than every developing world. There is an African adage that goes, if you educate a boy, you train a man. If you educate a girl, you train a village. 3Ls എന്ന് കുട്ടികൾ പറഞ്ഞു. Very good. Which word in this passage means a well-known phrase expressing a general truth about the people or the world? അല്ലെ, ഇതിൽ ഒരു ഏറ്റവും പ്രശസ്തമായ ഒരു വാക്കുണ്ട്. ആ വാക്ക് ഈ പാസേജിൽ ഉണ്ട്. എ വെൽ നോൺ ഫ്രേസ്, ഒരു വല്ലാത്തൊരു പ്രശസ്തമായ ഒരു ഫ്രേസ് ആണ്. എ ജനറൽ ട്രൂത്ത്, ഒരു പൊതു സത്യം പറയുന്ന, അബൌട്ട് എ പീപ്പിൾ ഓർ ദ വേൾഡ്, വ്യക്തികളെ കുറിച്ചോ അല്ലെങ്കിൽ ലോകത്തെ കുറിച്ചോ. ഏതാണ് വേർഡ്? ഏതാ വേർഡ് മാഷെ? അഡേജ്. അടുത്തത്, ഹൗ ക്യാൻ വിമൻ ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ? അല്ലെ, സോറി, ഹൗ ക്യാൻ ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ? എങ്ങനെയാണ് സ്ത്രീകൾക്ക് പിന്നെ ഒരേ പരിമിതികൾ, ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ ഉണ്ടാവില്ലേ, എന്തിങ്ങനെ പറയുന്നു? അല്ല, ഞാൻ പറഞ്ഞുതരാം. ഹൗ ക്യാൻ വിമൻ ബ്രേക്ക്, പൊട്ടിക്കാൻ കഴിയും അവരുടെ മുന്നിലുള്ള ഷാക്കിൾസ്, പ്രതിസന്ധികളെ എങ്ങനെ പൊട്ടിക്കാൻ കഴിയും എന്നുള്ളത്. ഇതിന്റെ ഉത്തരം നോക്കിക്കോളൂ. പറ.
It helps women to help themselves and break the shackles of exclusion. എങ്ങനെയാണ് learning അല്ലെ through learning അല്ലെ through learning helps women അല്ലെ learning helps women to help themselves and break the shackles of exclusion. ഒറ്റ മാർക്ക് അല്ലേ ഒറ്റ മാർക്ക് ആവുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുക learning can എഴുതി കൊടുത്താൽ മതി എങ്ങനെ എഴുതി കൊടുക്കുക learning can break women the shackles of exclusion എഴുതി കൊടുത്ത ഉത്തരമായിട്ടോ അടുത്തത് ആൻസർ വേഗം പറഞ്ഞു വെരി ഗുഡ് വെരി അടുത്തത് വാട്ട് ഡസ് ദ അഡേജ് മെൻഷൻഡ് ഇൻ ദ ഗിവൻ പാസേജ് കണ്ട് ഇതിൽ എന്താ പറഞ്ഞത് ഇഫ് യു ട്രെയിൻ എ മാൻ യു ട്രെയിൻ എ ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ് യു ട്രെയിൻ എ മാൻ ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ യു ട്രെയിൻ എ വില്ലേജ് അത്രേ ഉള്ളൂ അടുത്ത നോക്കിക്കോളൂ 3 L's of women empowerment ഇല്ലേ ഷർപ്പടയിച്ചിട്ട് കുറച്ച് സ്പീഡ് പോകാം read the given ആക്കുമ്പോൾ വായിക്കാം it is time to create a world where all women can meet their potential without impediment or prejudice and the world will reap the benefits the 3 L's help us to get there ചോദ്യം what are the 3 L's ഇവിടെ 3 L's ഏതൊക്കെയാണ് മക്കളൊന്ന് പറയണേ പെട്ടെന്ന് പറയണേ അതിന് ഏതൊക്കെ മക്കളെ 3 L's ഏതൊക്കെയാ ലേണിംഗ് ലാബർ വെരി ഗുഡ് നെക്സ്റ്റ് വൺ വാട്ട് ഈസ് ദ ഇംപെഡിമെന്റ് ഇവിടെ എന്താ ഇംപെഡിമെന്റ് ഉദ്ദേശിച്ചത് എന്താണ് വെരി ഗുഡ് തടസ്സം ബാരിയർ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി ബാരിയർ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി അടുത്ത് ഹൂസ് വേർഡ്സ് ആർ ദിസ് ഇതിനാണ് നമ്മൾ ഒന്നാമത് പഠിപ്പിച്ചത് അല്ല നമ്മൾ പഠിപ്പിച്ചില്ല എന്നത് ആരെ എഴുതിയാന്നുള്ളത് നമ്മൾ ആദ്യം പഠിക്കണം എന്നുള്ള ചാപ്റ്ററിനെ കുറിച്ച് ആരെ എഴുതിയതാണ് ആരെ വാക്കാണിത് ക്രിസ്റ്റ്യൻ ലഗാഡി വെരി ഗുഡ് അതാണ് പറ ക്രിസ്റ്റ്യൻ ലഗാഡി വെരി ഗുഡ് യെസ് ആദിൽ കൃഷ്ണ ഓക്കേ വെരി ഗുഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാണ് ചോദ്യം വായിച്ചോടാ they are more likely to make a decision based on consensus building inclusion compassion with focus on long term sustainability എന്ന് പറയുന്നുണ്ട് who is there referred here ഇവിടെ ദേ കൊണ്ട് ഉദ്ദേശിച്ച ആരാണ് അല്ലെ വിമിൻ പെട്ടെന്ന് ഉത്തരം കിട്ടുന്നുണ്ട് അല്ലെ 3 L's of empowerment നമുക്ക് ഒറ്റയടിക്ക് അറിയാൻ പറ്റൂട്ടോ അടുത്തത് വാട്ട് ഇസ് ദ എക്സ്പ്രഷൻ ഇതൊക്കെ കാര്യം എന്താന്ന് വെച്ചാൽ 3 L's of empowerment എന്നുള്ള മേളിൽ തന്നെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് പെട്ടെന്ന് കിട്ടുന്നത് വാട്ട് ഇസ് ദ എക്സ്പ്രഷൻ കൺസിസ്റ്റ് ബിൽഡിംഗ് മീൻ ഇവിടെ എന്താണ് കൺസിസ്റ്റ് ബിൽഡിംഗ് ഉദ്ദേശിക്കുന്നത് ഏതാണെന്നുള്ളത് അറൈവിംഗ് അറ്റ് എ ഡിസിഷൻ ഉണ്ട് കൊളാബറേറ്റീവ് പ്രോബ്ലം സോൾവിംഗ് ഉണ്ട് ഏതാണ് പറ കൊളാബറേറ്റീവ് പ്രോബ്ലം സോൾവിംഗ് ആണ് കാരണം എല്ലാവരെയും അല്ലെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സമവായം എന്ന് പറയുമ്പോൾ എന്താണ് എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സോൾവ് ചെയ്യുക പ്രശ്നം അതായത് കോംപ്രമൈസോ അല്ലെങ്കിൽ കൺസെന്റ് ഒന്നും അല്ല ഏതാണ് കൊളാബറേറ്റീവ് പ്രോബ്ലം സോൾവിംഗ് അപ്പോ മേ ബി വേർഡ് മീനിങ് എന്ത് ചെയ്യാറുണ്ട് വരാറുണ്ട് ശ്രദ്ധിക്കണം മക്കളെ അതെ ആ വേർഡ് മീനിങ് എപ്പോഴും വരാറുണ്ട് മക്കളെ ആ വേർഡ് മീനിങ് എവിടുന്ന വരാറുണ്ട് ആ ഗ്ലോസറി ഇല്ലേ ടെക്സ്റ്റ് ബുക്കിന്റെ ഗ്ലോസറി ഇല്ലേ അതിന്നാണ് മക്കളെ വരാം അപ്പൊ എല്ലാ പ്രധാനപ്പെട്ട ചില വേർഡ് മീനിങ് കണ്ണോടിച്ച് പോട്ടെ മക്കളെ ഉറപ്പാണ് വൺ വേർഡ് ഉറപ്പായിട്ടും പക്ഷെ നെക്സ്റ്റ് ഇതിന്റെ കോൺസിസ്റ്റ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ സമവായം ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കമ്പാഷൻ എന്ന് പറഞ്ഞാൽ സഹതാപം അല്ലെ വിത്ത് ഫോക്കസ് ഓൺ ലോങ് ടൈം സസ്റ്റൈനബിലിറ്റി ഇതില് ഈ കോൺസിസ്റ്റ് ബിൽഡിംഗ് കൊണ്ട് ഉദ്ദേശിച്ചത് ഏതാണ് കൊളാബറേറ്റീവ് പ്രോബ്ലം സോൾവിംഗ് ആണ് കേട്ടോ അടുത്ത് ഫൈൻഡ് ദ വേർഡ് ഓപ്പോസിറ്റ് ഇൻ ദ മീനിങ് ടു കമ്പാഷൻ കമ്പാഷൻ എന്ന് പറഞ്ഞാൽ അനുകമ്പല്ലേ നമ്മളിവിടെ പറഞ്ഞു സഹതാപം അനുകമ്പ എന്ന് പറയുന്ന അർത്ഥത്തില് അതിന്റെ ഓപ്പോസിറ്റ് ഏതാന്നുള്ളത് പിറ്റി ദയ സഹതാപം തന്നെയാണ് കെയർ അതും നമ്മൾ സഹതാപാണ് ക്രൂവൽറ്റി ക്രൂരത ഏതാണ് ഉത്തരം ഏതാണ് പറ ക്രൂവൽറ്റി വെരി ഗുഡ് അടുത്ത ചോദ്യം നോക്കിക്കോളൂ 3 L's തന്നെയാണ് they represent half the world population എന്നൊക്കെ പറയുന്നുണ്ട് who made this statement and where എന്ത് വേറെന്താ വെച്ചുണ്ടാക്കി എന്താ ഓക്കെ സാർ ഓക്കെ നോ വറി who made this statement and where ഇത് ആരാണ് എവിടെയാണ് പ്രസംഗിച്ചത് ഇത് ആരാണ് പറ ക്രിസ്റ്റ്യൻ ലഗാഡിയാണ് ക്രിസ്റ്റ്യൻ ലഗാഡി CL എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റ്യൻ ലഗാഡി എവിടെയാണ് പറ ഇൻ ഹെർ സ്പീച്ച് എവിടെയാണ് പറ ഇൻ ഹെർ സ്പീച്ച് എന്ന് പറയുന്ന സാധനം കേട്ടോ ഇൻ ഹെർ സ്പീച്ച് ആണ് കേട്ടോ ഉത്തരം കഴിഞ്ഞു എന്തേ വേറെന്തേ ഇല്ലല്ലോ ഇൻ ഹെർ സ്പീച്ച് അടുത്തത് ഹു ഈസ് റെഫേർഡ് ടു ആസ് ദേ കൊണ്ട് ഉദ്ദേശിച്ച ആരാണ് ഇവിടെ വിമിൻ സ്ത്രീകളാണ് അല്ലെ വിമിൻ ആണ് ഇവിടെ സ്ത്രീകളാണ് ഉദ്ദേശിച്ചത് അടുത്ത നോക്കിക്കോളൂ വൈ ഡു ദേ കോൺട്രിബ്യൂട്ട് ഫാർ ലെസ് ദാൻ 50% ഓഫ് ദി എക്കണോമിക് ആക്ടിവിറ്റി ഉത്തരം നോക്കിക്കോളൂ വിമിൻ ആർ ഡിനൈഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി സ്ത്രീകൾക്ക് എന്തില്ല ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല അതുകൊണ്ടാണ് എന്നുള്ളത് ഈ ലൈവ് സ്കിപ്പ് ചെയ്ത് പോയാല് ഓർക്ക് ഇനി ഇത് പഠിപ്പിക്കാൻ വേറെ ഓപ്ഷൻ ഇല്ല ഈ ചാപ്റ്റർ കഴിഞ്ഞു ഇതല്ലേ നിങ്ങള് ഇതുപോലെയല്ലേ നിങ്ങൾ ആഗ്രഹിച്ചത് ഇതിന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാണ് അല്ലെ നിങ്ങൾ ഇതുപോലെയാണ് ആഗ്രഹിച്ചത് ആ ചാപ്റ്റർ കഴിഞ്ഞു വേണ്ടപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു ഇതാ പറഞ്ഞത് ബാക്കിയുള്ള കുട്ടികളോടൊക്കെ വെറുതെ ഇതിൽ സ്കിപ്പ് ചെയ്ത് പോകുന്നത് ഇത് വേറെ ലെവൽ ക്ലാസ് ആണ് mention the underlining ideas in the expression pillars of house അല്ലെ the pillars of house കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് നമ്മൾ ഇത് എന്തുകൊണ്ട് അങ്ങനെ കൊടുക്കാൻ കാരണം ഈ ചോദ്യത്തിന് എല്ലാ അല്ല ഈ ഒരു ചോദ്യം നമ്മൾ ഇങ്ങനെ കൊടുക്കാനുള്ള റീസൺ ഇല്ല
നമ്മൾ പ്ലാൻ ചെയ്തില്ല, നിങ്ങൾക്ക് ഓർമ്മയില്ല. കാരണം നമുക്ക് സമ്മറി പഠിപ്പിക്കുമ്പോൾ ചോദ്യം വിത്ത് പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് എന്താ ഒന്നും കൂടെ യൂസ്ഫുൾ ആവില്ല. വെരി ഗുഡ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പ്ലാൻ പഠിപ്പിക്കാനുള്ള പില്ലേഴ്സ് ഓഫ് ദി ഹൗസ് കൊണ്ട് ഉദ്ദേശിച്ചത് ആരാ വരിക? അപ്പൊ ഇത് ഏത് ചാപ്റ്റർ എന്ന് ആദ്യം പറയും. മക്കൾക്ക് അറിയില്ലേ? ഏതാണ്? വെരി ഗുഡ് എന്ന് പറയുന്ന ചോദിക്കരുത് ഒറ്റടിക്ക്. നാളെ മോർണിംഗ് ഇവിടെ ശ്രദ്ധിക്കുക. നാളെ മോർണിംഗ് തല്ലല്ലോ, ഇവിടെ ശ്രദ്ധിച്ചോ നോക്കിക്കോളൂ. പില്ലേഴ്സ് ആർ ദി മെയിൻ സപ്പോർട്ട് ഓഫ് ദി ഹൗസ്. ശ്രദ്ധിച്ച് കേട്ടോ, ഈ ഒരു പോയിന്റ് ശ്രദ്ധിച്ചോളൂ. പില്ലേഴ്സ് ആർ ദി മെയിൻ സപ്പോർട്ട് ഓഫ് ദി ഹൗസ്. ഒരു വീടിന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് പില്ലറാണ് കേട്ടോ, പില്ലറാണ്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഹാവ് എ ഹൗസ് വിത്തൗട്ട് പില്ലേഴ്സ്. ഒരു പില്ലർ ഇല്ലാണ്ട് ഒരു വീട് നിൽക്കാൻ പറ്റൂല. ദ പില്ലേഴ്സ് സപ്പോർട്ട് വെയിറ്റ് ഓഫ് ദി ഹൗസ് ആൻഡ് മേക്ക് ഇറ്റ് സ്റ്റാൻഡ് വിത്തൗട്ട് ക്രംബ്ലിംഗ്. ഒരു വീടിന്റെ പില്ലറാണ് ആ വീടിനെ തകർക്കാണ്ട് പൊട്ടിത്തെറിപ്പിക്കാണ്ട് എന്ത് ചെയ്യുന്നത് കൊണ്ടടക്കുന്നത്. ആ ഒരു പോയിന്റ് ആണ് അവിടെ ഉള്ളത് കേട്ടോ. എന്താണ് പില്ലേഴ്സ് ഓഫ് ദി ഹൗസ് കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ എന്താണ് ഒരു മെറ്റഫർ അവിടെ നടന്നു. എന്താ മെറ്റഫർ നടന്നത്? ഈ പില്ലർ കൊണ്ട് ഉദ്ദേശിച്ച ആരെയാണ്? സ്ത്രീ, അമ്മ. ഹൗ ഡസ് ദ പോയിറ്റ് പോർട്രേ ദ ബോണ്ട് ബിറ്റ്വീൻ മദർ ആൻഡ് ഹെർ ചിൽഡ്രൻ? അല്ലെ, മക്കളെയും കുട്ടികളും നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തോളൂ കേട്ടോ. ബോണ്ട് എന്താണ്? ചിൽഡ്രൻ ഗെറ്റ് ദെയർ ലവ് ഫ്രം ദെയർ മദർ. ഒന്നാമത്തെ പോയിന്റ് ഉണ്ടോ, ദെയർ ലവ് ഫ്രം ദെയർ മദർ. ഒന്നാമത്തെ പോയിന്റ്, ചിൽഡ്രൻ ഗെറ്റ് ദെയർ ലവ് ഫ്രം ദെയർ മദർ. അടുത്തത്, ഷീ ഈസ് ദെയർ ലൈറ്റ് ഓഫ് ലവ്. അടുത്ത പോയിന്റ് ആണ് ഷീ ഈസ് ദെയർ ലൈറ്റ് ഓഫ് ലവ്. അടുത്തത്, വിത്തൗട്ട് ഹെർ ദ ചിൽഡ്രൻ കാണ്ട് ത്രൈവ്. ഈ ത്രൈവ് പറഞ്ഞ വാക്കൊന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ത്രൈവ്, ജീവിക്കാൻ പറ്റൂല കേട്ടോ. ഷീ ഈസ് ദ ട്വിസ്റ്റ്. അവളാണ് ഒരു ട്വിസ്റ്റ്, ഒരു ട്വിസ്റ്റ് ആണ് കേട്ടോ. That holds the children together in the sacred ring of the family. കുടുംബത്തിന്റെ ആ സാക്രഡ് റിംഗിൽ ഹോൾഡ് ചെയ്യുന്ന ഷീ ഈസ് ദ ട്വിസ്റ്റ് കേട്ടാ. ശ്രദ്ധിക്കാത്തത്, the children do not want leave her. കുട്ടികൾ ഒരിക്കലും എന്തില്ല, ഗോ അവേ, വിട്ടുപോകാൻ പോകാൻ പറ്റൂല. The bond between a mother and her children can be compared to a stem and its branch കേട്ടോ. ലൈക്ക് സ്റ്റെം ആൻഡ് ഇറ്റ്സ് ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ മതി. കമ്പയർ ടു എ സ്റ്റെം ആൻഡ് ഇറ്റ്സ് ബ്രാഞ്ച്. ഒരു മരം അതിലെ തടികൾ ഉണ്ടാവില്ലേ, അതുപോലെ കമ്പയർ ചെയ്ത് എഴുതിച്ചാൽ മതി. ഒന്ന്, ചിൽഡ്രൻ ഗെറ്റ് ദ ലവ് ഫ്രം ദെയർ മദർ. രണ്ടാമത്, വിത്തൗട്ട് മദർ ചിൽഡ്രൻ കനോട്ട് ത്രൈവ്. ലീവ് എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അടുത്ത്, ദേ ഹോൾഡ് ദെയർ ചിൽഡ്രൻ ഇൻ ദെയർ നോട്ട് ഓഫ് ലവ്, സാക്രഡ് റിംഗിൽ കേട്ടോ. അങ്ങനെ വെക്കാൻ പറ്റും. അടുത്തത് എന്താണ് പറ, ഇവിടെ എന്തുകൊണ്ടാണ് ഉദ്ദേശിച്ച് പിന്നെ മദർ ആൻഡ് ഹെർ ചിൽഡ്രൻ എങ്ങനെ കമ്പയർ ചെയ്തത്? കമ്പയർ ടു എ സ്റ്റെം ആൻഡ് ഇറ്റ്സ് ബ്രാഞ്ച്. ഒരു മരത്തടിയും അതിന്റെ ശിലകളുമായിട്ടാണ് കേട്ടോ. നെക്സ്റ്റ്, കമന്റ് ഓൺ ദ എക്സ്പ്രഷൻ ഫ്രം ദ ഫ്ലോർ ടു റൂഫ്. തുടക്കം മുതൽ ഒടുക്കം വരെ എന്ന് പറയുന്നില്ലേ, അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? എക്സ്പ്രഷൻ വിത്തൗട്ട് ചേഞ്ചിങ് ദ മീനിങ്. ഈ അർത്ഥം മാറാണ്ട് ഒന്ന് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഫ്ലോർ ടു റൂഫ് മീൻസ് ഫ്രം ദ സ്റ്റാർട്ട് ടു ഫിനിഷ്. ഒന്നാമത്തെ പോയിന്റ് ആണ് ഫ്രം ദ സ്റ്റാർട്ട് ടു ഫിനിഷ്, അല്ലെങ്കിൽ ഫ്രം ദ ബിഗിനിങ് ടു ദി എൻഡ്, തുടക്കം മുതൽ അവസാനം വരെ. all aspects of the home cannot connected with the woman. വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും ആരായിട്ട് കണക്റ്റഡ് ആണ്? സ്ത്രീകളായിട്ട് കണക്ട് ആണ്. ദ മദർ ഓഫ് ഹൗസ് അല്ലെ, ആ വീട്ടിലെ സ്ത്രീ എന്ന് പറയുന്ന ആരാണ്? പറ, അമ്മയാണ്. നത്തിങ് ഇൻ ദ ഹോം ഈസ് എവേ ഹെർ ഓർ അൺനോൺ ടു ഹെർ. വീട്ടിൽ ഒരു കാര്യം ഒരിക്കലും നീല അമ്മ അറിയാണ്ട് പോവില്ല കേട്ടോ. ശ്രദ്ധിക്കുക. അനദർ എക്സ്പ്രഷൻ വിത്ത് ദ സെയിം മീനിങ് വുഡ് ബി ഫ്രം ടോപ്പ് ടു ടോയ്. ഫ്രം ടോപ്പ് ടു ടോയ് എന്ന് പറയുന്നത് ഈ ഒന്ന് ഫ്രം ടോപ്പ് ടു ടോയ് എന്നും, പിന്നെ എൻഡ് ടു ബിഗിനിങ് ടു എൻഡ് എന്നും, അടുത്തത് സ്റ്റാർട്ട് ടു ഫിനിഷ് എന്ന് പറയുന്ന ഈ ഒരു 3 പോയിന്റ് എഴുതിച്ചാൽ തന്നെ ഏറെക്കുറെ എന്താവും ഐഡിയ കിട്ടും. അതായത് അമ്മയാണ് വീട്ടിലെല്ലാം. മദർ ഈസ് എവറിഥിങ് ഇൻ ഹെർ ഹൗസ് കേട്ടോ. ഷീ ഈസ് ഫ്രം ദി സ്റ്റാർട്ട് ടു എൻഡ്, ഷീ ഈസ് ദ ബിഗിനിങ് ആൻഡ് എൻഡ് ഓഫ് ദി ഹൗസ് അല്ലേ, അങ്ങനെയൊക്കെ പറയാൻ പറ്റും. അടുത്തത്, വാട്ട് ഈസ് ദ സിംബോളിക് സിഗ്നിഫിക്കൻസ് ഓഫ് വിൻഡ് ആൻഡ് സ്നോ? എന്താണ് വിൻഡ് ആൻഡ് സ്നോ എന്ന് പറയുന്നത്? ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് ഇതിനെ കാണാൻ പറ്റൂട്ടോ. വിൻഡ് ആൻഡ് സ്നോ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താന്നുള്ളത് നമ്മൾ ഏതെങ്കിലും ഒരു ലൈനിൽ വിൻഡ് ആൻഡ് സ്നോ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, വിൻഡ് ആൻഡ് സ്നോ എവിടെ വായിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ നാച്ചുറൽ പോയം എന്നൊക്കെ പറഞ്ഞാണ്ട് ഏതെങ്കിലും നാച്ചുറൽ പോയറ്റ് നമുക്ക് ചിന്തിക്കരുത്. ഈ ചാപ്റ്റർ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കേട്ടോ, ശ്രദ്ധിച്ചു കേട്ടോളൂ. ഇതിന്റെ അടി കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുക്കട്ടോ. സിഗ്നിഫിക്കൻസ് ഓഫ് ദി വിൻഡ് ആൻഡ് സ്നോ ഇസ് ദ ട്രബിൾസ്. പോയിന്റ് കേട്ടോളൂ. ഒന്ന്, പ്രശ്നങ്ങള് ആൻഡ് ട്രിബുലേഷൻസ് ദാറ്റ് കം ടു ലൈഫ് കേട്ടോ. പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ, ട്രബിൾസ് എന്ന് പഠിച്ചാൽ തന്നെ മതി. പ്രശ്നങ്ങൾ, ജീവിതത്തിലേക്ക് വരുന്ന പ്രശ്നങ്ങളാണ്. പിന്നെ പരിഹാരങ്ങളും നോക്കിക്കോളൂ. ദ ലൈഫ് ഈസ് അഫക്റ്റഡ് ബൈ പ്രോബ്ലംസ് ഓഫ് വേരിയസ് സോർട്സ്. ദേ ക്യാൻ ബി ഡിസീസസ് അല്ലെ. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാം. ഒന്ന്, അസുഖങ്ങളാവാം, ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആവാം, ഇമോഷണൽ പ്രോബ്ലംസ് ആവാം, അല്ലെങ്കിലോ സം അതർ ട്രാജഡീസ് ആവാം, ദുരന്തങ്ങളാവാം. The mother tries to prevent all these things from entering the family and bothering its members.
ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വീട്ടിലേക്ക് വരുന്നതിനെ സംബന്ധിച്ച് ആര് തടയുന്നുണ്ട്? നമ്മളെ അമ്മ തടയുന്നുണ്ട്. അപ്പൊ വിൻഡ് ആൻഡ് സ്നോ എന്ന് പറയുന്നത് എന്താണ്? പ്രശ്നങ്ങളാണ്. ദ പ്രോബ്ലംസ് വി വാണ്ട് ടു ഫേസ് ഇൻ അവർ ലൈഫ്. അതാണ് വിൻഡ് ആൻഡ് സ്നോ എന്ന് പറയുന്നത് കേട്ടോ. കാറ്റും തണുപ്പും എന്നൊക്കെ പറയുമ്പോൾ ഏതെങ്കിലും നാച്ചുറൽ പോയതിനെ കുറിച്ച് ചിന്തിക്കേണ്ട, അത് ഈ ചാപ്റ്ററായിട്ട് ബന്ധപ്പെട്ടാണ്. അതെന്താണ്? പ്രോബ്ലംസ് ആണ് കേട്ടോ വീട്ടിലേക്ക് വരുന്നത്. ആരാണ് ഈ വിൻഡ് ആൻഡ് സ്നോനെ തടുക്കുന്നത്? ആരാണ്? അമ്മയാണെന്ന് പറയുന്ന പോയിന്റ് ക്ലിയർ? ആ സോങ് പാടാം ഇതിന്റെ ഇടയിൽ. എന്താ ശ്രദ്ധിക്കട ചങ്ങായിയെ. എക്സ്പ്ലെയിനിങ് യുവർ വേർഡ്സ്, കൺക്ലൂഡിംഗ് ദ ലൈൻ ഓഫ് ദി പോയം. ഈ പോയത്തിന്റെ കൺക്ലൂഡിംഗ് ലൈൻ എന്താന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇറ്റ് ഈസ് ദ പ്രയർ ദാറ്റ് വി മീൻ മേക്സ് ടു ജീസസ് ക്രൈസ്റ്റിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. എന്താണ് അറിയോ? എന്താണ് വായിക്കുന്നത്? ജീസസ് ഇസ് ദ പേഴ്സൺ ഹും വിമിൻ ആർ ലേഡ് ഇൻ ദ മാങ്കർ. അതായത് പിന്നെ മറ്റേ മറിയമിന്റെ മടിയിൽ ഇരുന്ന കുട്ടി എന്നുള്ള കേട്ടോ. ദ വിമിൻ ഈസ് ദ പ്രേയിങ് ടു ജീസസ്. വിമിൻ ഈ സ്ത്രീ എന്ത് ചെയ്യാണ്? വുമൺ ആരോട് പ്രാർത്ഥിക്കാണ്? അമ്മ ദൈവത്തിനോട് പ്രാർത്ഥിക്കാണ്. എന്ത്? നോട്ട് ടു ടേക്ക് അവേ ഹർ അൺടിൽ ഹർ ചിൽഡ്രൻ ഹാവ് ഗ്രോൺ. കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോളൂ. ഈ ഒരു പോയിന്റ് പഠിച്ചോളൂ കേട്ടോ. നോട്ട് ടു ടേക്ക് അവേ ഹർ ചിൽഡ്രൻ. കേട്ടോ, ഇമ്പോർട്ടന്റ് മറക്കരുത് തന്നെ ഇരിക്കണ്ടോടാ. മറക്കരുത്. നോട്ട് ടു ടേക്ക് അവേ ഹെർ ലൈഫ് അണ്ടിൽ ഹെർ ചിൽഡ്രൻ ഹാവ് ഗ്രോൺ. തന്റെ മക്കൾ വളരുന്നത് വരെ തന്നെ തിരിച്ചു കൊണ്ടുപോകരുത്, എന്നെ മരിപ്പിക്കരുത് എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കാണ്. ഇത് മറക്കരുത്. ഈ ഡയലോഗ് ഒന്നുകൂടെ പഠിച്ചോളൂ. നോട്ട് ടു ടേക്ക് അവേ ഹെർ ലൈഫ് അണ്ടിൽ ഹെർ ചിൽഡ്രൻ ഹാവ് ഗ്രോൺ. നിങ്ങൾ പഠിച്ചിട്ടുള്ള എന്തൊക്കെയാണെന്ന് അറിയോ? നോട്ട് ടു ടേക്ക് മീ അണ്ടിൽ മൈ ചിൽഡ്രൻ ഗ്രൂ എന്നേക്കാരും പഠിച്ചിട്ടുണ്ടാവില്ല. എന്റെ കുട്ടികൾ വളരുന്നത് വരെ എന്നേക്കാരം അല്ലെ. ഇങ്ങനെ പഠിച്ചോളൂ അല്ലെ. എങ്ങനെ പറയാം? നോട്ട് ടു ടേക്ക് അവേ ഹെർ അണ്ടിൽ ഹെർ ചിൽഡ്രൻ ഹാവ് ഗ്രോൺ. She knows without her children won't be able to live and thrive in the world. അവൾക്കറിയാൻ പറ്റും. കാര്യം എന്താ? അമ്മ അല്ലെങ്കിൽ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ജീവിതത്തിൽ ഇവിടെ ജീവിക്കാൻ പറ്റൂല. അമ്മ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം എന്നുള്ള ആർക്കറിയാൻ പറ്റും? അമ്മക്കറിയാം. അതുകൊണ്ടാണ് അമ്മ എന്ത് ചെയ്യുന്നത്? ദൈവത്തിനോട് അങ്ങനെ പ്രാർത്ഥിക്കുന്നത് കേട്ടോ. വെരി ഗുഡ്. 334 സ്റ്റുഡന്റ്. ഇതെന്താ നോ കാർഡിൻ ക്യാമറ കാരണത്താൽ എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ അവർക്ക്? ഇല്ലല്ലോ. ഇല്ല കാണുന്നുണ്ടല്ലോ. എന്നിട്ടും കാണുന്നുണ്ടല്ലോ കേട്ടാ. ക്ലിയർ. ഇനി നോക്കിക്കോളൂ മക്കളെ. ഇടക്കിടക്ക് പരസ്യം കയറുന്നുണ്ടോ? പക്ഷെ അങ്ങനെ ചെറിയൊരു പ്രശ്നം ഉണ്ടല്ലേ. ക്യു ആൻഡ് വൈ വിമൻ ആർ കമ്പയർഡ് ടു മാച്ച് ബോക്സ്. അപ്പൊ ഏത് ചാപ്റ്റർ ആയിട്ട് ബന്ധപ്പെട്ടാ മാഷെ? ഏതാണ് നമ്മുടെ മാച്ച് ബോക്സ് ആയിട്ട് ബന്ധപ്പെട്ടതല്ലേ അല്ലെ? ശ്രദ്ധിക്കാം. മാച്ച് ബോക്സ് എന്ന് പറയുന്നത് ആരാണ്? ആശാപൂർണ ദേവി. ആശാപൂർണ ദേവിയാണ് അല്ലെ. ശ്രദ്ധിക്കാം. അപ്പൊ ഏതാണ്? ദേ ആർ കമ്പയർഡ് ടു മാച്ച് ബോക്സ് ബിക്കോസ് മാച്ച് ബോക്സ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം കേട്ടോ. ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് പല തവണ ചോദിച്ച് വെറുപ്പിച്ച ചോദ്യം കേട്ടോ. ചോദിച്ച് വെറുപ്പിച്ചത്. ശ്രദ്ധിക്കാം. അപ്പൊ നോക്കിയൊന്ന് പഠിച്ചോളൂ. They are compared to match box. പല മക്കളും പെട്ടെന്ന് ആൻസർ പറയുന്നുണ്ട്. വെരി ഗുഡ് ഓക്കെ. യെസ്. അപ്പൊ നമ്മൾ അത് നോക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് മക്കളെ ഇഫ് ക്ലോസ് പറയും. ഇഫ് ക്ലോസ് ഒക്കെ നമ്മൾ ലൈവില് പറയട്ടെ. എയറിന്റെ ലൈവില് പറയും മക്കളെ. യെസ്. സാറ് ലാംഗ്വേജ് എങ്ങനെ ശരിയാക്കല്? മക്കളെ ഇല്ല. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യണം. നമ്മുടെ കമ്മ്യൂണിറ്റി ലിങ്കിൽ എന്ത് ചെയ്യണ്ടാറ്? ഞാനൊരു ട്രാൻസ്ലേഷൻ മലയാളം ഇംഗ്ലീഷ് കണ്ട ലിങ്ക് ഞാൻ എന്ത് ചെയ്യുന്നതിൽ വിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ഇപ്പൊ നിങ്ങൾ ഇത് കണ്ടോളൂ. ശ്രദ്ധിക്കാം. എന്തുകൊണ്ടാണ് സ്ത്രീകളെ മാച്ച് ബോക്സ് ആയിട്ട് കമ്പയർ ചെയ്യുന്ന കാര്യം? They are compared to match box because like match boxes they too contain enough gunpowder to make 100 langas burn. ശ്രദ്ധിച്ചു കേട്ടോളൂ. They too contain enough gunpowder to make 100 langas burn. 100 ലങ്കകളെ കത്തിക്കാനുള്ള അല്ലെ ഒരു എന്തുണ്ട്? ഗൺ പൗഡർ. വേർഡ് എന്താണ് പറ? ഗൺ പൗഡർ എവിടെ ഉണ്ട്? ഒരു തീപ്പെട്ടിക്ക് ഉണ്ട് അല്ലെ. അതേപോലെ തന്നെ ബട്ട് ദേ സിറ്റ് അറൌണ്ട് മീക്ക് ആൻഡ് ഇന്നസെന്റ് ഇൻ ദ കിച്ചൺ. പക്ഷെ ഇതെന്ത് ചെയ്യണത്? കിച്ചണിൽ അവിടെയും ഇവിടെയും വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ തീപ്പെട്ടി എന്ന് പറയുന്നത്. ഇൻ ദ പാൻട്രി, ഇൻ ദ ബെഡ്റൂം, ഇൻഫാക്ട് എനി പ്ലേസസ്. എവിടെയൊക്കെയാണ്? ഇൻ ദ പാൻട്രിയിലും ബെഡ്റൂമിലും പല സ്ഥലത്തും. അതുപോലെ തന്നെയാണ് എന്ത്? സ്ത്രീകളും സെയിം ആസ് ദ വിമൻ ആർ കമ്പയർഡ് ടു മാച്ച് ബോക്സ് അല്ലെ. അതേപോലെ തന്നെ സ്ത്രീകൾ വിചാരിച്ചാല് ഈ ഭൂമി തന്നെ ഇല്ലാണ്ടാക്കാൻ പറ്റും. ബട്ട് എന്ത് ചെയ്യാണ് പറ? അതേ മാച്ച് ബോക്സ് പോലെ കേട്ടോ. ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഈ ഒരു വേർഡ് പഠിച്ചു ചോദിച്ചു. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഈ സാർ അത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ശ്രദ്ധിക്കുക. ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്രമേ പറയുള്ളൂ കേട്ടോ. അടുത്ത് വാട്ട് മേക്ക് നൊമിയ ഫ്യൂരിയസ്. നൊമിതിനെ ഫ്യൂരിയസ് ആക്കിയ കാര്യം എന്താണെന്നുള്ളത്, ദേഷ്യം പിടിപ്പിച്ചത് എന്താണെന്നുള്ളത് നോക്കൂ. അജിത്തിന്റെ ഒരു ഹാബിറ്റ് ഉണ്ട്. റീഡിങ് ലെറ്റേഴ്സ് ആൻഡ് അഡ്രസ് ടു ഹർ മേക്കർ ഫ്യൂരിയസ്. ഓളെ പേരിൽ അഡ്രസ് ചെയ്ത് വന്ന കുറെ കത്തുകൾ ആരെടുത്ത് വായിക്കും? ഈ അജിത്ത് ബ്ലഡി ഫുൾ എടുത്ത് വായിക്കും. അതെന്നെ ഓളെ ദേഷ്യം പിടിപ്പിച്ചു കേട്ടോ. സംടൈംസ് ഹി ഡസ് നോട്ട് ഈവൻ ഷോ ഹർ ദ ലെറ്റേഴ്സ്. ചില സമയത്ത് ഓളോ അവൻക്ക് ഒത്തും കാട്ടി കൊടുക്ക മീൻസ് ഓളോ അവൻക്ക് അവൾക്ക് അവളെ കത്ത് എന്തെങ്കിലും കാട്ടി കൊടുക്കലില്ല. ഷീ ട്രൈഡ് മെനി തിങ്സ് ടു സ്റ്റോപ്പ് ഹിം ഫ്രം ദാറ്റ് ഹാബിറ്റ്. ഓള് കുറെ ശ്രമിച്ചു. എന്തെന്നറിയോ?
ഇവന്റെ ഈ ഒരു ബ്ലഡി സ്വഭാവമല്ലേ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഷീസ് ഷോവ്ഡ് ആങ്കർ, ഒരു ദേഷ്യം വരെ കാട്ടി അല്ലെ. ബട്ട് ടുക്ക് ഒഫൻസ് അല്ലെ, എതിർത്ത് നോക്കി. ട്രൈ ടു ഷെയിം ഹിം ആൻഡ് യൂസ് ദി സർക്കാസം അല്ലെ, ഓനെ കുറെ കളിയാക്കി നോക്കി. നത്തിങ് വർക്ക്ഡ്, ഒന്നും വർക്ക് ആയില്ല. ഹി ലോവ്സ് ഇറ്റ് അവേ, ബൃന്ദ മാത്രം ചെയ്യലിട്ടോ. ശ്രദ്ധിക്കുക അടുത്തത്. വാട്ട് ഈസ് ദ സസ്പീഷൻ? സി, ഈ ഒരു ഇത് നമ്മൾ പറയുന്നതോടുകൂടി ഈ ചാപ്റ്റർ പഠിച്ചു പോരണട്ടോ, ചാപ്റ്റർ പഠിച്ചു പോരണട്ടോ. എന്റെ കൂടെ അങ്ങനെ നിന്നോ. എന്തൊക്കെ നീ പറയണ്ടല്ലോ, ഒക്കെ വരുടോ. ആ ശ്രദ്ധിക്കുക. വാട്ട് ഈസ് ദ സസ്പീഷൻസ് ഇൻ നൊമിതാസ് മൈൻഡ്? നൊമിതന്റെ മൈൻഡിലുള്ള ഒരു സസ്പീഷൻ എന്തായിരുന്നു? ദ സസ്പീഷൻ ഇൻ നൊമിതാസ് മൈൻഡ് ഈസ് ദാറ്റ് അജിത്ത് ഡസ് നോട്ട് ഗീവ് ഹർ ഓൾ ദ ലെറ്റേഴ്സ് ദാറ്റ് ആർ അഡ്രസ്ഡ് ടു ഹർ. അജിത്താക്കിന് ഓൾ അഡ്രസ്സിട്ട് വരുന്ന ഒരു കുന്തും കൊടുക്കണില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം ആരുടെ മൈൻഡിൽ ഉണ്ടായിരുന്നു? നൊമിതന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു അല്ലെ. അടുത്തത്, വാട്ട് ഈസ് കോൾഡ് ആൻ അഗ്ലി ഹാബിറ്റ് അല്ലെ. ഒരു അഗ്ലി ഹാബിറ്റ് കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? അഗ്ലി ഹാബിറ്റ് കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? ദ ഹാബിറ്റ് ഓഫ് അജിത്ത് ഓപ്പണിംഗ് ആൻഡ് റീഡിംഗ് ദ ലെറ്റേഴ്സ് അഡ്രസ്ഡ് ടു നൊമിത ഈസ് കോൾഡ് അഗ്ലി ഹാബിറ്റ്. ഓൾ ഇടയ്ക്ക് പറഞ്ഞത് ഇതൊരു വൃത്തികെട്ട സ്വഭാവമാണ്. എന്താണ് വൃത്തികെട്ട സ്വഭാവം എന്നാണ് വെച്ചാല്, നൊമിതന്റെ പേരിൽ അഡ്രസ് ചെയ്ത് തന്നെ കത്ത് ആര് വായിക്കുന്ന? അജിത്ത് വായിക്കുന്ന കേട്ടോ. ഹി സേസ് ദാറ്റ് ഹി ഡസ് നോട്ട്, ഹി ഡസ് ഇറ്റ്, ഓൻ പറയലുണ്ട് ഓനെ ചെയ്യുന്നത് ബിക്കോസ് ഹി വാണ്ടഡ് ടു മേക്ക് ഷുവർ ദാറ്റ്, ഓൻ ഉറപ്പ് വരുത്തണം someone does not send her love letters, ഓൾക്ക് ആരും ലവ് ലെറ്റർ അയക്കണില്ലല്ലോ എന്ന് ഉറപ്പ് വരുത്തണം. ബ്ലഡി ചെങ്ങയാണ്, സംശയരോഗിയാണ് അജിത്ത്, ബ്ലഡി ഫുൾ. ഷീ ട്രൈഡ് മെനി തിങ്സ് ടു സ്റ്റോപ്പ് ഹിം. ഓൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നോക്കി ഈ ചെങ്ങായെ നിർത്താൻ വേണ്ടിയിട്ട് ഫ്രം ദിസ് ഹാബിറ്റ്, ബട്ട് നത്തിങ് വർക്ക്ഡ്. പക്ഷെ ഒന്നും അല്ലേ, കുന്നു കുലുങ്ങിയാലും കുഞ്ഞാത്ത് കുലുങ്ങൂല എന്ന ലെവലിലാണ് അജിത്ത് നിൽക്കുന്നത്. അടുത്ത്, ഹൗ ഡസ് അജിത്ത് റിയാക്ട് വെൻ നൊമിത മെൻഷൻസ് അബൌട്ട് ദിസ് അഗ്ലി ഹാബിറ്റ്? നിങ്ങൾ ഈ അഗ്ലി ഹാബിറ്റ് എന്ന് പറഞ്ഞാണ്ട് അജിത്ത് പറഞ്ഞപ്പോ പിന്നെ എങ്ങനെയാണ് നൊമിത പറഞ്ഞപ്പോ അജിത്ത് എങ്ങനെ റിയാക്ട് ചെയ്തത് എന്നുള്ളത് നോക്കൂ നിങ്ങൾ. മെൻഷൻസ് അബൌട്ട് അഗ്ലി ഹാബിറ്റ്, ഹി ട്രൈസ് ടു ലോഫ് ഇറ്റ്, ഇങ്ങനെ വെറുതെ ചിരിക്കും അല്ലെ. ആൻഡ് ഇഫ് ദ ലോഫർ ഡസ് നോട്ട് ഗെറ്റ് ഹിം ഔട്ട് ഓഫ് ട്രബിൾ ഹി കോൾസ് ഹർ അല്ലെ. ഓനിങ്ങനെ ചിരിച്ചിട്ട് ഓക്കൊന്നാണ് ഓൻ ചൂടാൻ തുടങ്ങും, ഒരു ഒജായ ഒരു സ്വഭാവം കാണിക്കുവാന്. അടുത്ത കഴിഞ്ഞോളും, സംതിങ് that doesn't love a wall. ചാപ്റ്റർ മാറിട്ടോ, ചാപ്റ്റർ മാറി. അടുത്ത ചാപ്റ്റർ ഏതാ മാഷെ? പറയ്. സംതിങ് that doesn't love a wall. നോ, ഒരു വാൾ ഇഷ്ടമല്ല എന്ന് പറയുന്നത് ഏതാണ് മാഷെ? മെൻഡിങ് വാൾ അല്ലെ. മെൻഡിങ് വാൾ എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ എത്തിട്ടോ. ദ പോയിന്റ് പറയുന്നുണ്ട്, അയ്യോ ഇവിടെ ഈ മെൻഡിങ് ചില സമയത്തിന്റെ ബോർഡിന്റെ കണ്ടിട്ട് പിരാന്താക്കിട്ട് മാഷെ ശ്രദ്ധിച്ചോളൂ. മെൻഡിങ് വാൾ ആരതാണ് മാഷെ? റോബർട്ട് ഫ്രോസ്റ്റിന്റെ ആണ് കേട്ടോ. ശ്രദ്ധിക്കുക. ഐഡന്റിഫൈ ദ പോയം, ഇവിടെ പറഞ്ഞല്ലോ വാട്ട് ഈസ് ദ ഐഡന്റിഫൈ ദ പോയം ആൻഡ് പോയറ്റ്. ഏതൊക്കെയാണ് പറ? മെൻഡിങ് വാൾ ആണ്. എഴുതിയത് ആരാണ് പറ? മെൻഡിങ് വാൾ ഉണ്ടാക്കുക അല്ലെ. എന്തുകൊണ്ടാണ് വാൾ ഉണ്ടാക്കുക? ഭയങ്കര തണുപ്പുള്ള കാരണത്താലാണ്. സോ റോബർട്ട് പറ ഫ്രോസ്റ്റ് എന്ന് പറയുന്ന ആളാട്ടോ, റോബർട്ട് ഫ്രോസ്റ്റ്. അടുത്ത, വാട്ട് ഈസ് ദാറ്റ് സംതിങ്? ആ സംതിങ് കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് പറ? നാച്ചർ ആണെന്ന് അല്ലെ. പ്രകൃതിക്ക് എന്തില്ല, ഇഷ്ടമില്ല എന്ന് പറയുന്നുണ്ട്. വെരി ഗുഡ്. അശ്വിനെ ഹായ് ഉണ്ട് കേട്ടോ, വളരെ ഹായ് ഉണ്ട്, താങ്ക് യു വെരി മച്ച്. അടുത്ത നോക്കോളൂ. വൈ ഡസ് ദ പോയിന്റ് സേ ദാറ്റ് there is something that doesn't love a wall? എന്തുകൊണ്ടാണ് അതിൽ എന്തോ ഒരു അല്ലെ പ്രകൃതിക്ക് ഈ വാൾ ഇഷ്ടമല്ല എന്ന് പറയാനുള്ള കാര്യം എന്താണ്? നോക്കുങ്ങള്. ദ പോയിന്റ് സേസ് ദാറ്റ് there is something that doesn't love wall because every spring season, ശ്രദ്ധിച്ചു കേട്ടോ, ഇമ്പോർട്ടന്റ്, ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആട്ടോ. Every spring season the poet finds the wall is broken. എല്ലാ സ്പ്രിംഗ് സീസണിലും വാൾ ഇങ്ങനെ തകരുന്ന ആര് കാണുന്നുണ്ട്? പോയിന്റ് കാണുന്നുണ്ട്. But nobody sees or hears anybody breaking the wall. പക്ഷെ ആരും കാണുക കേൾക്കുക ചെയ്യുന്നില്ല ആരെങ്കിലും ഈ വാൾ തകർക്കുന്നതായിട്ട്. സോ ഇറ്റ് ഈസ് ക്ലിയർ, അതുകൊണ്ട് ക്ലിയർ ആണ്. ദാറ്റ് ഈസ് there is something that doesn't love the wall. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, ഒരാൾക്ക് എന്തില്ല, വാൾ ഇഷ്ടമില്ല എന്നുള്ളത്. ആൻഡ് that wants to see it broken അല്ലെ. ആൻഡ് that wants to see it broken. ഈ ആ ഒരു സാധനം ഇല്ലേ, ഈ സംതിങ് കൊണ്ട് ഉദ്ദേശിച്ച നാച്ചുറൽ നമുക്കറിയില്ലേ. ഈ നാച്ചുറൽ എന്ത് ചെയ്യണം? ആ ഒരു വാൾ തകർന്ന് കാണുക തന്നെ വേണം കേട്ടോ. അപ്പൊ എന്താണ് ഉദ്ദേശിച്ചത്? സംതിങ് ദാറ്റ് ഡസന്റ് ലവ് വാൾ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? കാര്യം മനസ്സിലായില്ലേ? എല്ലാ സ്പ്രിംഗ് സീസണിലും വാൾ എന്ത് ചെയ്യുന്നുണ്ട്? ആരും ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി തകരുന്നുണ്ട്. ആരാണ് തകർക്കേണ്ട ആരും കാണലില്ല. അപ്പൊ എന്തോ ഒരു സാധനത്തിന് എന്തില്ല, അത് അവിടെ നിൽക്കുന്നത് താല്പര്യമില്ല എന്ന്. അടുത്ത് നോക്കിക്കോളൂ. റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോയം മെൻഡിങ് വാൾ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഗിവൻ ബിലോ. ഇതൊക്കെ PYQs ആണ്. എന്റെ കൈ മുന്നിട്ട് ഒറ്റ ചോദ്യം, ഇതൊക്കെ മുന്നേ ചോദിച്ച ചോദ്യങ്ങളാട്ടോ. നോട്ട് കിട്ടും. എഴുതിയിട്ടുണ്ട്. ഇപ്പൊ വരുന്നോണ്ട് അത് കുറെ നേരമായി കാട്ടാൻ തുടങ്ങിയിട്ട്, തുടക്കം മുതലേ ഉണ്ട്. Let my neighbor know beyond the hill, and one day we meet to walk in the line and set the wall between us again. We keep the wall between us and as we go. What did the poet want to convey his neighbor? തന്റെ നൈബറിനോട് കവി എന്താണ് പറയാൻ ആഗ്രഹിച്ചത്? നോക്കൂ നിങ്ങള്. The poet wanted to convey his neighbor that the present condition of the broken wall. കൂടുതൽ എഴുതി ചളിയാക്കണ്ട, എന്ത് എഴുതിയാൽ മതി? The present condition of the broken wall. റിപ്പീറ്റ് ഒന്നുകൂടെ പറഞ്ഞോളൂ. The present condition of the broken wall. റെഡി അല്ലടാ ചെങ്ങായിമാരെ? റെഡി അല്ലേ? അടുത്ത് നോക്കിക്കോളൂ.
Identify the poetic devices as used in the line. ഏതാണത്? We keep the wall between us as we go. Us as we go. അല്ലെ? We keep the wall between us as we go. അല്ലെ? റിപ്പീറ്റ് ചെയ്ത കാരണത്താൽ അവിടെയുള്ള ഏതാണ് പറ? Alliteration. ഏതാണ് പറ? Alliteration. റെഡി അല്ലേ മക്കളെ? റെഡി ആണോ? വൈറ്റ് ടീ ഷോർട്ട്സേ ആ കുറെ നേരം വന്നിട്ട് alliteration. അടുത്ത നോക്കോളൂ. How does the poet and his neighbor mend the gaps in the wall? 2 മാർക്കിന്റെ ചോദ്യമാണ്. ഇപ്പോൾ രണ്ടുപേരും കൂടെ എങ്ങനെയാണ് ഈ വാൾ എങ്ങനെ മെൻഡ് ചെയ്യുന്നത് നോക്കൂ നിങ്ങള്. The poet and his neighbor mend the gaps in the wall by walking along the wall either side. ഒരു രണ്ട് സൈഡിൽ നിൽക്കുക ആൻഡ് നോക്കൂ picking up the fallen stone. ഒരു നിലത്ത് വീണെടുക്കുന്ന കല്ല് എടുക്കുക and placing them back on the wall. And placing them back on the wall. എങ്ങനെ പറയാം? And placing them back on the wall. ഒന്നുകൂടെ കേട്ടോളൂ. Picking up the fallen stone and placing them back on the wall. കേട്ടോ ശ്രദ്ധിക്കുക. Picking up the പറ picking up the fallen stones and placing them back on the wall. Clear? അടുത്തത്. What are the contrasting views presented in the poem? ഇതിലുള്ള കോൺട്രാസ്റ്റിംഗ് വ്യൂസ് എന്തൊക്കെയാണെന്നുള്ള കേട്ടോ. ഇതിൽ രണ്ടാളും എതിരായിട്ട് കോൺട്രഡിക്ടറി എന്നൊക്കെ പറയില്ലേ അല്ലെ? എതിരായിട്ട് വന്ന രണ്ട് വ്യൂസ് കാഴ്ചപ്പാടുകൾ. ഒരാൾക്ക് വാള് വേണം, നെയ്ബറിന് വാള് വേണം, എന്നാൽ കവിക്ക് എന്ത് വേണ്ട? വാള് വേണ്ട. നോക്കൂ നിങ്ങള്. The views of the poet and his neighbor are different. വ്യത്യസ്തമാണ്. The poet thinks that there is no need of a wall between them. അവർക്കിടയിൽ എന്ത് വേണ്ട? വാള് വേണ്ട. എന്നാൽ the neighbor thinks that in order to maintain good relationship, നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ between them as a wall is essential. ഓൾക്കിടയിൽ എന്ത് വേണം? ഒരു വാള് വേണം. അതാണ് ഒരു തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റിംഗ് വ്യൂസ് പറയുന്നത് കേട്ടോ. ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആട്ടോ. ഞാൻ അത് പറഞ്ഞില്ല എന്ന് വേണ്ട. ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് കാര്യം ഈ ചാപ്റ്റർ എന്നൊക്കെ ചോദിക്കുമ്പോഴേ ഈ വർഷത്തെ എക്സാം ഇച്ചിരി ഒന്ന് ടൈറ്റ് ആക്കാൻ വേണ്ടി പിടിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ആരും ചോദിക്കട്ടെ. അടുത്തത് why does the poet ഈ വർഷം +1 എക്സാം കഴിഞ്ഞ കുട്ടികളോട് ചോദിച്ചു നോക്കിയാൽ മതി. എന്താണ് ചില ആളുകൾ ജോബ് ആപ്ലിക്കേഷൻ ഒക്കെ ചോദിക്കുന്നത് അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. അതല്ല മാഷ മാത്രമല്ല ഇതിന്റെ എൻഡിലായി ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ കൂടെ കുത്തി കയറ്റിക്കാണ്ട് ചോദിക്കല്ലേ. ഇവിടെ എല്ലാ ചാപ്റ്ററും ശ്രദ്ധിക്കും നിങ്ങള്. ഇത് നടു കയറി വന്നിക്കാണ്ടാണല്ലോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ടത്. ഇതെല്ലാം ഇവിടെ തരുന്നുണ്ട് മക്കളെ. എന്റെ ക്ലാസ് നമ്മൾ ശരിക്കും എന്റെ ക്ലാസ് എടുക്കുന്ന മാതിരിയാണ്. അവരെയൊക്കെ ശ്രദ്ധിച്ചോളി. Why does the poet argue that there is no need of wall in between his estate and that of his neighbor? അല്ലെ? എന്തുകൊണ്ടാണ് കവി പറയാനുള്ള കാര്യം ഈ വാളിന് ഈ നൈബറിന് ഇതിന്റെ ഇടയിൽ വാൾ വേണ്ടെന്ന് പറയാനുള്ള കാര്യം എന്താണ്? The poet argues there is no need of wall between his estate and that of his neighbor because അവിടുന്ന് ഉത്തരം കേട്ടോ. There are only apple trees and poet's estate. ആപ്പിൾ ട്രീസ് മാത്രമേ ആരുടെ എസ്റ്റേറ്റിലുള്ളൂ? പോയിറ്റിന്റെ. And pine trees in the നൈബറിന്റെ ഇതിൽ എന്ത് മാത്രമേ ഉള്ളൂ? പൈൻ ട്രീസ് മാത്രമേ ഉള്ളൂ. They won't cross the each other. അവരെന്ത് ചെയ്യില്ല? പരസ്പരം അങ്ങോട്ടും. ആപ്പിൾ ട്രീ നേരെ മറ്റേ നീക്കോ അല്ലെങ്കിൽ പൈൻ ട്രീ നേരെ മറ്റേ നമ്മളെ ഓദറിന്റെക്കോ എന്തില്ല ചാടലില്ല, ക്രോസ് ചെയ്യില്ല. There are no cows. ഇവർക്ക് എന്തില്ല? മറ്റേ കൗസ് കന്നുകാലികളൊക്കെ ഇല്ലേനും അപ്പുറത്ത് പോയിക്കാണ് ചാടി തിന്നാന്. സോ പിന്നെ എന്തിനാണ് വാൾ എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് compare the contrast the attitude of the poet and his neighbor on the need of a wall on their bounds എന്ന് പറയുന്ന ഒരു ചോദ്യമാട്ടോ. നോക്കിക്കോളൂ. അപ്പൊ ഞാൻ ഇതിന്റെ ഷോർട്ട് സമ്മറി ആണ് അവിടെ കൊടുക്കുന്നത്. ഇറ്റ്സ് എ പോയം റിട്ടൺ ബൈ ദ ഫേമസ് റോബർട്ട് ഫ്രോസ്റ്റ്. കാര്യം ഇങ്ങനെ വന്നാണ് ചിലപ്പോൾ ഒരു എസ് ഒക്കെ ചോദിച്ചാല് മൂഞ്ചി പോവരുത്. ഒരു എസ് ചോദിച്ചാൽ മൂഞ്ചി പോവരുത്. അപ്പൊ അതിന് വേണ്ടി ചുമ്മാ ഒരു എസ് വെച്ചാട്ടോ. അപ്പൊ ഇതിന്റെ ഒരു ഷോർട്ട് സമ്മറി കിട്ടും. റോബർട്ട് ഫ്രോസ്റ്റിനാണ് about the relationship of two neighbors. The central theme of the poem is nature doesn't like the separation. ഓക്കെ മക്കളെ, നോക്കൂ മക്കളെ, ഇത് ഇങ്ങനത്തെ എസ് അല്ലേ പറഞ്ഞത്. ആകെ ഈ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് എന്ത് ചെയ്യുക സാറ് ഈ കാണുന്ന കാര്യം. ഈ ചാപ്റ്റർ പ്രധാനമായും റിലേഷൻഷിപ്പ് ഓഫ് ടു നൈബർ ആണ്. ആൻഡ് നാച്ചർ ഡസന്റ് ലൈക്ക് സെപ്പറേഷൻ. പ്രകൃതി എന്ത് ചെയ്യുന്നില്ല? ആ സെപ്പറേഷൻ എന്ത് ചെയ്യുന്നില്ല? ഇഷ്ടപ്പെടുന്നില്ല. ഇതനുസരിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു വാക്കാണ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ് എന്ന്. നൈബർ എന്ന് പറയുന്ന വാക്ക് പല തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് മക്കളെ, ശ്രദ്ധിച്ചു ചോദിച്ചോളൂ. ദെൻ അതുകൊണ്ട് മക്കളെ ശ്രദ്ധിച്ചോ. There are two characters in this poem. ആരൊക്കെയാ മക്കൾ? 2 ക്യാരക്ടർ. പോയറ്റ് ആണ്, പിന്നെ ആരാണ്? പോയറ്റ് നൈബർ ആണ് അല്ലേടാ. ദെൻ ഇനി അവിടെയുള്ള ഏറ്റവും വലിയ പ്രധാന പ്രശ്നമാണ് അവിടെ സ്റ്റോൺ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നിന്ന് മക്കളെ സാർ അവിടെ നിന്നിട്ട് സ്നോ എന്ത് ചെയ്യുന്നുണ്ട്? പാള ചെയ്യുന്നുകൊണ്ട് നിന്നിട്ട് ആ മതിലെപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? പലപ്പോഴും തകർന്നു. സോ ദെൻ പ്രധാനമായും there is a stone wall between their property. അത് തകരാനുള്ള റീസൺ മറ്റൊരു കാര്യമാണ്. ദെൻ സ്പ്രിംഗ് സീസണിലാണ് എന്ത് ചെയ്യുന്നത് മക്കളെ? എന്ത് ചെയ്യുന്നത് സാർ? എന്ത് ചെയ്യുന്നത്? അത് പലപ്പോഴും എന്ത് ചെയ്യുന്നത്? തകരുന്നത്. ഏത് സീസണിലാണ് സാറ് തകരുന്നത്? സ്പ്രിംഗ് സീസൺ. അപ്പൊ ഈ മഞ്ഞ ലെറ്ററിൽ ഹൈലൈറ്റ് ചെയ്ത കാര്യങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ദെൻ മക്കളെ ചില കുട്ടികളെ പുറകല്ലില്ലേന്നൊക്കെ എല്ലാ കുമ്പടണ്ടോ ഒന്ന് വെയിറ്റ് ആക്കടോ ചങ്ങായിമാരെ.
Good fences make good neighbors. നമ്മൾ പറഞ്ഞില്ല സ്പ്രിംഗ് സീസൺ എന്ന് പറഞ്ഞു. No one knows who is broken this wall. ആരാണ് ഇത് പൊളിക്കുന്നത് ആർക്കും അറിയാൻ പറ്റില്ല. The poet inform his neighbor about the condition of the wall. ഇൻഫോം ചെയ്യുന്നുണ്ട് condition of the wall വളരെ pathetic ആണെന്നുള്ളത്. They repair the stone wall. എന്ത് ചെയ്യാണ്? റിപ്പയർ ചെയ്യാണ്. The poet doubts the need of the wall between their property. Poet ഇങ്ങനെ ആലോചിക്കണം, അല്ല എന്തിനാ ഇപ്പൊ നമുക്കിടയിൽ ഇങ്ങനെ ഈ ഒരു വാളിന്റെ ആവശ്യം? According to him, they don't need a wall because they have no cattle. ഇവര് പറയാണ്, പോയിട്ട് പറയാട്ടോ, നമുക്ക് ഇതിന്റെ ആവശ്യമില്ലല്ലോ, കാര്യം നമുക്ക് എന്തില്ല, കാറ്റിൽ കന്നുകാലികൾ ഇല്ലല്ലോ. They have only apple trees and pine trees and they never cross the land. അവർക്ക് ആപ്പിൾ ട്രീസും പിന്നെ പൈൻ ട്രീസും ഉള്ളു, അവരെന്ത് ചെയ്യില്ല, ലാൻഡ് ക്രോസ് ചെയ്യലില്ല. The poet says his neighbor, there is no need of world between. വാളാട്ടോ, വേൾഡ് അല്ല, വാൾ ബിറ്റ്വീൻ അസ്. ഇവിടെ വാളാട്ടോ, വാൾ ബിറ്റ്വീൻ അസ്. നമുക്കിടയിൽ എന്തിന്റെ ആവശ്യമില്ല, ഒരു വാളിന്റെ ആവശ്യമില്ല എന്ന്. ബട്ട് ദ നൈബർ ഈസ് നോട്ട് റെഡി ടു അക്സെപ്റ്റ് ദ പോയിറ്റ്സ് ഒപ്പീനിയൻ. പക്ഷെ നൈബർ എന്തല്ല, ഈ ഒരു അഭിപ്രായം ഉൾക്കൊള്ളാൻ തയ്യാറല്ല. ദർ മസ്റ്റ് എ വാൾ ബിക്കോസ് അവിടെ ഒരു വാൾ വേണം. ക്രൂഷ്യൽ ടു മെയിൻറ്റെയിൻ ദ റിലേഷൻഷിപ്പ്. അവിടെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു വാൾ വേണം എന്നാണ് നൈബർ പറയുന്നത്. ഹി സേസ് ദാറ്റ് നോക്കിക്കോളൂ, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ്. നല്ല മതിൽ നല്ല അയൽവാസികളെ നിലനിർത്തും. ആക്ച്വലി ദ ഐഡിയ ഓഫ് പോയിറ്റ് ആൻഡ് ഹിസ് നൈബർ ആർ ഡിഫറെന്റ്. ഇവിടെ പോയിറ്റിന്റെയും നൈബറിന്റെ ഐഡിയ എന്താണ്, ഡിഫറെന്റ് ആണ്. അക്കോർഡിംഗ് ടു ദ പോയിറ്റ് there is no need of wall. പോയിന്റിനെ സംബന്ധിച്ച് എന്ത് വേണ്ട, വാൾ വേണ്ട. The neighbor argues there should be a wall. നൈബർ പറയാന്നുണ്ട് വാൾ നിർബന്ധമാണ്. അടുത്ത് നോക്കിക്കോളൂ, ആന്റോണിയോ ആൻഡ് ഫെലിക്സിന്റെ തമ്മിലുള്ള പിന്നെ yes ഏതാണ് പക്ഷേ yes what is special about the friendship between Antonio and Felix? ചാപ്റ്റർ ഏതാണ് പറ, ആമിഗോ ബ്രദേഴ്സ് ആണ്. നമുക്ക് ഒറ്റയ്ക്ക് മനസ്സിലായി, ആമിഗോ ബ്രദേഴ്സ് ആണ് കേട്ടോ. ഇങ്ങനെ എല്ലാ ചാപ്റ്റേഴ്സും കയറി വരുന്നുണ്ടടാ കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോളൂ. ആമിഗോ ബ്രദേഴ്സ്. What is special about the friendship between Antonio and Felix? Antonio Cruz and Felix Vargas were both 17 വയസ്സാണ്. They were so together in the friendship. ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഭയങ്കര ഒരുമിച്ചായിരുന്നു. They felt like brothers. അവർ ബ്രദേഴ്സിനെ പോലെ ലൈക്ക് ബ്രദേഴ്സ്. 1 2 എന്താണ് 17 വയസ്സാണ്, 2 എന്താണ് പറയാ ലൈക്ക് ബ്രദേഴ്സ് ആണ്. They had known from childhood. അവർക്ക് എന്ത് മുതൽ അറിയാം, കുട്ടിക്കാലം മുതൽ അവർക്ക് എന്തുണ്ട്, പരിചയം ഉണ്ട് എന്ന് പറയാൻ പറ്റും. They grew up in the same building. അവർ വളർന്ന എവിടെയാണ് പറ, they grew up in the same building ആണ്, on the lower estate of the ആ സ്ഥലത്തിന്റെ പേരിലെ ഈസ്റ്റ് സൈഡ് ഓഫ് മൻഹാട്ടൻ എന്ന് പറയുന്ന സ്ഥലത്താട്ടോ. അടുത്തത്, ഹൗ ഡിഡ് ദേ വർക്ക് ടു അച്ചീവ് ദർ ഡ്രീം. ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ, ശ്രദ്ധിച്ചു കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, ഇമ്പോർട്ടന്റ്. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ മേപ്പെട്ടാണ് നോക്കരുത്. എങ്ങനെയാണ് അവരെന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത് നോക്കൂ നിങ്ങള്. ദേ ബോത്ത് ഹാഡ് ഡ്രീം. അവർക്ക് രണ്ടാക്കും സ്വപ്നം ഉണ്ടായിരുന്നു, ബിക്കമിങ് എ ലൈറ്റ് വെയിറ്റ് ചാമ്പ്യൻ ഓഫ് ദി വേൾഡ്. അല്ലെ, വേൾഡ് ലോകത്തിലെ ലൈറ്റ് വെയിറ്റ് ചാമ്പ്യൻ ആവാന്. whenever they get a chance they exercise. അവർക്ക് സമയം കിട്ടുമ്പോൾ അവർ എക്സസൈസ് ചെയ്യുന്നുണ്ട്. sometime at the boys club, ചില സമയത്ത് ബോയ്സ് ക്ലബില്, sometimes at the gym, ചില സമയത്ത് ജിമ്മില്. they would run every day morning. എല്ലാ ദിവസവും രാവിലെ ഒരു ഓടുകയുണ്ടായിരുന്നു. wearing sweat shirt and shorts towels around their necks. കഴുത്തിൽ ടവലൊക്കെ ഇട്ടുകൊണ്ട് രാവിലെ ഇങ്ങനെ ഓടലുണ്ടായിരുന്നു. they had a collection of fight magazines. അവർക്ക് എന്തുണ്ടായിരുന്നു, ഫൈറ്റ് മാഗസിന്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. they also kept the torn tickets of the old boxing matches they had gone to see. അവർ കാണാൻ പോയ എല്ലാ ബോക്സിംഗ് മാച്ചസിന്റെയും ടിക്കറ്റ് അവരുടെ കയ്യിലുണ്ടായിരുന്നു. ഇനി അവരുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുകയാണെങ്കിൽ ഈ പോയിന്റ് എഴുതി വെക്കാൻ പറ്റും. ഞാൻ ഇത്രയും പോയിന്റ് പറയുന്നത് കേട്ടോ. they also had some clipping of their own. അവരെന്നെ അടിക്കുന്നതിന്റെ കുറച്ച് ക്ലിപ്പിംഗ് ആരുണ്ടായിരുന്നു, ഓരോരുത്തുണ്ടായിരുന്നു എന്ന്. ക്ലിയർ അല്ലേ മക്കളെ? അടുത്തൊന്ന് നോക്കിക്കോളൂ നിങ്ങള്. വാട്ട് വാസ് ദ വാൾ റൈസിംഗ് ബിറ്റ്വീൻ ദം. അവർക്കിടയിൽ വന്നിരുന്ന ഈ വാൾ എന്താണെന്നുള്ളത് ശ്രദ്ധിച്ച് കേട്ടോളൂ. ഈ റൈസിംഗ് വാൾ എന്നൊക്കെ വാൾ എന്ന് കാണുമ്പോൾ മെന്റിംഗ് വാളിലേക്ക് പോകരുത്. The both had a dream. അവർക്ക് രണ്ടൊക്കെ സ്വപ്നം ഉണ്ടായിരുന്നു, ബിക്കമിങ് എ ലൈറ്റ് വെയിറ്റ് ചാമ്പ്യൻ ഓഫ് ദി വേൾഡ്. അല്ലെ, അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. They both practiced അവർ നന്നായിട്ട് വർക്ക് ചെയ്തു. They were told that they were to meet each other in the division final scheduled for the 17th August. അല്ലെ, ഓഗസ്റ്റ് 7 ഉണ്ടായിരുന്നു. അതിന് നേരിട്ട് കാണണം, ഫൈറ്റ് ചെയ്യണം എന്നുള്ളത് ഉണ്ടായിരുന്നു. That was 2 weeks away. 2 ആഴ്ച മുന്നേയിരുന്നു. The winner would represent the boys club in the Golden Glove Championship ടൂർണമെന്റിൽ പങ്കെടുക്കണം എന്നുള്ളത് കേട്ടോ. One of them would go to the tournament. അതിൽ ഏതെങ്കിലും ഒരുത്തനെ എന്തേ ഉള്ളൂ, ടൂർണമെന്റിന് പോവുള്ളൂ. അതുകൊണ്ട് തന്നെ this is the wall racing between them. ഇതിൽപ്പെട്ട ആരെങ്കിലും ഒരാളല്ലേ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അതാണ് അവർക്കിടയിൽ വന്നിരുന്ന ഒരു മതിൽ എന്ന് പറയുന്നത്. ആര് തിരി പോകും അല്ലെ എന്ന് പറയുന്ന ഒരു മതിൽ അവർക്ക് നടുവിൽ വന്നു. അടുത്തത്, ഫെലിക്സ് അല്ലായിരുന്നോ? ഫെലിക്സ് ആൻഡ് ലൂസിന്റെ വീട്ടിൽ പോകാൻ തീരുമാനിച്ചു. എന്തുകൊണ്ടാണത്? ഫെലിക്സ് ആൻഡ് ആന്റോണിയോ ഹാവ് കം ടു നോ ദാറ്റ് ദേ ഹാവ് ടു ഫൈറ്റ് എലിമിനേഷൻ ബൗട്ട്. ബൗട്ടർ എന്ന് വെച്ചാൽ ഫൈറ്റ് ആട്ടോ. ബൗട്ടർ എന്ന് വെച്ചാൽ ഫൈറ്റ് കേട്ടോ. ഈ വാക്ക് കാണും. ബൗട്ടർ എന്ന് വെച്ചാൽ ഫൈറ്റ് എന്ന് പറയുന്ന വേർഡാട്ടോ, പഠിച്ചു വെക്കാം കേട്ടോ. അവരെന്ത് ചെയ്യണം, ഫൈറ്റില് കണ്ടുമുട്ടും. അവസാനം എലിമിനേഷനിൽ അവർ വരും.
and only the winner would go to the part in the Golden Glove Championship tournament. അതിൽപ്പെട്ട ഒരാൾ മാത്രമേ എന്തുള്ളൂ ഗോൾഡൻ ഗ്ലവ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെന്റിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. ശ്രദ്ധിച്ചു കേട്ടോളൂ, ഗോൾഡൻ ഗ്ലൗസ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെന്റ് കേട്ടോ. ചാമ്പ്യൻഷിപ്പ് GGCT ആട്ടോ, മറക്കണ്ട കേട്ടോ, ടൂർണമെന്റ്. So far they have been running together and working out together. അവർ പരസ്പരം എന്താണ് ഒരുമിച്ചാണ് ഓടിയിരുന്നത്, വർക്കൗട്ട് ചെയ്യുന്നത് ഒരുമിച്ചായിരുന്നു. Now they have to have a plan of their own to defeat his rival in the bout. ഈ ഫൈറ്റിൽ എന്ത് ചെയ്യണം, അതിൽ ഒരാൾ എന്ത് ചെയ്യണം, വേറൊരാൾ തോൽപ്പിക്കണം എന്നുള്ളത് വന്നു. So they thought it was better that they have to separate അല്ലേ. അപ്പൊ അവർ തീരുമാനിച്ചു സെപ്പറേറ്റ് ആവണം. That is why Felix decided to go to Annie's Lucy's. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ആന്റി ലൂസിന്റെ വീട്ടിൽ പോകാൻ തീരുമാനിച്ചു കേട്ടോ. അപ്പൊ ഇതിനോട് നമുക്ക് ആ ചാപ്റ്ററിന്റെ ഏറെ സമ്മറി കിട്ടിപ്പോയിരുന്നുണ്ടെന്ന് വിശ്വസിക്കാം കേട്ടോ. നെക്സ്റ്റ് നോക്കിക്കോളൂ, കമ്പയർ ദ തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് ഓഫ് ദി അമിഗോ ബ്രദേഴ്സ് ഓൺ ദ ഈവ് ഓഫ് ദെയർ ഫൈറ്റ്. ശ്രദ്ധിച്ചു കേട്ടോ. കമ്പയർ ദ തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് ഓഫ് അമിഗോ ബ്രദേഴ്സ് ഓൺ ദ ഈവ് ഓഫ് ദെയർ ഫൈറ്റ്. ഫൈറ്റിന് അന്ന് അവരുടെ തലയിൽ വന്ന ഓരോ തോട്ടുകളൊക്കെയാണ്. നോക്കൂ നിങ്ങളെ. Evening before the fight, Antonio made his way to her roof of his building. മുകളിലേക്ക് പോയി. He tried to not think of Felix. Antonio എന്ത് ചെയ്തു, ഫെലിക്സിനെ കുറിച്ച് ചിന്തിക്കണ്ടെന്ന് കരുതി. He thought he had made up his mind. അവൻ എന്ത് ചെയ്യണം, അവന്റെ മൈൻഡ് ശരിയാക്കണം എന്ന് വിചാരിച്ചു. He would knock out Felix early and quickly. അവൻ എന്ത് ചെയ്യുന്നവരോ, ഫെലിക്സിനെ എന്ത് ചെയ്യുന്നവരോ ഒരൊറ്റയടിക്ക് എന്ത് ചെയ്യണം, അടിച്ചു തള്ളിയിടണം. So that he does not get hurt by a long fight. എന്നാൽ ഒരു ലോങ് ഫൈറ്റ് നടത്തിക്കാണ്ട് എന്ത് ചെയ്യണ്ട, ഫെലിക്സിനെ തോൽപ്പിക്കണം, അവനെ ഹേർട്ട് ചെയ്യണ്ട, വേദനിപ്പിക്കണ്ട, ഒരൊറ്റടിക്ക് പണി തീർക്കണം. കൊല്ലണം എന്നല്ല, ഒരൊറ്റടിക്ക് എന്ത് ചെയ്യണം, ജയിക്കണം. കുറെ ഇടിച്ചാണ് ഫെലിക്സിനെ വേദനിപ്പിക്കരുത് എന്നുള്ളതാണ് അവരുടെ ചിന്തയിൽ വന്നത് കേട്ടോ. ഫെലിക്സ് ഡിസൈഡ്, ഫെലിക്സ് തീരുമാനിച്ചത് എന്താണ്, to watch movies in an effort to keep Antonio's face away from his mind and fits. തന്റെ ചിന്തകളിൽ നിന്നൊക്കെ തന്റെ സുഹൃത്തായിട്ടുള്ള ആന്റോണിയോ മറഞ്ഞു പോകാൻ വേണ്ടി മൂവീസ് വാച്ച് ചെയ്യാൻ തുടങ്ങി. ദ ഫിലിം വാസ് ദ ചാമ്പ്യൻ എന്ന് പറയുന്ന ഫിലിം ആയിരുന്നു. ആക്ടഡ് ബൈ എന്നൊക്കെ പറയുന്നു. ആക്ടഡ് ബൈ ആരാണ്, കിർക്ക് ഡഗ്ലാസ് എന്ന് പറയുന്ന ആളാട്ടോ. ദ ചാമ്പ്യൻ വാസ് ഗെറ്റിംഗ് ബീറ്റൺ. ഇതിൽ ചാമ്പ്യൻ എന്ത് ചെയ്യുന്ന, നല്ല അടിച്ച് സെറ്റ് ആകുന്നുണ്ട്. ഫെലിക്സ് ഗോട്ട് എ ഷോക്ക്. He imagined himself in the ring blasting Antonio against the ropes. ഇവൻ എന്ത് ചെയ്യണം അറിയോ, ഇതിൽ ചാമ്പ്യൻ ജയിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇവനിങ്ങനെ ഈ അന്റോണിയനെ അവനെ എടുത്തിക്കാണ്ട് പുറത്തേക്ക് അടിച്ചു തള്ളിനെ കുറിച്ച് എന്ത് ചെയ്യുന്നത്, ഇവൻ അവിടെ നിന്ന് കാണുന്നത് കേട്ടോ. ഇവരുടെ മൈൻഡിൽ പോയ ഓരോ കാര്യങ്ങളാണ്. അടുത്ത് both Antonio and Felix wanted to win the first round. What might be the reason? അന്റോണിയക്കും ഫെലിക്സിനും ഒന്നാമത്തെ റൗണ്ടിൽ തന്നെ ജയിക്കണം എന്നുണ്ടായിരുന്നു. അതിന്റെ കാരണം എന്താണെന്നുള്ളത് ഉത്തരം കേട്ടുള്ളൂ. കാരണം എന്താണെന്ന് അറിയോ, പരസ്പരം അങ്ങോട്ടും കൂടുതൽ ഹേർട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടോ. Both Antonio and Felix wanted to win the first round because they both wanted to win, and the same time they did not want to hurt each other by extending the fight into the 3 full tournament. അല്ലേ, അത് 3 ഫുൾ ടൂർണമെന്റ് നടത്തിയാണ്. മൂന്നെണ്ണം അടിച്ച് സൈസ് ആക്കണ്ട, രണ്ടാക്കും ജയിക്കണം എന്ന ഒറ്റയ്ക്ക് പരിപാടി തീരണം എന്നുള്ള രണ്ടാൾ നിന്ന് കേട്ടോ. അടുത്തത് ദ ഹവർ ഓഫ് ട്രൂത്ത്. ഏതാണ് പറ, ദ ഹവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ആരതാണ് പറ, റോബർട്ട് ബാൾഡ്വിൻ. അല്ലെ, റോബർട്ട് ബാൾഡ്വിൻ എന്ന് പറയുന്ന ആളുണ്ടല്ലോ. അതില് അവർ ഓഫ് ട്രൂത്ത് ആരാ എഴുതിയെന്നുള്ള നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ. ശ്രദ്ധിക്കാം. പെർസിവൽ വൈൽഡ്. കാരണം സത്യം നമ്മൾ വൈൽഡ് ആയി കിടക്കുക നമ്മൾ പറഞ്ഞില്ലായിരുന്നോ, പെർസിവൽ വൈൽഡിന്റെ ആട്ടോ. ശ്രദ്ധിക്കുക. അടുത്തത്, I have got only a few years to live, but I will live those I have lived the rest of my life. I will go to my grave clean. എനിക്കെന്റെ ജീവിതത്തിലേക്ക് എന്ത് ചെയ്യണം, വളരെ ക്ലീൻ ആയിട്ട് പോകണം. ഹൂ സ്പീക്സ് ദീസ് വേർഡ്സ്? ആരാണത്, റോബർട്ട് ബാൾഡ്വിൻ സ്പീക്സ് ദീസ് വേർഡ്സ്. ഉത്തരം കിട്ടിയല്ലോ. അടുത്ത് നോക്കോളൂ. Why does he say so? അങ്ങനെ അദ്ദേഹം പറയാനുള്ള കാര്യം എന്താണ്? He says so because he is not ready to make any compromise with his friend. തന്റെ ഫ്രണ്ടിനായിട്ട് ഒരിക്കലും എന്തല്ല, അവൻ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല. ആര്, ഗ്രഷാം എന്ന് പറയുന്നത് എന്റെ ഫ്രണ്ട് ഇല്ലേ, ആ ഫ്രണ്ടാണല്ലോ ബാങ്കിൽ നിന്ന് പൈസ അടിച്ചു മാറ്റിയത്. ആ ഫ്രണ്ടിനായിട്ട് ഒരിക്കലും അവന് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല. ബോസ് പിന്നെ ആൻഡ് ബോസ് മിസ്റ്റർ ജോൺ ഗ്രഷാം അല്ലെ. when he mentioned about the bribe, തന്റെ കൈക്കൂലിയെ കുറിച്ച് പറഞ്ഞപ്പോ to his ഫാമിലിനോട് പറഞ്ഞപ്പോ his son ജോൺ, ചങ്ങായിന്റെ പേരാണ് ജോൺ എന്ന് പറയുന്ന ഒരു മോൻ ഉണ്ട്. ആർക്ക്, നമ്മൾ റോബർട്ട് ബാൾഡ്വിൻ കേട്ടോ. ആൻഡ് ഡോട്ടർ ഉണ്ട്, ആ ഡോട്ടറിന്റെ പേരുണ്ട്, ഡോട്ടർ ഉണ്ട് കേട്ടോ. ഡോട്ടർ were surprised. We can see how money changes the people, but John Baldwin is not changing his mind. He wants to lead. John അല്ല കേട്ടോ, but റോബർട്ട് ബാൾഡ്വിൻ ആട്ടോ. റോബർട്ട് ബാൾഡ്വിൻ ആട്ടോ, ജോൺ അല്ല, റോബർട്ട് ബാൾഡ്വിൻ അല്ലെ. ഈ ബ്രൈബ് കൈക്കൂലി കിട്ടാന്ന് പറഞ്ഞപ്പോ തന്റെ മോനും മകളൊക്കെ എന്ത് ചെയ്തു, മൈൻഡ് ചേഞ്ച് ചെയ്തു. പക്ഷെ റോബർട്ട് ബാൾഡ്വിൻ എന്ത് ചെയ്തില്ല, ഈസ് നോട്ട് ചേഞ്ചിങ് ഹിസ് മൈൻഡ്. ഓൻ എന്റെ മൈൻഡ് മാറ്റുന്നില്ല.
He wants to lead his life of his honesty. തന്റെ സത്യസന്ധമായിട്ടുള്ള ജീവിതം എന്ത് ചെയ്യണം, മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആര് ആഗ്രഹിച്ചത്, റോബർട്ട് ബാൾഡ്വിൻ ആഗ്രഹിച്ചത് കേട്ടോ. He doesn't consider the earthly honors great. ഓനക്ക് ഭൂമിയിൽ കിട്ടുന്ന വലിയ വലിയ ആദരവൊന്നും വലിയ സംഭവമായിട്ട് നമുക്ക് തോന്നിയില്ല. He is virtuous and wants to go to his grave clean. ഓന് സത്യസന്ധനാണ്, ഓന്റെ ഗ്രേവിലേക്ക് ഓനക്ക് എന്ത് ചെയ്യണം പറ, വളരെ ക്ലീൻ ആയി പോകണം. അടുത്ത നോക്കിക്കോളൂ. Why was Mr. Gresham arrested? എന്തിനാണ് മിസ്റ്റർ ഗ്രഷാമിനെ അറസ്റ്റ് ചെയ്തത്? Because he stole money from the bank. Mr. Gresham was detained. താൻ പിന്നെ അവിടെ നിന്നിരുന്ന ബാങ്കിലുള്ള പൈസ അടിച്ചു മാറ്റി കാരണത്താലാട്ടോ. സ്റ്റോൾ എന്ന് പറഞ്ഞാൽ അടിച്ചു മാറ്റി, കട്ടു എന്നർത്ഥം, മണി ഫ്രം ദ ബാങ്ക്. അടുത്തത്, why did Baldwin explain his position to the papers? അല്ലെ, പേപ്പേഴ്സിനോട് എന്തുകൊണ്ടാണ് ബാൾഡ്വിൻ എന്ത് ചെയ്തില്ല, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാഞ്ഞത്? Baldwin chose not to explain his viewpoint to the media because he did not see the need to do so. അല്ലെ, നമുക്ക് തോന്നി എന്തിനാ ഇപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട് ഗ്രഷാമിനെ കുറിച്ച് നാട്ടുകാരോടൊക്കെ പറയേണ്ട ആവശ്യം, അതിന്റെ ആവശ്യമില്ല എന്ന് നമുക്ക് തോന്നി. അടുത്ത നോക്കിക്കോളൂ. What was the change ട്ടോ? What was the change in the attitude of the members? തുടക്കത്തിലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും, എല്ലാ ചാപ്റ്ററും ഇങ്ങനെ പറഞ്ഞു പോവാണല്ലോ, അത് Q&A സെഷനിലൂടെ പോകുമ്പോഴേ ആ ചാപ്റ്റർ നിങ്ങൾ അറിയാണ്ട് ഇങ്ങനെ പഠിച്ചു പോയിക്കൊണ്ടിരിക്കണം കേട്ടോ മക്കളെ. ഹോണസ്റ്റ് പേഴ്സൺ, യെസ്. അത് മാറ്റിയിട്ട് ക്ലാസ് മതി അറിയുമ്പോൾ കാണുന്നില്ല നിങ്ങൾക്ക് മോനെ, അത് കാണുന്നില്ലേ, ക്ലാസ് കാണുന്നില്ലേ? അതെന്താ സംഗതി അറിയോ? ഈ ലാസ്റ്റ് മൊമെന്റില് മോനെ എന്ത് ചെയ്യണില്ല എന്നറിയോ, നമ്മളെ ക്യാമറക്ക് ചെറിയൊരു ഇഷ്യൂ വന്നു ലാസ്റ്റ് മൊമെന്റില്. 3 മണിക്കുള്ളത് നമ്മളെ ലൈവ് കുറച്ച് ഡിലേ ആയിട്ടാ 3:11 സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ കാരണം എന്താണ്, ആ കാർഡ് വർക്ക് ചെയ്യണില്ല, എന്താണെന്നറിയില്ല, ഒരു ഐഡിയ ഇല്ല, ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടാ. എന്താ കാണാത്ത? ആ ചെറിയ പോയിന്റ് അല്ലേ, ഞാൻ വായിക്കണില്ലേ? ഇല്ല, +1 ഇംഗ്ലീഷിന്റെ ടഫ് ആയിരുന്നില്ല. നിങ്ങൾ എന്താ വിചാരിച്ചിട്ടുണ്ടെന്ന് അറിയോ, ഈ ഇപ്പൊ മോഡൽ എക്സാം കഴിഞ്ഞതിന്റെ ശേഷം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെന്ന് എഴുതിക്കുക. നിങ്ങൾ ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. നിങ്ങൾ മോഡൽ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട സെയിം ആൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, പബ്ലിക് എക്സാമിനും ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്. ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ടാവും. മൂപ്പർ സെറ്റ് ഒരു പേപ്പർ എടുത്താണ് നിങ്ങൾ മോഡൽ എക്സാമിന് ഔട്ട് ചെയ്തു, ഇനി അടുത്തൊരു സെറ്റ് ഇട്ടാണ് എന്ത് ചെയ്യുന്ന അറിയോ, പബ്ലിക്കിന് വരും. അങ്ങനെയാണ് വരിക. അപ്പൊ അയാളുടെ റേഞ്ച് നമുക്ക് മോഡൽ എക്സാമിന് മനസ്സിലായില്ലേ? മനസ്സിലാകുന്നുണ്ടോ? ഇനി പബ്ലിക്കിന് ഏത് റേഞ്ചിൽ വരുന്നുള്ളതിന് എന്റെ മക്കൾ പബ്ലിക് പറഞ്ഞ സാധനങ്ങൾ പെർഫോം ചെയ്യാനുള്ളതാണ്. മോഡൽ എക്സാം പോലെയല്ല, നിങ്ങൾ പെർഫോമൻസിന്റെ എക്സ്ട്രീം എത്തിക്കാനുള്ള സാധനമാണത്. എല്ലാ ചാപ്റ്ററിനെ കുറിച്ച് ഒരു അവയർനെസ് വേണം. ഏതെങ്കിലും ഒരു ചാപ്റ്റർ നമുക്ക് അവയർനെസ് ഇല്ലെങ്കിൽ മൂഞ്ചി പെട്ടുപോകും. അതിന് വേണ്ടി ഇത് ഇങ്ങനെ എടുത്തു തരുന്നത് ശ്രദ്ധിക്കുക. ഓക്കെ. അടുത്ത്, വാട്ട് വാസ് ദ ചേഞ്ച് ഇൻ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ദി ഫാമിലി when they came to know the amount of the sum? എത്രയും ബ്രൈബ് വരാന്ന് പറഞ്ഞ പോലെ മൈൻഡ് ഓലെ ചേഞ്ച് എന്തായിരുന്നു എന്നുള്ളത് നോക്കൂ. when the family members embraced the sum of was large, they all started looking for the justifications to force Baldwin to what Gresham demanded of him. അല്ലെ, ഗ്രഷാം എന്ത് ചെയ്തിരുന്നു, ചോദിച്ചിരുന്നു ബാൾഡ്വിനോട്, അല്ലെ, ഐ ഡോണ്ട് നോ എന്ന് പറയാൻ വേണ്ടി പറഞ്ഞിരുന്നു അല്ലെ. പക്ഷെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പെരക്കാർ കുറെ നോക്കി അല്ലെ. they have all been honorable folks so far, but when the major temptations struck, they were prepared to give in to compromise. നോക്കൂ, when they made, they have all been honorable folks so far. അവരൊക്കെ ഇത്രേ ഇതുവരെ ഒരു ഭയങ്കര ഹോണറബിൾ ആയിരുന്നു. സത്യസന്ധനാവണം അച്ഛാ അല്ലെ, നമ്മൾ ഒരാൾക്ക് കീഴടങ്ങരുത് എന്നൊക്കെ പറഞ്ഞാണ് നിൽക്കുന്ന ആൾക്കാരായിരുന്നു. ബട്ട് വെൻ ദ മേജർ ടെംപ്ടേഷൻ സ്ട്രക്ക്, അവരെ വലിയ ഒരു ടെംപ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ത്വര അല്ലെ, എന്തായാലും ബ്രൈബ് കിട്ടുക എന്ന് പറഞ്ഞപ്പോ എന്ത് ചെയ്തു, ദേ വർ പ്രിപ്പയർഡ്, അവർ തയ്യാറായി ടു ഗിവ് ഇൻ ടു കോംപ്രമൈസ്, കോംപ്രമൈസ് ആവാൻ തയ്യാറായി കേട്ടോ. അടുത്ത്, ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഫ്രം ദ വൺ ടു ഈച്ച് അതർ ക്വസ്റ്റ്യൻസ് അല്ലെ, അങ്ങനെ പറയുന്നുണ്ട്. റീഡ് ദ ഫോളോയിങ് പേഴ്സ്, ആൻസർ ദ ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. In 2026, an Indian TV show called Business Bazigar launched an entrepreneur hunt and solicited ideas of new business idea. അപ്പൊ നമുക്ക് ഏത് ചാപ്റ്റർ എന്ന് മനസ്സിലാവുന്നുണ്ട്? 3-wheeled revolution. ഏതാണ് പറ? 3-wheeled revolution കേട്ടോ. 3-wheeled revolution. നിങ്ങൾ ബാക്കിയുള്ളടത്ത് കാണുന്ന പോലെ അല്ല കേട്ടോ ഈ ചാപ്റ്റർ. ഞാൻ ഇവിടെ എടുക്കുന്ന ഒരു ഡിഫറെന്റ് പാറ്റേണിലാണ് ഞാൻ എടുക്കേണ്ടത്. ബാക്കിയുള്ള എവിടെ കണ്ടാലും എനിക്ക് ഇങ്ങനത്തെ ഒരു പാറ്റേൺ കിട്ടൂലോ. നമ്മളിവിടെ ഏതൊക്കെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞുകൂടാ. പിന്നെ മാഷെ, ഒരു കുട്ടി മാച്ച് ബോക്സ് ഇങ്ങനെ ചോദിച്ചിരുന്നു കേട്ടോ, അത് നമ്മൾ ഇതിൽ കയറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. മാച്ച് ബോക്സ് ഒന്ന് കയറ്റാട്ടോ, മോൻ പറഞ്ഞ് ഞാൻ ഇപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിപ്പോ ഏതൊക്കെ ഡിസ്കസ് ചെയ്തു മാഷെ? മാച്ച് ബോക്സ് ചോദിച്ചുള്ള ഏതൊക്കെ യൂണിറ്റ്, ബാക്കിയെല്ലാം ഇപ്പൊ നിലവിൽ വന്നു അല്ലേ? 1ഉം 2ഉം കഴിഞ്ഞു, 3ഡിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അല്ലെ. 3ഡിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എത്ര യൂണിറ്റ് ഉള്ളത് ടോട്ടൽ മാഷെ? 5 യൂണിറ്റുകൾ. 5 യൂണിറ്റുകൾ. അതിൽ 3ഡിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ.
ഹൊറഗല്ലു. എന്താ സാരില്ല, എന്നാൽ പറയുന്നത് ഫുള്ള് സെറ്റാ, മനസ്സിലാകുന്നുണ്ട്. +1 ഡബിൾ പാസ് പോലും ഇല്ല, ഇവിടെ സെറ്റാകും പറഞ്ഞോണ്ടാ വന്നേ. കൈവിടല്ലേ, ഭാവിയാണ് മുത്തേ. എങ്ങനെ കൈവിടടാ ചക്കര മുത്തേ? ഇതിന്റെ ക്ലാസ് ഒന്ന് കേട്ടാ മതി. മലയാളം ഇംഗ്ലീഷ് കാക്കാനുള്ള ട്രിക്ക് ഞാൻ കമ്മ്യൂണിറ്റി ലിങ്കിൽ വിട്ടുതരുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങ് ഒരു ഐഡിയ കിട്ടും എങ്ങനെ മലയാളം ഇംഗ്ലീഷ് കാക്കാന്നുള്ള ട്രിക്ക് ഞാൻ അതിൽ വിട്ടുതരുന്നുണ്ട് കേട്ടോ. ശ്രദ്ധിക്കാം, നോക്കൂ നിങ്ങള്. ഇവിടെ ചോദ്യം നോക്കിക്കോളൂ. വിച്ച് ഇന്ത്യൻ TV ഷോ ഇൻ 2006 ലോഞ്ച് ആൻ ഓണ്ടർപ്രണർ ഹണ്ട്? ഏത് ഒരു TV ഷോ ആണ് 2006 ലോഞ്ച് ചെയ്തത് എന്നുള്ളത് ഒറ്റടിക്ക് ഇവിടെ നിന്ന് കിട്ടും. ഏതാണത്? ബിസിനസ് ബാസിഗർ എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഒറ്റടിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അടുത്ത് നോക്കിക്കോളൂ കേട്ടോ. ഒരു ഒറ്റ മിനിറ്റ്. ഹലോ, ശ്രദ്ധിക്ക. അടുത്ത ഏതാണെന്നറിയോ? ചോദ്യം എന്താണ്? വാട്ട് വാസ് ഇർഫാൻസ് ബിസിനസ് പ്രപ്പോസൽ? എന്തായിരുന്നു ഇർഫാൻസിന്റെ ബിസിനസ് പ്രപ്പോസൽ? എന്തായിരുന്നു? ഹിസ് ബിസിനസ് പ്രപ്പോസൽ വാസ് ടു ഓർഗനൈസ് ദ റിക്ഷ സെക്ടർ ആൻഡ് മേക്ക് ഇറ്റ് എ പ്രോഫിറ്റബിൾ വെഞ്ചർ. ഏതാണ് പറ? ഹിസ് ബിസിനസ് പ്രപ്പോസൽ വാസ് ടു ഓർഗനൈസ് ദ റിക്ഷ സെക്ടർ ആൻഡ് മേക്ക് ഇറ്റ് എ പ്രോഫിറ്റബിൾ വെഞ്ചർ. അപ്പൊ ഇതിൽ തന്നെ ഉത്തരം ഉണ്ടാവില്ലേ? നോക്കൂ നിങ്ങള്. was to organize the rickshaw sector and make it a profitable venture എന്ന് പറയുന്ന ഉത്തരം ഇതിന് ഉണ്ട് എന്ന് അല്ലേ? അടുത്ത് നോക്കിക്കോളൂ. അക്കോർഡിംഗ്, ഇതൊന്നും എന്റെ കൈമ നിട്ടല്ല, അതൊക്കെ നിങ്ങൾ PYQ ആണ്. അടുത്ത് നോക്കിക്കോളൂ. അക്കോർഡിംഗ് ടു ഇർഫാൻ, ഹൗ കുഡ് റിക്ഷ പുള്ളേഴ്സ് മേക്ക് അഡീഷണൽ റവന്യൂസ്? എങ്ങനെയാണ് അഡീഷണൽ റവന്യൂസ് റിക്ഷ പുള്ളേഴ്സിന് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് നോക്കൂ നിങ്ങള്. ബൈ സെല്ലിംഗ് പ്രൊഡക്ട്സ് ലൈക്ക് വാട്ടർ, ജ്യൂസ്, ബിസ്ക്കറ്റ്, മൊബൈൽ കാർഡ്സ് ആൻഡ് ന്യൂസ് പേപ്പർ ടു ദ പാസഞ്ചേഴ്സ്. അല്ലേ? ആ റിക്ഷന്റെ ഉള്ളിൽ എന്ത് ചെയ്യാ? പിന്നെ വാട്ടർ, ജ്യൂസ്, ബിസ്ക്കറ്റ്, മൊബൈൽ കാർഡ്, ന്യൂസ് പേപ്പർ ഒക്കെ കൊടുക്കുക അല്ലെ? അത് എവിടെ ഉണ്ട്? ഈ പോയിന്റിൽ തന്നെ ഉണ്ട് അല്ലേ? എവിടെടാ? ഇതിലൂടെ ഉണ്ടല്ലോ. ബിസിനസ് ബൈ സെല്ലിംഗ് അല്ലെ പ്രോഡക്ട്സ് ലൈക്ക് വാട്ടർ, ജ്യൂസ്, ബിസ്ക്കറ്റ്, മൊബൈൽ കാർഡ്സ് ആൻഡ് ന്യൂസ് പേപ്പർ ടു ദ പാസഞ്ചേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത് നോക്കിക്കോളൂ. വൈ ഡിഡ്, നോക്കിക്കോളൂ ചോദ്യം എന്താ അറിയോ? വൈ ഡിഡ് ഹി വാണ്ട് ടു റീഡിസൈൻ ദ റിക്ഷാസ്? എന്തുകൊണ്ടാണ് റിക്ഷ റീഡിസൈൻ ചെയ്യാൻ തീരുമാനിച്ചത് കേട്ടോ? He want to redesign the rickshaws so that the spaces on the vehicle could sold for the purpose of the advertising and brand promotion. അല്ലെ? ബ്രാൻഡ് പ്രൊമോഷൻ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? നടത്താൻ പറ്റും. അതിൽ റീഡിസൈൻ ചെയ്താൽ കേട്ടോ. ഒന്നുകൂടെ പഠിച്ചോളൂ. He wanted to redesign the rickshaw so the spaces on the vehicle, വെഹിക്കിളിലുള്ള സ്പേസ് ഉണ്ടാവില്ലേ, could be sold, അത് വിൽക്കാൻ പറ്റും. For the purpose of the advertising and brand promotion. ബ്രാൻഡ് പ്രൊമോഷന് വേണ്ടിയിട്ടൊക്കെ വിൽക്കാൻ പറ്റുന്ന ആ സ്പേസ്, അതുകൊണ്ട് റീഡിസൈൻ ചെയ്തത്. ഓക്കെ ഡ്യൂഡ്, എനിക്ക് ഡ്യൂഡി മതി. ഓ പൊന്നോ, എന്താ ഇതിന്റെ ഇടയിൽ കൂടെ പഞ്ചാരടിക്കടാ ബ്ലഡി ഫൂൾസ്. പഞ്ചാരടി കുറച്ച് കഴിഞ്ഞിട്ട് നാളെ എക്സാം ഇല്ലടാ ചെങ്ങൈമാരെ. അടുത്തത് ഈ ചോദ്യം തരുന്നു, പറ. വിച്ച് വേർഡ് ഇൻ ദിസ് പാസേജ് മീൻസ് ടു ആസ്ക് ഫോർ ഇൻഫർമേഷൻ എന്ന് പറയുന്നുണ്ട്. ആ ഒരു വേർഡ് ഏതാ ഉദ്ദേശിച്ചത്? നോക്കുക. ടു ആസ്ക് ഫോർ ഇൻഫർമേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത് ഏതാണ്? പറ. സോളിസിറ്റ്. സോളിസിറ്റർ എന്ന് പറയുന്ന വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. സോളിസിറ്റർ, അദ്ദേഹം ഒരു സോളിസിറ്റർ ആയിരുന്നു എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏത് നമ്മൾ 10ാം ക്ലാസ്സിലോ സോളിസിറ്റർ എന്ന് പറയുന്ന ഒരു വാക്ക് പഠിച്ചിട്ടുണ്ട് അല്ലെ? വക്കീൽ എന്ന് പറയുന്ന ഒരു ചോദ്യം. അടുത്തത്, വൈ ഡിഡ്ന്റ് ഹി അക്സെപ്റ്റ് ദ സീഡ് മണി? എന്തുകൊണ്ട് എന്ത് ചെയ്തില്ല അദ്ദേഹം സീഡ് മണി അക്സെപ്റ്റ് ചെയ്തില്ല എന്ന് നോക്കൂ നിങ്ങള്. He thought about the non-profit organization which unacceptable for the organization of the TV show. See നോക്കൂ. He thought about the non-profit. He thought about a not-for-profit organization which was unacceptable for the organization of the TV show. അല്ലെ? അദ്ദേഹം ഒരു പ്രോഫിറ്റ് ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു ഓർഗനൈസേഷൻ അല്ല തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മൂപ്പർക്ക് എന്ത് വേണ്ട, ആ പൈസ വേണ്ടെന്ന് തീരുമാനിച്ചു. അടുത്തത് ചാപ്റ്റർ നോക്കിക്കോളൂ കേട്ടോ. ഈ ചാപ്റ്ററിന്റെ ബാക്കിയാണ്. വാട്ട് ക്വാളിറ്റീസ് ഡു യു തിങ്ക് ഷുഡ് ആൻ ഓൺടർപ്രണർ പോസസ്? ഒരു ബിസിനസ് ഒരു സംവിധാനം തുടങ്ങുന്ന എന്തൊക്കെ ക്വാളിറ്റീസ് വേണമെന്ന് നോക്കൂ നിങ്ങൾ. ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. കാര്യം ഇന്നത്തെ കാലത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ചോദ്യങ്ങളിൽപ്പെട്ട ഒരു പ്രസക്തമായ ഒരു ചോദ്യമാണത്. ശ്രദ്ധിച്ച് കേട്ടോളൂ. An entrepreneur is one who is an opportunity and puts conscious effort to make it an enterprise. He should have the following qualities. ഇത്രയും ക്വാളിറ്റീസ് വേണം. ഒന്ന്, കറേജ്, ധൈര്യം വേണം. അടുത്ത് വിഷണറി, കാഴ്ചപ്പാട് വേണം. അല്ലോ, കാഴ്ചപ്പാട് മൊത്തം മൂഞ്ചിയാ ഇല്ല. അടുത്ത് സെൽഫ് കോൺഫിഡൻസ്. അല്ലോ, വീണ്ടും മൂഞ്ചി മാഷേ. സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം വേണം. അപ്പൊ മഞ്ഞ കളറായി. അടുത്ത് പേഷ്യൻസ്, ക്ഷമ വേണം. അടുത്ത് ഡിറ്റർമിനേഷൻ, ഉറച്ച തീരുമാനം വേണം. അടുത്ത ലീഡർഷിപ്പ്, എന്ത് വേണം പറ? ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം. അടുത്ത് റെഡിനെസ് ടു ടേക്ക് റിസ്ക്, അല്ലെ? റിസ്ക് എടുക്കാൻ തയ്യാറാവണം. അവയർനെസ് ഓഫ് ദി ഡിക്റ്റം, അല്ലെ? ഓനക്ക് ഒരു ഡിക്റ്റം ഓനക്ക് തലേ വേണം.
നോ പെയിൻ നോ ഗെയിൻ. വിജയം അല്ലെ? നോ പെയിൻ നോ ഗെയിൻ. നോ പെയിൻ നോ ഗെയിൻ അർത്ഥം വേദനിക്കാണ്ട് കഴിഞ്ഞാൽ വിജയിക്കാൻ പറ്റില്ല. അതിന് ഇങ്ങനെ ശരിക്കും ഒരു മലയാളം ഉണ്ടല്ലോ, നോ പെയിൻ നോ ഗെയിൻ. യെസ്, സെൽഫ് കോൺഫിഡൻസ്, ലീഡർഷിപ്പ്, ഡിറ്റർമിനേഷൻ. താങ്ക് യു. 24 മാർക്കിന് മാത്രം കിട്ടാൻ പറഞ്ഞു തരുമോ എന്റെ കൽബെ? ഇത് മൊത്തമാണ് ഇട്ടാ ഞാൻ ചെയ്യാട്ടോ. ഹൊറഗല്ലു ഞാനടാ എന്റെ PPT മിസ്സായതാട്ടോ. ഹൊറഗല്ലുടാ. നയീം സാറോ ആ ഹൊറഗല്ലുവിന്റെ PPT ഒന്ന് സെറ്റ് ആയി കാളിട്ടാ. ലാസ്റ്റ് ടൈം കൊടുക്കാം. നെക്സ്റ്റ് നോക്കിക്കോളൂ. അത് നമുക്ക് ഹൊറഗല്ലുവിന്റെ തന്നിട്ടേ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെ കേറുള്ളൂ കേട്ടോ. നോ പറയും. ഇപ്പൊ സമയം എത്രയായി മാഷെ? 4 മണിയായില്ലേ? നമ്മളിപ്പോ 1 മണിക്കൂറായി ക്ലാസ് തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ ഏറെക്കുറെ ചാപ്റ്റർ ഒക്കെ ഒരു 1.5 മണിക്കൂറുള്ളൂ. 3 യൂണിറ്റ് കഴിഞ്ഞു. വൈ ഡു പീപ്പിൾ ഡിസ്കറേജ് യൂത്ത് ഫ്രം ചൂസിങ് ദ പാത്ത് ഓഫ് ഓൺടർപ്രണർഷിപ്പ്? എന്തുകൊണ്ടാണ് ജനങ്ങൾ എന്ത് ചെയ്യുന്നത്? ഡിസ്കറേജ് ചെയ്യുന്ന യൂത്തിനെ ഫ്രം ചൂസിങ് ദ പാത്ത് ഓഫ് ഓൺടർപ്രണർഷിപ്പ്. അല്ലെ, ഒരു ബിസിനസ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ, ഒരു ഓൺടർപ്രണർഷിപ്പ് തുടങ്ങണമെങ്കിൽ ജനങ്ങൾ എന്തുകൊണ്ടാണ് ഡിസ്കറേജ് ചെയ്യാനുള്ള കാര്യം? നോക്കൂ, പീപ്പിൾ വിചാരിക്കുന്നത് എന്താ? യൂത്ത് വിൽ എൻഡ് അപ്പ് ഇൻ ഫെയിലിയർ. ജനങ്ങൾ എന്ത് ചെയ്യുന്നവരോ തോൽക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാരന്റ്സ് എൻകറേജ് ചിൽഡ്രൻ ടു ലുക്ക് ഫോർ എംപ്ലോയ്മെന്റ് ഇൻ ദ ഗവൺമെന്റ്. ഇന്നത്തെ കാലത്തുള്ള ഗവൺമെന്റ് പാരന്റ്സ് ഒക്കെ ആഗ്രഹിക്കുന്നത് എന്താ? കുട്ടികൾ ഗവൺമെന്റ് ജോലി കിട്ടണം എന്നാണ്, അല്ലെ? സെക്ടർ ഇൻ സം റെപ്യൂട്ടഡ് കമ്പനീസ് വേർ ദേ വിൽ ബി ഗിവൺ റെഗുലർ സാലറി. വലിയ വലിയ കമ്പനിയിലൊക്കെ കിട്ടുമവർക്ക് റെഗുലർ ശമ്പളം കിട്ടുമല്ലോ. പിന്നെ സിൻസ് ഓൺടർപ്രണർ മൈറ്റ് ഫെയില്, ചില സമയത്ത് ഇപ്പോഴും എന്ത് ചെയ്യുന്നത്? ഓൺടർപ്രണർ ഫെയിൽ ആകുന്നുണ്ട്. ഓൺടർപ്രണർഷിപ്പ് ഇൻവോൾവ്സ് റിസ്ക്. ഓൺടർപ്രണർഷിപ്പ് എന്ത് ചെയ്യുന്നത്? ഒരുപാട് റിസ്ക് എന്ത് ചെയ്യുന്നത്? ഇൻവോൾവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്തത് ഇർഫാനാലും പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു ടേക്ക് എ റിസ്ക് ടു അച്ചീവ് യുവർ ഡ്രീംസ്. നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കമന്റ് ഓൺ ദി സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റിൽ കമന്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. നോക്കൂ നിങ്ങള്, one should be ready to take a risk. ഒരുത്തൻ റിസ്ക് എടുക്കാൻ തയ്യാറാണോ? if he wants to realize his dream, അവന്റെ സ്വപ്നം തിരിച്ചറിയാണെങ്കിൽ a child will never, കാണില്ല, a child will never learn swimming. അല്ലെ, ഒരു കുട്ടിക്ക് ഒരിക്കലും നീന്തം പഠിക്കാൻ പറ്റൂല. if he is afraid to jump into the water, ഓൻ വെള്ളത്തിൽ ചാടാൻ പേടിച്ചു നിൽക്കുകയാണെങ്കിൽ നമുക്ക് നീന്തം പഠിക്കാൻ പറ്റുമോ? ഇല്ല. if one has dreams, ഒരുത്തന്റെ സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ he should be to take risk. അവൻ എന്ത് ചെയ്യണം? പറ, റിസ്ക് എടുക്കാൻ തയ്യാറാവണം എന്ന് പറയുന്ന പോയിന്റ് ആട്ടോ. ഇതിലെന്തോ ബഫറിങ് കാണിക്കണ്ടല്ലോ മാഷെ? പോയി ക്യാമെന്നോ? ഇടക്ക് പോയിന്ന്. ലൈക്ക് ചെയ്തോ? നിങ്ങളോട് ചോദിക്കുന്ന ഉത്തരം പറഞ്ഞു നിങ്ങള്. ക്ലബ് ഏതാ സാറിന്റെ ചാനൽ? ഒരു അപ്രീസിയേഷൻ എഴുതാനുള്ള ഒരു വീഡിയോ ഉണ്ട്, 8 മാർക്ക് കിട്ടും. പിന്നെ അതിന്റെ കൂടെ ലൈവ് TV റിപ്പോർട്ട്. സാർ നോ കാർഡ് ഇൻ ക്യാമറ. അത് ഞാൻ നേരത്തെ പറഞ്ഞു മുത്ത. എന്ത് ആ നോ കാർഡ് ഒന്ന് മാറ്റിണ്ട് കേട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്തിട്ടാ മക്കളെ പ്ലീസ്. ആ നോ കാർഡ് ഒന്ന് മാറ്റിണ്ടിട്ടാ. ഇപ്പൊ ഓക്കെ ആണെന്നല്ലേ? ആ നോ കാർഡ് എന്ന് പറയുന്ന സാധനം ഒന്ന് മാറ്റുന്നുണ്ടോ? കേരളത്തിൽ ഇങ്ങനത്തെ ഒരു ക്ലാസ് കിട്ടോ? ഫുൾ പവർ ഇട്ടിട്ട് പൊളി ഇംഗ്ലീഷ് കിങ് അജ്മലജു, യു ആർ അൽപ്പൊളി. പോയി സാറ് ഞാൻ നിക്ക് കാത്തിക്ക്, നമ്മുടെ വോയിസിലില്ലേ. പിന്നെ ഇത് പോകാനുള്ള കാര്യം നോ കാർഡ് ഇൻ ക്യാമറ എന്ന് പറയണ്ടേ. ഇപ്പൊ വരുന്ന ആൾക്കാരൊക്കെ അതന്നെ കാണുന്നുള്ളൂ. അപ്പൊ സുഖാണ് മോനെ, സുഖാടാ കുട്ടാ, സുഖാടാ. നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കണ്ട് പരമാവധി ഇതാക്കട്ടെ. 13.4K ആയിട്ടുള്ളൂ. അതൊരു 15K എത്തിച്ചാട്ടിടൂ. എന്താ പക്ഷേ അത് കഴിഞ്ഞു. ഇത്രേന്നെ ഉള്ളൂ. 13.6 മാഷേ. അല്ല, അതൊരു പോയി അടക്ക്. സാർ എന്താ പാടാ? അബ്ഷിറെ പൊളിയാടാ. മിനി കാണാറുന്നോ? പോടാ ചെങ്ങായി. എന്താ ഞാൻ കാട്ടി തരാം. സാറേ നിങ്ങൾ പൊളിയാണ്. ബസ് ഗെയിമർ. ഈ ബസ് മാത്രമേ ഗെയിം കളിക്കുള്ളൂ. കാർ മക്കളെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്തുണ്ട് നമ്മളെ പ്ലേലിസ്റ്റിലുണ്ട് മക്കളെ. നിങ്ങൾ പോയിട്ട് അവിടെ കണ്ടോളി. ലൈവ് കഴിഞ്ഞ ശേഷം 5:30 ശേഷം ഗ്രാമറിന്റെ എന്തുണ്ട് ഒരു വീഡിയോ വരുന്നുണ്ട്. റിവേഴ്സ് ഓർഡറിൽ എഴുതിയ പ്രോബ്ലം ഉണ്ടോ? ഇതൊക്കെ വന്നിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എന്നാണ് മക്കളെ ജോബ് ഗ്ലോബൽ വെർബൊക്കെ എഴുതിയിട്ടുള്ളത്. നമ്മൾ ചെയ്യണമെല്ലാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യാ, നമുക്ക് സാധ്യതകളിലെ പ്രഡിക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബിറ്റ് വെക്കാൻ PDF കിട്ടുമെന്ന് ഇങ്ങോട്ട് പാ ചെയ്യട്ടാ. ബിറ്റ് വെച്ച് തീർന്നടാ. അത് കേട്ട് പഠിച്ചോ? ഒന്ന് പഠിച്ചോക്കടാ ചങ്ങായിമാരെ. റെഡി ആവില്ല. അപ്പോ ആ നോ ക്യാമറ എന്ന് പറഞ്ഞ സാധനം ചേടാ എന്തായിരുന്നു മോളിലുണ്ടായിരുന്നു? ലൈവ് കണ്ടിട്ട് പിന്നെ ടെക്സ്റ്റ് ഫുൾ റീഡ് ചെയ്യണോ?
ഇല്ലല്ല, ലൈവ് ജസ്റ്റ് കണ്ടാൽ മതി, പിന്നെ വായിക്കേണ്ട ആവശ്യമൊന്നുമില്ലടാ. ഇപ്പൊ പറയും ഡിസ്കോഴ്സ് പറയാണ്ട് പിന്നെ എന്താ പിന്നെ ഈ ക്ലാസ് എടുക്കേണ്ടത്? ഇന്നൊരു 50 കേക്ക് അബ്ഷിറെ ഇജി വെറുതെ മനുഷ്യനിട്ട് ലഡ്ഡു പൊട്ടിക്കല്ലടാ കേട്ടോ. സാർ +1 A+, എടാ +1 നിങ്ങളൊരു കാര്യം അറിയണം, ഞാൻ കൊടുത്ത സെയിം റെപ്ലിക്കാണ് വന്നത്. പിന്നെ അതിന്റെ ഒരു വീഡിയോ ചെയ്യാൻ സത്യത്തിൽ നേരം കിട്ടിയിട്ടില്ല, നോമ്പും കാര്യങ്ങളായിട്ട് തലവേദനയായിരുന്നു. ഞാൻ കൊടുത്ത സെയിം സാധനം മാത്രമാണ് +1 വന്നിട്ടുള്ളത് കേട്ടോ. കുട്ടികൾ കണ്ടിട്ട് നിങ്ങൾ അതിന്റെ +1 കമന്റ് പോയി നോക്കുകൊണ്ടു. സാറേ നിങ്ങൾ തന്നെ വേറെ ലെവൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിക്കണ്. എന്നെ പൊക്കാൻ ഒരു തണ്ടികളും ഇല്ലല്ലോ, നമ്മൾ എന്നെ പൊക്കണ്ടേ? ശ്രദ്ധിക്കുക, നോക്കൂ. അടുത്തത്, വാട്ട് ഡു യുവർ ഡ്രീംസ് ഇൻ യുവർ, ഹൗ ഡു യു പ്ലാൻ ടു യുവർ ഡ്രീംസ്? നിങ്ങളെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ എങ്ങനെ ഇതാക്കുന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം കേട്ടോ. എന്റെ ഡ്രീം എനിക്ക് ഓട്ടോ ഡ്രൈവർ മറ്റേ നെയിം സാറിനെ പോലെ ഓട്ടോ ഡ്രൈവർ ആവലാണ് അല്ലേ. ഐ വുഡ് ലൈക്ക് ടു ബിക്കം എ ഡോക്ടർ. എനിക്ക് ഡോക്ടർ ആണ്. ആൻഡ് സർവീസ് മൈൻഡഡ് പേഴ്സൺ. ഞാനൊരു സർവീസ് മൈൻഡഡ് പേഴ്സൺ. പച്ച നോണ അല്ലേ. ഡോക്ടറെ കുറെ കായ് വാരണം തന്നെ മനുഷ്യന്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവുള്ളൂ, ബട്ട് ഓപ്പോസിറ്റ് ഉണ്ടാവണം കേട്ടോ. ഇൻ ഓർഡർ ടു അച്ചീവ് മൈ ഗോൾ ഐ ഷുഡ് വർക്ക് ഹാർഡ്. ഞാൻ എന്റെ ഈ ഗോൾ കിട്ടാൻ വേണ്ടി ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യലുണ്ട്. ലൈക്ക് ബോട്ടണി പഠിക്കലുണ്ട്, സുവോളജി പഠിക്കലുണ്ട്, ഫിസിക്സ് പഠിക്കലുണ്ട്, കെമിസ്ട്രി പഠിക്കലുണ്ട്, അനാട്ടമി പഠിക്കലുണ്ട്. ഇതേക്കാരെ ഏറ്റവും കൂടുതൽ പഠിക്കണ്ടാവല്ലേ എക്സെട്ര. ഇറ്റ് ഈസ് ക്വൈറ്റ് ഒബിയസ് ദാറ്റ് ഡോക്ടർ മേക്സ് പീപ്പിൾ ഹെൽത്തി അല്ലെ. ഡോക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ജനങ്ങളെ ഹെൽത്തി ആക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ കുറച്ച് പോയിന്റ് തള്ളി കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ ഡ്രീം എന്താണ്, അത് നിങ്ങൾ എടുക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് തള്ളി കൊടുക്കാം. അടുത്തത്, മലയാളം ഇംഗ്ലീഷ് കാക്കാൻ നിങ്ങൾ പഠിക്കണ്ടേ, മലയാളം ഇംഗ്ലീഷ് കാക്കാൻ പഠിക്കണ്ടേ? അത് ഞാനേ +1 ഒരു ക്ലാസ് ചെയ്ത, സോറി +2 തന്നെ അല്ലേ, +2 ആണോ +1 ആണോ, ഐ തിങ്ക് സോ. അപ്പൊ അതിന്റെ എൻഡിൽ ഞാൻ ട്രാൻസ്ലേഷൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആ ട്രാൻസ്ലേഷൻ കിട്ടിയ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഐഡിയ കിട്ടിയാൽ മതി, ബാക്കി എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ബട്ട് ഈ ചാപ്റ്റർ ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ആൻസർ എഴുതണം എന്നുള്ള കേട്ടോ. നോക്കിക്കടുത്ത്, ഹാവ് യു റെഡ് ഓർ ഹേർഡ് ഓഫ് യങ് സക്സസ്ഫുൾ ഓൺടർപ്രണേഴ്സ് ഷെയർ ദെയർ സ്റ്റോറി ഇൻ യുവർ ക്ലാസ്? അത് എന്തെങ്കിലും എഴുതി കൊടുക്കാൻ പറ്റും. നിങ്ങൾ ആരെങ്കിലും ഇതേപോലെ ബിസിനസ് നടത്തിക്കാൻ ജയിച്ച ആൾക്കാരുണ്ടോ? ഇന്നെ തന്നെ എഴുതിക്കോളുണ്ട്. ഷാഫി സാർ ഹാസ് മൊബൈൽ ഷോപ്പ്, മാസ് മൊബൈൽസ് എന്ന ഷോപ്പിന്റെ പേര്. ദാറ്റ് വാസ് എ ബിഗ് ഷോപ്പ്, വലിയൊരു ഷോപ്പ് ആയിരുന്നു ആ ഷോപ്പ്. ആഫ്റ്റർ ദാറ്റ് ഹി സ്റ്റാർട്ടഡ് അനദർ ഷോപ്പ് ഇൻ കുന്നുംപുറത്ത് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഫ്രം ദർ ഹി അഗൈൻ ബിഗാൻ അനദർ മൊബൈൽ ഷോപ്പ് ഇൻ തലപ്പാറ ആൻഡ് ബിക്കേം എ ബിഗ് ഓൺടർപ്രണർ. വലിയൊരു ഓൺടർപ്രണറായി മാറി. ഫൈനലി ഹി എല്ലാം പൊട്ടിത്തമർന്ന് ഒരു ഷോപ്പ് ഉണ്ട് കൊളപ്പുറത്ത് കേട്ടോ. എഴുതിയേക്കാൻ പറ്റും. അടുത്തത്, റീഡ് ദ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. എന്ത് എഴുതിക്കടാ? Chapter, the academic system at St. Xavier's was different from the system in US. Here far more bookish from the learning എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ട് അല്ലേ. നമുക്ക് ചാപ്റ്റർ ഏതാന്ന് മനസ്സിലായി, ദീദിയാന്ന് മനസ്സിലായി. ദീദി ചാപ്റ്ററിന്റെ പേര് ഏതാണ് പറ? ദീദിയാണ്. ഐഡന്റിഫൈ ദി സ്പീക്കർ. ആരാണ് ഈ ഷഹീൻ മിസ്ത്രി ആണെന്ന് മനസ്സിലായി അല്ലേ. അടുത്തത്, വേർ ഈസ് സെന്റ് സാവിയേഴ്സ് മെൻഷൻഡ് ഇൻ ദ ഹിയർ സിറ്റുവേറ്റഡ് അറ്റ് ദി, എവിടെയാണ് പറ? മുംബൈയിലാണ്. നമുക്ക് അറിയാൻ പറ്റും എവിടെയാണ് പറ? മുംബൈയിലാണ് സെന്റ് സാവിയേഴ്സ് ഉള്ളത് കേട്ടോ. എവിടെയാണ് പറ? സെന്റ് സാവിയേഴ്സ്. കാര്യം എന്താണ്, അക്കാഡമിക് സിസ്റ്റം അറ്റ് സെന്റ് സാവിയേഴ്സ് വാസ് ഡിഫറെന്റ് ഫ്രം സിസ്റ്റം US ഉള്ളതിനേക്കാൾ. അപ്പൊ മുംബൈ എന്നുള്ളത് നിങ്ങളുടെ ഇന്ത്യ എന്ന് എഴുതിയാലും എന്തില്ല, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്ത്യ എന്ന് എഴുതിയാലും കുഴപ്പമില്ല. അടുത്തത് നോക്കിക്കോളൂ, ഐഡന്റിഫൈ ദ വേർഡ് വിച്ച് മീൻസ് ദ ക്വാളിറ്റി ഓഫ് ബീങ് എക്സ്ട്രീംലി തറോ ആൻഡ് ക്ലിയർ എന്ന് പറയുന്ന ഒരു അർത്ഥം വരുന്ന ഏതാണ് പറ? റിഗർ എന്ന് പറയുന്ന വേർഡ് ആട്ടോ. ഏതാണ് പറ? റിഗർ. ശ്രദ്ധിച്ചിട്ടുള്ളൂ, റിഗർ. റിഗർ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? എക്സ്ട്രീംലി തറോ ആൻഡ് കെയർഫുൾ എന്ന് പറയുന്ന അർത്ഥം ആട്ടോ. അടുത്തത്, ഡു യു ലൈക്ക് ദ അക്കാഡമിക് സിസ്റ്റം ഇൻ യുവർ സ്കൂൾ? ഗിവ് വൺ റീസൺ ടു സബ്സ്റ്റിൻഷിയേറ്റ് യുവർ ആൻസർ. അല്ലെ, നിങ്ങളെ സ്കൂളിലുള്ള അക്കാഡമിക് സിസ്റ്റം നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് നിങ്ങളോട് എന്ത് ചെയ്യാന്, അതിനുള്ള കാരണം നിരത്താന്. ക്ലിയർ സാർ? നോമ്പുണ്ട്, നോമ്പൊക്കെ ഉണ്ട്. അടുത്ത് നോക്കിക്കോളൂ. എന്തൊക്കെ ചോദ്യങ്ങളാണ്. നിങ്ങൾ പഠിക്കടാ ചങ്ങായിമാരെ. റീഡ് ആൻഡ് അക്സെപ്റ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ചോദ്യം വായിക്കാൻ. ദ പ്രോഗ്രാം ഡെവലപ്ഡ് വെരി ഓർഗാനിക്കലി നാച്ചുറലി അല്ലെ, over years like a soup made by the chefs choosing in what's needed after each tasting. A blend all it saw on the stock ingredients were basic English and maths. ഈ ബേസിക് ഇംഗ്ലീഷ് ആൻഡ് മാത്സ് എന്ന് കാണുമ്പോൾ നമ്മൾ ദീദീന്ന് മനസ്സിലാക്കണം കേട്ടോ. ഡാഷ് ഓഫ് വാല്യൂ, സെൽഫ് എസ്റ്റീം ആൻഡ് കോൺഫിഡൻസ്. വിച്ച് പ്രോഗ്രാം ഈസ് റെഫേർഡ് ടു? ഇവിടെ ആകാംക്ഷ എന്ന് പറയുന്നതിന്റെ പ്രോഗ്രാം അല്ലേ ഇവിടെ ഉദ്ദേശിച്ചത്? ആകാംക്ഷ കേട്ടോ. അടുത്തത്, ഇതിന്റെ പേരല്ല ആകാംക്ഷ എന്ന് പറയുന്ന ഫൗണ്ടേഷന്റെ പേരെന്താണ് പറ? ദിദീന്റെ ഫൗണ്ടേഷന്റെ പേര് എന്താണ് പറ? ഫൗണ്ടേഷന്റെ പേരാണ് എന്ത് പറ? ആകാംക്ഷ കേട്ടോ. ഫൗണ്ടേഷന്റെ പേരാണ് ആകാംക്ഷ എന്ന് പറയുന്നത് കേട്ടോ, ദിദിയിലെ ഷെയ്ൻ മിസ്ത്രിന്റെ. അടുത്ത, ഹു ആർ റെഫേർഡ് ടു 10 as chefs എന്ന് പറയുന്നില്ലേ? ഇല്ല, എവിടെ പറയുന്നുണ്ട്? എവിടെടാ ഷെഫ് എന്ന് പറയുന്നല്ലോ. ലൈക്ക് എ സൂപ്പ് മെയ്ഡ് ബൈ ഷെഫ് ടോസിംഗ് അല്ലെ, വാട്ട് ഈസ് നീഡഡ് എന്ന് പറയുന്നത്. ഇവിടെ ഉദ്ദേശിച്ചാണ് ഇൻസ്ട്രക്ടേഴ്സ്
അല്ലെ, അല്ലെങ്കിൽ വോളണ്ടിയേഴ്സ് ഹു സപ്പോർട്ട് ഷെയ്ൻ മിസ്ത്രി. 10 as chefs എന്ന് പറയുന്നത് ഷെഫ് പോലെ അല്ലെ, ഷെഫ് പോലെ വർക്ക് ചെയ്യുന്ന ആരാണ്? ഇൻസ്ട്രക്ടേഴ്സ് ഓർ വളണ്ടിയേഴ്സ് ഹു സപ്പോർട്ട് ഷെയ്ൻ മിസ്ത്രി. ഷെയ്ൻ മിസ്ത്രിനെ സപ്പോർട്ട് ചെയ്യുന്ന തന്റെ വളണ്ടിയേഴ്സ് ഉണ്ടായിരുന്ന ആകാംക്ഷ ഫൗണ്ടേഷനിൽ ഉണ്ടായിരുന്ന ആളുകളായിരുന്നു കേട്ടോ. വളണ്ടിയേഴ്സ് ആണ്, അല്ലെങ്കിൽ എന്താണ്, ഇൻസ്ട്രക്ടേഴ്സ് ആണ് ഇവിടെ എന്തുകൊണ്ട് ഉദ്ദേശിച്ചത്? 10 as chefs കൊണ്ട് ഉദ്ദേശിച്ചത് ആരാന്ന് ചിലപ്പോൾ ചോദിക്കും. ഹു ആർ റെഫേർഡ് 10 as chefs എന്ന് പറയുന്ന ഒരു ചോദ്യം ചോദിച്ചാല് നിങ്ങൾ ആലോചിച്ച് നോക്കിട്ടാ, 10 കണക്കിന് ഷെഫ് കൊണ്ട് ഉദ്ദേശിച്ച ആരാണ്? കൊണ്ട് ഉദ്ദേശിച്ച ആരാണ്? ആകാംക്ഷ അല്ലെ, ഇത് ഇൻസ്ട്രക്ടേഴ്സ് ഓർ വോളണ്ടിയേഴ്സ് ഹു സപ്പോർട്ട് ഷെയ്ൻ മിസ്ത്രി പോയിന്റ് ആയിട്ട് എഴുതിയിട്ടുള്ളത്. അടുത്തത്, pick out the word from the expert from except that means naturally, organically എന്ന് പറയുന്ന അർത്ഥം കേട്ടോ. നാച്ചുറലി എന്നുള്ളത് എന്താണ്? ഓർഗാനിക്കലി. അടുത്തത് സ്റ്റാമർ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. എവിടെ എത്തി പറ? സ്റ്റാമറിൽ എത്തിട്ടോ, സ്റ്റാമറിൽ എത്തി. ഈ ക്ലാസ് കേട്ടോളിട്ട മക്കളെ. കാര്യം എന്താ പറയുക, ഈ സ്റ്റാമർ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിന് ഒരു ചോദ്യം ഉറപ്പാണ് ചെങ്ങൈമാരെ, നിർബന്ധമായിട്ടും. റൈറ്റപ്പ് ഷാഫി സാറോ ഇത് +2 ഇംഗ്ലീഷിൽ പഠിക്കാതെ പോയത് റൈറ്റപ്പ് വരുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഫോർമാറ്റ് അതിൽ വരുന്നുണ്ട് കേട്ടോ മക്കളെ. യെസ്, എവിടെ എത്തി? സ്റ്റാമറിൽ. ഈച്ച് ടൈം വി സ്റ്റാമർ എന്ന് പറയുന്ന സാധനം ഉണ്ട്. ഈ ഒരു ലൈനെ എലാബറേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാല് we are offering a sacrifice to God of meanings. Why does the poet think so? അങ്ങനെ കവി ചിന്തിക്കാനുള്ള കാരണം എന്താണ്? The poet thinks so because each time we stammer, we cannot bring out her meanings properly, and also it gives a wrong impression to our listener. മനസ്സിലായിട്ടില്ലല്ലോ? അതായത് നമ്മൾ ഇങ്ങനെ തുമ്മുന്ന സമയത്ത്, വിൽക്കുന്ന സമയത്ത്, തുമ്പല്ല വിൽക്കുന്ന സമയത്ത് നോക്കൂ, the poet thinks so because each time we stammer, we cannot bring out our meanings. നമുക്ക് നമ്മളുടെ അർത്ഥം, നമ്മൾ എന്താണ് പറയാൻ വേണ്ടി പോകുന്നത് നമുക്ക് കൊണ്ടുവരാൻ പറ്റൂല പ്രോപ്പർലി, കറക്റ്റ് ആയിട്ട്. ആൻഡ് ഓൾസോ it gives a wrong impression to listener. ഞാൻ എന്ന് പറയുന്ന സമയത്ത് ഇത് കേൾക്കണത് പോത്ത് എന്നാണോ പറയാൻ വേണ്ടി പോകുന്നത്, പോടാന്നാണോ പറയാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതിലെ അത് റോങ് ഇംപ്രഷനേക്കാരം കിട്ടുക. ദാറ്റ് ഈസ് വൈ, അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ പോടാന്നേക്കാരം പറയാത്, പോടാന്നേക്കാരം, പക്ഷെ പോന്ന മോൻ കേൾക്കുന്ന പോത്തേന്നേക്കാരം അല്ലെ ഓൾ ഉദ്ദേശിക്കല്. ദാറ്റ് ഈസ് വൈ ദ പോയിന്റ് സേസ് when we stammer we are offering a sacrifice to God of meanings. അല്ലെ, അതുകൊണ്ട് തന്നെ നമ്മൾ എന്ന് പറയുമ്പോൾ പഠിച്ചോനെ ഞാൻ പറയാൻ ഉദ്ദേശം ഒന്ന് കിട്ടട്ടെ, ഇതൊന്ന് പെട്ടെന്ന് കൊണ്ടുപോവാ അല്ലെ എന്ന് പറയുന്നത് ഗോഡ് ഓഫ് മീനിങ് ഒരു സാക്രിഫൈസ് അല്ലെ, ഒന്ന് ത്യജിക്കുണ്ടാവും. എന്താണ്, പിന്നെ ഞാൻ ഉദ്ദേശിച്ച അർത്ഥം എന്റെ വായനൊന്ന് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും കേട്ടോ. അടുത്തത്, bring out the message of the following lines from the poem Stammer. സച്ചിദാനന്ദ. When a whole people stammer, the stammer becomes their mother tongue, just as it is with us now. അല്ലെ, എല്ലാരും കൂടെ ഇങ്ങനെ പിന്നെ വിൽക്കാൻ തുടങ്ങിയാൽ പിന്നെ അത് ഒരു കോമൺ ലാംഗ്വേജ് ആയി മാറും. അതൊന്ന് കമന്റ് ചെയ്യാൻ ഒന്ന് പറഞ്ഞു. 2018 ചോദിച്ചാട്ടോ. The poet considers stammer as a sacrifice to the God of meanings. നോക്കൂ, unknowingly we make a sacrifice to a language by giving a different utterance of it. If all people stammer, it will become an accepted practice and common phenomena in the society. എല്ലാരും കൂടെ വിൽക്കുകയാണെങ്കിൽ പിന്നെ എന്തായി മാറും? അതൊരു കോമൺ ഫിനോമിന ആയി മാറും. It would even develops as the mother tongue of the people. അത് പിന്നീട് ജനങ്ങളുടെ എന്തായി മാറും? ഒരു മദർ ടങ് ആയി മാറും. എല്ലാം കൂടെ എഴുതേണ്ട ആവശ്യമില്ല. ഇതൊരു 6 മാർക്ക് 4 മാർക്കിനൊക്കെ ആണെങ്കിൽ these are the lines taken from the famous poet. ആരുടെ പേരെന്താണ്? വിൽക്കുന്ന ആളുടെ പേരെന്താണ് പറ? സച്ചിദാനന്ദൻ അല്ലേ? ഇങ്ങനെ നിൽക്കുന്ന ആരാണ്? സച്ചിൻ അല്ലേ? അപ്പൊ വിൽക്കുന്ന ആളാണ് സച്ചിദാനന്ദൻ ആലോചിച്ചാൽ കേട്ടോ. അപ്പൊ സച്ചിദാനന്ദന്റെ ഈ ഒരു സ്റ്റാമർ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടാവില്ലേ, ഈ സ്റ്റാമർ എന്നാണ് നമ്മൾ ഈ ലൈൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു കവിതയിൽ ഈ ലൈനിൽ മൂപ്പര് പറയുന്നത് എന്താണ്? ഇറ്റ് വിൽ ബിക്കം എവിടെ എന്ന് പറ, if all people stammer, ഈ ഒരു പോയിന്റ് എഴുതി കൊടുത്താൽ കേട്ടോ. It will become an accepted practice and a common phenomenon in the society. It would even develop as a mother tongue of the people. അല്ലെ, എല്ലാരും കൂടെ വിൽക്കാൻ തുടങ്ങിയാൽ എന്താവും? ജനങ്ങളുടെ ഒരു മദർ ടങ് ആയി മാറുന്നത്. ക്ലിയർ? ആ ചാപ്റ്റർ കഴിഞ്ഞു. റെഡി ആണോ? ഞാൻ പറഞ്ഞുതരാം കേട്ടോ. യെസ് +1 പഠിക്കാൻ 9 days കിട്ടിയിരിക്കണ്. അജ്മൽ അജുവോ ഇജ കമന്റിൽ ഇങ്ങനെ അടിച്ചിരുന്നോ? ഇത് പഠിക്കാൻ മലീത്തമ്മായി വരുമോ? ആണ് പഠിച്ചുകൂടത്. ശ്രദ്ധിക്ക. റീഡ് ദ ലൈൻസ് ഫ്രം ദ പോയം സ്റ്റാമർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. കേട്ടോ, ശ്രദ്ധിക്ക്. ഇതിങ്ങനെ കമന്റ് ഇങ്ങനെ കുത്തിയിരുന്നോ? ഇത് പഠിക്കാൻ പിന്നെ ആരാ വരിക? ശ്രദ്ധിക്ക. സ്റ്റാമർ ഈസ് ദ സൈലൻസ് ദാറ്റ് ഫോൾസ് ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ഇറ്റ്സ് മീനിങ്. സ്റ്റാമർ എന്താണ്? ഒരു സൈലൻസ് ആണ്. വേർഡിന്റെയും അർത്ഥത്തിന്റെ, വാക്കിന്റെയും അതിന്റെ അർത്ഥത്തിന്റെ ഇടയിൽ വീഴുന്ന ഒരു നിശബ്ദതയാണ്. ജസ്റ്റ് ആസ് ഏതുപോലെ ലൈംനെസ്, ഒരു മൊടന്ത് പോലെ. ഈസ് ദ സൈലൻസ്. ഈ മൊടന്ത് പറഞ്ഞൊക്കെ വെച്ചാൽ എന്താണ്? ഒരു അല്ലെ, മൊടന്ത് എന്നൊക്കെ വെച്ചാൽ ഒരു സൈലൻസ് ആണ് ദാറ്റ് ഫോൾസ് ബിറ്റ്വീൻ വേർഡ് ആൻഡ് ഡീഡ്. ഞാനത് വന്നാണ്ടല്ലോ എന്ന് പറഞ്ഞാണ്ട് ഞാനത് അടിച്ചാണ്ടല്ലോ എന്നൊക്കെ പറയാണ്ട് പറയില്ലേ,
പക്ഷെ ഒരു മുടന്നുള്ള ആളെ അടിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ തന്നെ കുറെ സമയം എടുക്കും. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഇല്ലേ, ആ ഗ്യാപ്പിനാണ് എന്തെന്ന് പറയാ നമ്മൾ വിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വാട്ട് ഈസ് എ കോമൺ ടു സ്റ്റാമർ? സ്റ്റാമറിന് ഇവിടെ കോമൺ ആയിട്ടുള്ള കാര്യം എന്താണ്? ലെയിംനെസ് അല്ലെ. സ്റ്റാമറിനും ലെയിംനെസ്സിനും കോമൺ ആയിട്ടുള്ള സാധനം എന്താണ്? ഇവിടെ സൈലൻസ് ആണ്. രണ്ടിലൊന്നുണ്ടാവും, ഒരു നിശബ്ദത ഉണ്ടാവും. അടുത്ത ഐഡന്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച് എംപ്ലോയ്ഡ് ഇൻ ദ ലൈൻസ്. മെറ്റഫർ ആണ് അല്ലെ, മെറ്റഫർ അല്ലെങ്കിൽ പറ സിമിലി അല്ലെ, മെറ്റഫർ അല്ലെങ്കിൽ എന്താണ് ഇവിടെ മെറ്റഫർ ആണ് അല്ലെ. ജസ്റ്റ് ആസ് ഉള്ളത് കൊണ്ട് എന്താണ് പറ സിമിലി ആണ് കേട്ടോ. ആസ് ഉള്ളത് കൊണ്ട് എന്താണ് പറ ഒരു സിമിലി ആണ്. ആസ് ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ അതിനെന്തെന്ന് പറയാ മെറ്റഫർ ആണ് പറയട്ടോ. ഇവിടെ സിമിലി ആണ് ഉത്തരം. അടുത്തത് വാട്ട് ഡസ് ദ പോയിറ്റ് തിങ്ക് ഓഫ് സ്റ്റാമർ? സ്റ്റാമറിനെ കുറിച്ച് എന്താണ് കവി ഉദ്ദേശിക്കുന്നത്? സ്റ്റാമർ ഇസ് എ സൈലൻസ് ദാറ്റ് ഫോൾസ് ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ഇറ്റ്സ് മീനിങ്. കേട്ടോ, ശ്രദ്ധിക്കുക. അടുത്തത് നോക്കിക്കോളൂ. സ്റ്റാമർ ഈസ് നോ ഹാൻഡിക്കേപ്പ്, ഇറ്റ്സ് എ മോഡ് ഓഫ് സ്പീച്ച്. വാട്ട് ഈസ് ദ ഐഡിയ കൺവേഡ് ഹിയർ? ഇതെന്തല്ല ഒരു ഹാൻഡിക്കേപ്പ് അല്ല, ഒരു വർത്താനം പറയുന്ന രീതിയാണ്. അക്കോർഡിംഗ് ടു കെ സച്ചിദാനന്ദൻ ഈസ് നോട്ട് അറ്റ് ഓൾ എ ഡിസബിലിറ്റി. ഒരിക്കലും വിക്ക് എന്തല്ല ഒരു ഡിസബിലിറ്റി അല്ല. എന്തല്ല വിക്ക് ഒരു ഡിസബിലിറ്റി അല്ല. 4-6 മാർക്കിന് എത്ര പേജ് എഴുതണം? കുമ്പിടിയെ ഞാൻ പറഞ്ഞു കേട്ടോ. ഇതിന്റെ വേറൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കുമ്പിടിയെ. ഇതിന്റെ മുകളിൽ ഉണ്ടാവും കേട്ടോ, ലൈവ് അല്ലാത്ത മറ്റേ ഹോം വീഡിയോയിൽ ഉണ്ടാവും. എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങൾ അഡ്ഡപടലം മുഞ്ചെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ബ്ലഡി കുമ്പിടി, അത് വായിക്കിട്ടോ, ശ്രദ്ധിക്കാം. എവിടെ എത്തുക? It is another style of speaking which makes it a language. It is another style of speaking. നമ്മളെ വിക്ക് എന്ന് പറഞ്ഞു വെച്ചാല് ഒരു ഹാൻഡിക്കേപ്പ് അല്ല, അനദർ സ്റ്റൈൽ ഓഫ് സ്പീക്കിംഗ് ആണ്. മറ്റൊരു സ്റ്റൈലാണ് സ്പീക്കിങ്ങിന്റെ. വിച്ച് മേക്സ് ഇറ്റ് എ ലാംഗ്വേജ്. അതെന്തായി മാറുന്നുണ്ട്? ഒരു ഭാഷയായി മാറുന്നുണ്ട് കേട്ടോ. വിച്ച് മേക്സ് ഇറ്റ് എ ലാംഗ്വേജ്, അതൊരു ഭാഷയായി മാറുന്നുണ്ട് എന്നാ പറയുന്നത്. എല്ലാവരും കൂടെ വിൽക്കാൻ നിൽക്കണമെങ്കിൽ എന്താവും? അതൊരു ഭാഷയായി മാറുന്ന പറയുന്നത് കേട്ടോ. ക്ലിയർ? നെക്സ്റ്റ് നോക്കിക്കോളൂ. എവിടെ ഈ ചാപ്റ്റർ ഇനിയും കഴിഞ്ഞിട്ടില്ലേ? ഇല്ല. 3 സ്കോറിന് വീണ്ടും ചോദിച്ച ചോദ്യം കേട്ടോ. വല്ലാത്തൊരു ചാപ്റ്റർ ആട്ടത്. ഇതൊക്കെ ഇതിന് ചോദിച്ചാൽ അതിന്റെ കൈ കിട്ടോ നല്ലത്. ഗോഡ് മസ്റ്റ് ഹാവ് സ്റ്റാമേർഡ്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഒരു പക്ഷെ ദൈവം പോലും വിക്കിയിട്ടുണ്ടാവും. വെൻ ഹി ക്രിയേറ്റഡ് മാൻ, മനുഷ്യന്മാരുണ്ടാക്കിയപ്പോന്ന്. ദാറ്റ് ഈസ് വൈ ഓൾ ദ വേർഡ്സ് ഓഫ് മാൻ ക്യാരി ഡിഫറെന്റ് മീനിങ്. അതുകൊണ്ടാണ് മനുഷ്യന്മാർ പറയുന്ന വാക്കിന് വ്യത്യസ്ത അർത്ഥം വരാനുള്ള കാര്യം നോക്കും നിങ്ങള്. ഞാനിപ്പോ പോടാന്ന് പറഞ്ഞു. അപ്പൊ ഒരുത്തനാകണ ഒരു പെൺകുട്ടി പറയട്ടാ, ഞാൻ പോടീന്ന് ഞാൻ പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി പോടി എന്ന് പറഞ്ഞു. ആ പെൺകുട്ടി വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അയാൾ എന്നോട് പോടി എന്ന് പറഞ്ഞു അങ്ങനെ എടുത്തൂടെ? അല്ലെങ്കിലോ അയാൾ എന്നിട്ട് എന്തോ ഒരു കമ്പനി അയാളുടെ പോടി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കമ്പനി അങ്ങനെ എടുക്കാൻ പറ്റൂലേ? അപ്പോ ഈ ഞാൻ പറഞ്ഞ പോടിക്ക് ഡിഫറെന്റ് മീനിങ് ആണ് ആരെടുക്കുന്നത്? ആ പെൺകുട്ടി എടുക്കേണ്ടത്. കാര്യം എന്താന്ന് വെച്ചാല് ദൈവം ഉണ്ടാക്കിയ സമയത്ത് വിക്ക കാരണത്താലേക്കായിരുന്നു ആര് പറയേണ്ടത്? നമ്മളെ സച്ചിദാനന്ദൻ പറയുന്നത്. സച്ചിദാനന്ദൻ സാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ. ഞാൻ മൂപ്പരെ കൂടെ സെൽഫി ഒക്കെ എടുത്ത ആളാണ്. ശ്രദ്ധിക്കുക. ആർക്കോ ലൗച്ചിന്റെ കണ്ടുണ്ടല്ലോ, കൊളപ്പുറം ഷാഫി. ഓ എന്റെ മുസമ്മിൽ ഐ ലവ് യുടാ. ഇതൊന്ന് ഷെയർ ആക്കി ചങ്ങായ മുസമ്മിലെ. ആജറ എന്റെ അമ്മായി വേണോ? കുമ്പിടി ശ്രദ്ധിക്ക. കഴിയാനായിട്ടോ. നോക്കിക്കോ, നമ്മൾ ചാപ്റ്ററിനെ കുറിച്ചുള്ള പരിപാടി കഴിയാനായി. The poet ironically comments that God himself must have stammered when he created man. Hence different meaning for all the words we use. അതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കിന് വ്യത്യസ്ത അർത്ഥങ്ങൾ വരാനുള്ള കാര്യം. അത് നമ്മൾ കിട്ടി. Similarly, our prayers, നമ്മളെ പ്രാർത്ഥന പോലെ commands and poems are not able to express exactly what we want to express and become stammers. ഏതുപോലെ നമ്മളെ പ്രാർത്ഥനകളിൽ നമ്മളുടെ കമാൻഡുകളൊക്കെ ഉണ്ടാവില്ലേ, പോയംസ് ഉണ്ടാവില്ലേ, കവിതകളൊക്കെ are not able to express exactly what we want to express. നമ്മൾ എക്സാക്ട്ലി എന്താണോ പറയാൻ ആഗ്രഹിച്ചത് അതുപോലെ വരണം എന്നില്ല അല്ലെ. ആൻഡ് they become stammers. അത് പിന്നെ സ്റ്റാമർ ആയി മാറുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാട്ടോ, വട്ടയില പന്തലിട്ടു. നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? എന്നാ അത്ര വലിയ ഒരു പന്തലിട്ട് കൊണ്ടുവന്നാണ്, അത്ര വലിയ ഇലന്റേത്. അങ്ങനെ ഞാനൊരു കവിതയിൽ ചൊല്ലിട്ടോ, വട്ടയില പന്തലിട്ടു. ഞാൻ ഉദ്ദേശിച്ച ആകാശത്തിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ. ഇല്ല. വേറെ നോക്കുക, 1000 പാദസരങ്ങൾ കിലുങ്ങി, ആലുവ പുഴ പിന്നെയും ഒഴുകി. ഞാൻ ഇങ്ങനെ പാടിട്ടോ, 1000 പാദസരങ്ങൾ കിലുങ്ങി ആലുവ പുഴ അല്ലെ. ശ്രദ്ധിക്കുക, ഇങ്ങനെ ഞാൻ പാടി. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? ആലുവ പുഴന്റെ അടുത്ത് പോയി നിങ്ങൾ ഇങ്ങനെ കിളിക്കാന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ല, ആ പുഴയുടെ കളകളാറവ ശബ്ദത്തെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് കവി ഉദ്ദേശിച്ചത് അല്ലെ. ആട്ടുതൊട്ടിലിൽ നിന്നെ കിടത്തി ഉറക്കി മെല്ലെ എന്ന് പറഞ്ഞ പാട്ടില്ലേ, ഒരു കുട്ടീനെ അല്ലെ പാടുന്ന പോലെയും ഒരു പ്രകൃതിനെ ലള്ള ചെയ്യുന്ന പോലെയാണ് എന്ത് ചെയ്യുന്നത് കവി ഉദ്ദേശിച്ചത്. നമ്മൾ കുട്ടീനെ ആട്ടുന്നത് പോലെയാണ് എന്ത് ചെയ്യുന്നത് കാണുന്നത് കേട്ടോ. ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ മെസ്സേജ് ഡസ് ദ പോയിറ്റ് കൺവേ ത്രൂ ദ പോയം സ്റ്റാമർ? സ്റ്റാമറിലൂടെ കവി ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജ് എന്താണ്? അവിടെ കഴിഞ്ഞു കേട്ടോ. അടുത്ത ചാപ്റ്റർ റൈസിലേക്ക് ചാടുകയാണ്. In the poem Stammer, the poet may be expressing how having a stammer can feel like struggling to speak or share thoughts. It could convey the challenges and frustrations of communication.
urging understanding empathy for those facing such difficulties. അല്ലെ, ഇങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആളുകളോട് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഒരു എമ്പതി ഒരു സിമ്പതി ഒക്കെ തോന്നുന്നുണ്ട് അല്ലെ, അനുകമ്പൊക്കെ തോന്നുന്നുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു അസുഖമായിട്ട് എന്ത് ചെയ്യരുത്, ആരും കണക്കൂട്ടാണ്ടെന്നാൽ മതി. ഇതൊരു മോഡ് ഓഫ് ലാംഗ്വേജ് ആണെന്ന് മനസ്സിലാക്കിയാൽ മതി എന്ന് കേട്ടോ. ഗ്രാമർ പറഞ്ഞു തരൂല സൗരവേ, ഗ്രാമറിന്റെ ക്ലാസ് ഇന്ന് രാത്രിയാണെന്ന് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, ശ്രദ്ധിക്കാം. എല്ലാത്തിന്റെയും ഫോർമാറ്റ് പറയോ, അതാണ് ഇതിന് ശേഷമുള്ളത്. ആ ഫോർമാറ്റ് നടുവിൽ കുത്തിക്കയറ്റണമെങ്കിൽ ഈ ചാപ്റ്റർ അറിയേണ്ട ചെങ്ങൈമാരെ കേട്ടോ, ശ്രദ്ധിക്കുക. വാട്ട് ഈസ് ദ ഇമ്പാക്ട് വെൻ ദ ഹൗസ് ഹോൾഡ് ഫുഡ് ക്രോപ്സ് വർ റീപ്ലേസ്ഡ് ബൈ ദ കൊമേഴ്ഷ്യൽ ഫാമിംഗ്? അപ്പൊ കൊമേഴ്ഷ്യൽ ഫാമിംഗും അല്ലെ, വാങ്കാരി മത്തായിന്റെ ഈ ഒരു ചാപ്റ്റർ ആണിത്. വാങ്കാരി മത്തായിന്റെ ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു, ഒരാൾ പറഞ്ഞാണി? വാങ്കാരി മത്തായിന്റെ ചാപ്റ്ററിന്റെ പേരെന്താ? 252 ആൾക്കാരുണ്ടല്ലോ ഇങ്ങനെ പുകഴ്ത്തിക്കണേ, പറയും, ഒരാൾ പറയും. ഇങ്ങനൊരാള് സീനാണല്ലോ എന്നോ. അബ്ദുല്ലാദിലെ ഇപ്പൊ മനസ്സിലാക്കണുള്ളത് ഏതാണ് ഈ ചങ്ങായി? ആദിൽ കൃഷ്ണ റൈസോ? വാങ്കാരി മത്തായി റൈസ എഴുതിണ്ടേ? ആ വെരി ഗുഡ്. ഏതാണ് ഈ ചങ്ങായി ആദിൽ കൃഷ്ണ? ആഫിയ അന്റെ ഞാൻ കണ്ടുപിടിച്ച് ഡിലീറ്റ് ആക്കണം വേണ്ടട്ടാ, അന്റെ ഞാൻ കണ്ടുകണേ. വെരി ഗുഡ്. വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ് ആണ് കേട്ടോ, ശ്രദ്ധിക്കുക. What was the impact when the household food crops were replaced by the commercial farming? അല്ലെ, അവിടെ എന്ത് ചെയ്തു, പിന്നെ ഹൗസ് ഹോൾഡ് ഫുഡ് ക്രോപ്സ് ഇല്ലായിരുന്ന മരങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല, സോറി അല്ലെ, റീപ്ലേസ്ഡ് ബൈ ദി കൊമേഴ്ഷ്യൽ ഫാമിംഗ് ഉണ്ടായപ്പോൾ ഉണ്ടായ ഇമ്പാക്ട് എന്താന്നുള്ളത് നോക്കൂ. ഫോർ ഇറ്റ് ഡിസ്ട്രോയിഡ്, വേർഡ് പഠിച്ചോളൂ, ഇറ്റ് ഡിസ്ട്രോയിഡ് ദ ലോക്കൽ ബയോഡൈവേഴ്സിറ്റി. അത് ലോക്കൽ ബയോഡൈവേഴ്സിറ്റി നശിപ്പിച്ചു കേട്ടോ. ആൻഡ് ദ എബിലിറ്റി ഓഫ് ദി ഫോറസ്റ്റ് ടു കൺസർവ് വാട്ടർ. കാടിന് എന്തുണ്ടായിരുന്നു, വെള്ളം ഇങ്ങനെ സ്വരൂപിച്ചു വെക്കാനുള്ള ഒരു ശക്തി ഉണ്ടായിരുന്നു, അതൊന്നായിട്ട് ഇല്ലാണ്ടായി. ദ റൂറൽ പോപ്പുലേഷൻ ലാക്ക്ഡ് ഫയർവുഡ്. അല്ലെ, റൂറൽ ഗ്രാമങ്ങളിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യില്ല, ഫയർവുഡ്, തീ കത്തിക്കാനുള്ള വിറക് കിട്ടാണ്ടായി. ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ, നല്ല വെള്ളം കിട്ടാണ്ടായി. ബാലൻസ്ഡ് ഡയറ്റ് അല്ലെ, നല്ല ഭക്ഷണം കിട്ടാണ്ടായി. ഷെൽട്ടർ ആൻഡ് ഇൻകം, ഓൽക്കുള്ള വരുമാനം, കുടിലൊന്നും എല്ലാം ഇല്ലാണ്ടായി മാറി. അടുത്ത നോക്കിക്കോളൂ. വാട്ട് അക്കോർഡിംഗ് ടു വാങ്കാരി മത്തായി ഇസ് ദ പ്രൈമറി റോൾ ഓഫ് വിമൻ ഓഫ് ആഫ്രിക്ക? ആഫ്രിക്ക അല്ലെങ്കിൽ കെനിയയിലുള്ള സ്ത്രീകളുടെ പ്രൈമറി റോൾ എന്താണെന്ന് വെച്ചാൽ നോക്കുമ്പോള്, ദ പ്രൈമറി റോൾ ഓഫ് വിമൻ ആഫ്രിക്ക ഈസ് ടേക്കിംഗ് കെയർ ഓഫ് ദെയർ ഫാമിലി. ഓരാണ് ഓരോ ഫാമിലിനെ നോക്കിയിരുന്നത്. മാത്രല്ല, they till the land and feed the families. തന്റെ ഫാമിലിനെ എന്ത് ചെയ്യുന്നത്, തീറ്റി പോറ്റിയിരുന്ന കാരനെയാണ് പറ ഈ കെനിയയിലുള്ള സ്ത്രീകളാണ് കേട്ടോ. അടുത്ത നോക്കിക്കോളൂ. why did the African women fail to meet their basic need? തങ്ങളുടെ ബേസിക് നീഡ് എന്തുകൊണ്ട് ആഫ്രിക്കൻ വിമന് why did the African women പരാജയപ്പെടാനുള്ള കാര്യം എന്താണ്? ബേസിക് നീഡ് മീറ്റ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. അതിന്റെ കാരണം എന്താണ്? ആഫ്രിക്കൻ വിമൻ ഫെയിൽ ടു മീറ്റ് ദെയർ ബേസിക് നീഡ് ബിക്കോസ് ഓഫ് ഡിഗ്രഡേഷൻ ഓഫ് ദെയർ ഇമ്മീഡിയറ്റ്, അവരുടെ തൊട്ടടുത്തുള്ള പ്രകൃതി ഒന്നായിട്ട് ഇല്ലാണ്ടായി. ആൻഡ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ഫാമിംഗ്. ഓരോരുത്തരുന്ന ഈ ഫുഡ് ക്രോപ്സ് ഒക്കെ ഇല്ലാണ്ടായി കണ്ടു, ക്യാഷ് ക്രോപ്സ് ആണ് വരാൻ തുടങ്ങിട്ടോ. കൊമേഴ്ഷ്യൽ ഫാമിംഗ് റീപ്ലേസിംഗ് ദ ഗ്രോവിംഗ് ഹൗസ് ഹോൾഡ് ക്രോപ്സ്. അല്ലെ, അവിടെ എന്താണ്, ഹൗസ് ഹോൾഡ് ക്രോപ്സിന് റീപ്ലേസ് ചെയ്തുകൊണ്ട് വലിയ വലിയ കൊമേഴ്ഷ്യൽ ഫാമിംഗ് വന്നു തുടങ്ങി. ഇന്റർനാഷണൽ ട്രേഡ് കൺട്രോൾഡ് ദ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഫാമേഴ്സ്. അല്ലെ, പ്രൊഡ്യൂസ് പ്രൈസസ് ബൈ ദി ഫാമേഴ്സ്. എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റർനാഷണൽ ട്രേഡേഴ്സ് ഉണ്ടാവില്ലേ, വലിയ വലിയ ട്രേഡേഴ്സ് ഉണ്ടാവില്ലേ, ഓരെന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. എന്ത് പ്രൊഡ്യൂസ് പ്രൈസ്, ഇതിന്റെ സാധനത്തിന്റെ പ്രൈസ് ഉണ്ടാവില്ല, കൺട്രോൾ ചെയ്യുന്ന ഇന്റർനാഷണൽ ട്രേഡേഴ്സ് ആണ് ഫാമേഴ്സിന്റെ അടുത്ത്. സോ ദേ കുഡ് നോട്ട് ഗെറ്റ് എ റീസണബിൾ ആൻഡ് ജസ്റ്റ് ഇൻകം. അതായത് അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് ചെയ്യുന്നില്ല, വേണ്ടത്ര ഇൻകം ചെയ്യുന്നില്ല, അവിടെയുള്ള ആളുകൾക്ക് കിട്ടുന്നില്ല, സ്ത്രീകൾക്ക് കിട്ടുന്നില്ല കേട്ടോ. അടുത്തത്, വാട്ട് അക്കോർഡിംഗ് ടു വാങ്കാരി മത്തായി ഈസ് ദ ചാലഞ്ച് ഓഫ് അവർ ജനറേഷൻ. വേർഡ് പഠിച്ചു വെച്ചോളൂ കേട്ടോ. നമ്മുടെ ജനറേഷന്റെ വെല്ലുവിളി എന്താണെന്ന് നോക്കിക്കോളൂ നിങ്ങള്. അക്കോർഡിംഗ് ടു വാങ്കാരി മത്തായി, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. ഇമ്പോർട്ടന്റ്, ഐ റിപ്പീറ്റ്, ഇമ്പോർട്ടന്റ്, ഐ റിപ്പീറ്റ്, ഇമ്പോർട്ടന്റ്. എല്ലാവരും കാണുന്നുണ്ട് ആ ഇമ്പോർട്ടന്റ് കണ്ടുകണങ്ങളെ. ഇമ്പോർട്ടന്റ് ശ്രദ്ധിച്ചോളൂ. അക്കോർഡിംഗ് ടു വാങ്കാരി മത്തായി, ദ ചലഞ്ച് ഓഫ് അവർ ജനറേഷൻ ഈസ് restoring the beauty and wonder of the world by conserving our environment. നമ്മളെ എൻവയോൺമെന്റ് വീണ്ടും തിരിച്ചു കൊണ്ട് റീസ്റ്റോർ ചെയ്യലാണ് ഒരു ഡ്യൂട്ടി. ആൻഡ് ഫോസ്റ്റേർഡ് ബൈ ഡെമോക്രസി ആൻഡ് ഫ്രറ്റേണിറ്റി. ഡെമോക്രസിയിലൂടെയും ഫ്രറ്റേണിറ്റിയിലൂടെയും നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ഈ ഒരു പ്രകൃതിനെ എന്ത് ചെയ്യുക, തിരിച്ചു കൊണ്ടുവരിക. അതാണ് നമ്മുടെ ചലഞ്ച് എന്ന് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഗീവ് ദെയർ ഹോം ടാഡ്പോൾസ് ദെയർ ഹോം ബാക്ക്, നമ്മൾ പഠിച്ചിട്ടുണ്ടാവും കേട്ടോ. ഗീവ് ടാഡ്പോൾസ് ആട്ടോ.
ഗീവ് ടാഡ്പോൾസ്. നമ്മൾ എന്ത് ചെയ്യണം? ടാഡ്പോൾസ് എന്നൊക്കെ വെച്ചാൽ എന്താണ് അർത്ഥം? തവളാപ്പട്ടലുകളല്ലേ? ഗിവ് ടാഡ്പോൾസ് ദെയർ ഹോം ബാക്ക്. അവരുടെ വീട് എന്ത് ചെയ്യുക? തിരിച്ചു കൊടുക്കട്ടെ. ദെയർ ഹോം ബാക്ക് എന്ന് പറഞ്ഞു വെച്ചാൽ പ്രകൃതിയെ സംരക്ഷിക്കാന്ന് അതിന്റെ അർത്ഥം കേട്ടോ. എത്രയേ ഉള്ളൂ. ഗീവ് ടാഡ്പോൾസ് ദെയർ ഹോം ബാക്ക് എന്ന് പറയുന്ന ഒരു പോയിന്റ് എഴുതി വെച്ചാലും മതി. അടുത്തത് വീണ്ടും when a sapling is planted എന്ന് ചോദിച്ച ചോദ്യങ്ങളാട്ടോ. കേരള മാർച്ച് 2019 നിങ്ങളെ പബ്ലിക് എക്സാമിന്റെ ചോദ്യമാണിത്. പബ്ലിക് 2019 ലേറ്റർ ദേ ബിക്കേം അവെയർ ഓഫ് ദി വൈ ഡസ് ദ സ്പീക്കർ റെഫർ ടു ആസ് ദേ. ഇവിടെ ദേ കൊണ്ട് ഉദ്ദേശിച്ച ആരാണ്? അവർക്ക് ദ വിമൻ ഓഫ് കെനിയ എന്നോ അല്ലെങ്കിൽ ആഫ്രിക്ക എന്നോ ആഫ്രിക്കൻ വിമൻ എന്നോ പീപ്പിൾ ഓഫ് കെനിയ എന്നോ വിമൻ എന്നോ എന്ത് എഴുതിയേക്കാൻ പറ്റൂട്ടോ. അടുത്തത് വാട്ട് വാസ് ദ മെയിൻ റീസൺ ഫോർ ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദി എക്കോസിസ്റ്റം. എക്കോസിസ്റ്റം തകരാനുള്ള മെയിൻ കാരണം എന്താണ് എന്നുള്ളത്. ഡീഫോറസ്ട്രേഷൻ. ഒന്നിൽ ഡീഫോറസ്ട്രേഷൻ ആണ്, അല്ലെങ്കിൽ കട്ടിംഗ് ഡൗൺ ഓഫ് ദി ട്രീ, മരം കട്ട് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ ഓഫ് ദി ഫോറസ്റ്റ്, കാട് നശിപ്പിച്ച കാരണത്താലാണ്. അടുത്തത് വിച്ച് വേർഡ് ഫ്രം ദ ഓപ്ഷൻ ഗിവൺ ക്യാൻ ബെസ്റ്റ് റീപ്ലേസ്ഡ് ബൈ ദ വേർഡ് എക്സ്ക്രൂഷിയേറ്റിംഗ് എന്ന് പറയുന്ന ഒരു വേർഡ് പറയുന്നുണ്ട്. അതിന് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വേർഡ് ഏതാണെന്നുള്ളത് ഒറ്റ മാർക്കിലാണ് കേട്ടോ. എന്റർടൈനിങ് ഉണ്ട്, പ്രോഗ്രസിംഗ് ഉണ്ട്, അഗോനിഷിംഗ് ഉണ്ട്, പിന്നെ അഗോനിഷ്. ഈ മൂന്നിടത്ത് ഏതാണെന്ന് ഉത്തരം കേട്ടുള്ളൂ. അഗനൈസിംഗ് ആട്ടോ. അഗനൈസിംഗ് അർത്ഥം എന്താ അറിയോ? വേദനിപ്പിക്കുന്ന അർത്ഥം കേട്ടോ. എക്സ്ക്രൂഷിയേറ്റിംഗ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? വേദനിപ്പിക്കുന്ന. എന്റർടൈനിങ് എന്ന് പറഞ്ഞാൽ സന്തോഷിപ്പിക്കല്ലേ, പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ ഉയർത്തല്ലേ, പിന്നെ എക്സ്ക്രൂഷിയേറ്റിംഗ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ അല്ലെ? വേദനിപ്പിക്കാന്ന് പറയുന്ന അർത്ഥം. അപ്പൊ അഗനൈസിംഗ് എന്ന് പറയുന്ന അർത്ഥം കേട്ടോ. ഈ രണ്ടെണ്ണം ഒരു ഹാപ്പി അർത്ഥം കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ ഇത് സാഡ് അർത്ഥം മനസ്സിലാക്കിയാൽ മതി. അടുത്തത് ഇതെന്താ ഈ ചാപ്റ്റർ തീരാത്തത്? യെസ്, ചാപ്റ്റർ ഇതോടുകൂടി. Wangari Maathai says women are often first to become aware of the environmental damage. Do you agree with this opinion? Substantiate your answer. Yes, I agree with Wangari Maathai. അതെ, ഞാൻ Wangari Maathai അഗ്രി ചെയ്യുന്നുണ്ട്. Women often have close connection to the environment. സ്ത്രീകൾക്ക് എൻവയോൺമെന്റ് ക്ലോസ് കണക്ഷൻ ഉണ്ട്. കാണുന്നില്ലേ ഇർഫോ? കാണുന്നില്ലേ? ഒരു ക്ലോസ് കണക്ഷൻ ഉണ്ട് കേട്ടോ. നെയിം സാർ എവിടെയാണ്? നെയിം സാറേ, നെയിം സാർ നിസ്കരിക്കാൻ പോയതാവും അല്ലെ? നിസ്കരിക്കാൻ പോയതാ കേട്ടോ. ഓക്കെ, 1K ലൈക്കോ നമ്മൾ ഇതിനോ? 265 ആൾക്കാർ വാച്ചിങ് ഉള്ളൂ. നിങ്ങൾ ആ 15K എത്തിച്ചേരോ? മറ്റേ ചാനല് ഒരു 15K നിങ്ങൾ എത്തിച്ചേരൂ. സാപ്പി സാർ അടിപൊളി. മുസമ്മിലെ ആ ടൈപ്പ് ചെയ്യണത് സംഗതി ഇതിന്റെ പൊക്കുണ്ട്, നല്ല ഇഷ്ടം കഴിക്കണം. എന്നാലും പക്ഷെ എന്താ അറിയോ, ഇത് പഠിക്കണ്ട. 1K ലൈക്കൊക്കെ ആയിട്ടോ, പൊളിയാട്ടോ, വേറെ ലെവല്. നോക്ക് നിങ്ങള്. അടുത്ത് women often have a close connection to the environment. നോക്കൂ, relying on it for their families well-being. They are attentive to change, making the first notice and respond to the environmental damage, showcasing their crucial role in conservation. അല്ലെ, അവരാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്? ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? പ്രകൃതിയിൽ എന്തെങ്കിലും പ്രശ്നമായാലും അറിയുന്നത്. കാര്യം എന്താന്ന് വെച്ചാല് അവരാണ് എന്ത് ചെയ്യുന്നത്? അവരുടെ ഫാമിലിനെ എന്ത് ചെയ്യുന്നത്? ഫീഡ് ചെയ്യുന്നത്. സോ പ്രകൃതിനെ എന്തെങ്കിലും അഫക്ട് ചെയ്താൽ അവർക്ക് വേണ്ട ഫയർവുഡ് ഒന്നും കിട്ടൂല. സോ അത് അവരുടെ ഫാമിലി എന്തെയും ഭയങ്കരമായിട്ട് ബാധിക്കും എന്ന് പറയാം കേട്ടോ. അടുത്തത് ചാപ്റ്റർ നമുക്ക് അറിയാൻ പറ്റും. ഏതാണ്? മൈ ഫാദർ സേസ് വിത്തൗട്ട് ഒബ്വിയസ് പ്രൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏതാ ചാപ്റ്റർ. നിങ്ങൾ പറഞ്ഞാണ് ഈ ചാപ്റ്റർ പറഞ്ഞാൽ നിങ്ങൾ ഏതാ ചാപ്റ്റർ എന്നൊന്ന് പറഞ്ഞാൽ. ഇതങ്ങനെ തെറ്റിച്ച് ചവിട്ടിയാ എല്ലാം വെള്ളാക്കൂട്ടാ. ചാർജ് ഇല്ല സാറിന്. ഏതാ ചാർജ് ഇല്ലാത്ത? ഈ ചാർജ് ഇല്ലേ? നസീറ, സംസുദ്ദീൻ, താങ്ക് യു. റൈസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അടിപൊളി. നെയിം സാറിനെ ചോദിച്ച കുട്ടികളെ, നെയിം സാർ ഇതാ വന്നിരിക്കുന്നു റൈസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട്. ഞാൻ ഇവിടെ കയറി ഇരുന്നാലോ 2 മിനിറ്റ്? മക്കളെ നോക്കിക്കോടാ, കുമ്പടി എക്സാമിന് നമ്മുടെ സ്ഥിരം ചോദിച്ച ഒരു പാറ്റേൺ ചോദ്യമാണ്. 2 മാർക്കിന് ചോദിച്ച ചോദ്യമാണ് റൈസ് എന്ന് പറയുന്ന ഫോം. നോക്കിക്കോ മക്കളെ. ക്വസ്റ്റ്യൻ ഇവിടെ ക്വസ്റ്റ്യൻ ചുമ്മാ പറഞ്ഞാണല്ലേ. ഓക്കെ, നോക്കോടാ, ഇത് ഏത് പോയം എടുത്ത സാറൊന്ന് മാരയില് കാണാൻ പറ്റും. ഏത് പോയം എടുത്ത വരികളാ മക്കളെ? ഈ സ്റ്റാൻസ് ഏത് പോയം എടുത്ത? മൈ ഫാദേഴ്സ് സൈസ് റൈസ് എന്ന് പറഞ്ഞു. ഓക്കെ, നോക്കൂ. സൺ, വി ഹാവ് സ്റ്റോപ്ഡ് വർക്കിംഗ് ഓൺ ഓൾ റൈസ്. അല്ലേ, it was quite inconvenient. The farmers gained nothing. Only fools turn to rice farming for gain. This is a better money. What good times. The government gives rice to those who don't paddy field. ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഈ ഒരു ചോദ്യം നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് നോക്കൂ, അതിന്റെ ഉത്തരം നോക്കൂ. വൈ ഡിഡ് ഫാദർ, എന്തുകൊണ്ടാണ് ഫാദർ എന്ത് ചെയ്തത്? റൈസ് നിർത്തിയത് അല്ലെങ്കിൽ കൃഷി നിർത്തിയത്? നോക്കൂ, വൈ ഡിഡ് ഫാദർ സ്റ്റോപ്പ്
walking on all rice. എന്താ മക്കളെ കാരണം എന്താണ്? ഫാദർ സ്റ്റോപ്ഡ് walking all rice because അല്ലെങ്കിൽ എന്താ ചെയ്യാ all the rice as it was quite inconvenient and father gained nothing. അതുകൊണ്ടാണ് ഫാദർ എന്ത് ചെയ്തത്? എന്ത് ചെയ്യാൻ കാരണം മക്കളെ? റൈസ് പണി നിർത്തിയത്, അതായത് നെല്ലുണ്ടാക്കൽ നിർത്തിയത്. അപ്പൊ ഫാദറിന് ഒന്നും കിട്ടുന്നില്ല, വളരെ തുച്ഛമായ വരുമാനമേ ഉള്ളൂ. അതുകൊണ്ട് ഒന്നും കിട്ടാതെ കൊണ്ട് ഫാദർ പണി നിർത്തി. What is the better money mentioned in the stanza? എന്താ മക്കളെ ഈ ആ സ്റ്റാൻസയിൽ എന്താണ് പണം ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ല പരിപാടി അല്ലെ? നോക്കൂ, better money refer to cash crops അല്ലെങ്കിൽ റബ്ബർ, അരക്നാട്ട് എക്സെട്ര, അല്ലെങ്കിൽ റബ്ബർ പ്ലാന്റേഷൻ. നമ്മൾ കേരളം ഒരു കാലത്ത് മക്കളെ ഒരു കാലം കേരളം ഏറ്റവും അധികം നെല്ല് ഉൽപ്പാദിപ്പിച്ച ഒരു നാട് കേരളമായിരുന്നു. ഇപ്പം ഏറ്റവും അധികം റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനം കേരളമാണ്. സോ അങ്ങനെ മാറിയപ്പോൾ ഉണ്ടായ ഒരു നൊസ്റ്റാലജിയാണ് മക്കളെ ഈ പോയിട്ടിലുണ്ടായ എക്സ്പീരിയൻസ് ആണ്. ഇനിയോ റൈറ്റ് ടു സജഷൻ ടു പ്രൊമോട്ട് റൈസ് ഫാമിംഗ്. വളരെ ഇമ്പോർട്ടന്റ് ആയി ഒരിക്കൽ ചോദ്യം മക്കൾ. റൈറ്റ് ടു സജഷൻ ടു പ്രൊമോട്ട് റൈസ് ഫാമിംഗ്. റൈസ് ഫാമിങ്ങിന് വേണ്ടി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ 2 സജഷൻ, അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന 2 സജഷൻ നിങ്ങളോട് എഴുതാൻ വേണ്ടി പറയാണ്. റൈസ് ഉണ്ടാക്കുന്നതിന് 2 സജഷൻ മക്കൾ. ഒന്നെന്താണ്? ഇൻട്രൊഡ്യൂസ് മോർ സബ്സിഡീസ് അല്ലെ? ഒരുപാട് നല്ല സബ്സിഡീസ് എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്യുക. ഇൻട്രൊഡ്യൂസ് മോർ സബ്സിഡീസ് ഫോർ റൈസ് ഫാമിംഗ്. Introducing more subsidies for rice farming. Launch a new collection of centers to directly operate by the government. Yes, വളരെ ഇമ്പോർട്ടന്റ് ആയ 2 കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ് കേട്ടോ. പോട്ടെ. Then pick out an instance of the satire in the poem. ഈ കവിതയിൽ അല്ലെങ്കിൽ ആ വരിയിലെ satire എന്താണ് മക്കളെ? ആ കവിത തന്നെ ഒരു satire ആണ്. നിങ്ങൾ കാണും, നമ്മളൊരു ബ്ലോഗ് എന്നുള്ള ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി റൈസിനെ കുറിച്ച് പറയുന്ന ഒരു ബ്ലോഗ് ഉണ്ട്. നിങ്ങൾ കയറി കണ്ടാകാം. എന്താ സാറ്റർ? സാറ്റർ മീൻസ് പരിഹസിക്കുക, പരിഹാസം അല്ലെ? Then this is a better money. അതാണ് മക്കളെ ഇതിലെന്ത് ഒരു സാറ്റയർ. What a good time. Then government gives rice those who don't have a paddy field. ഈ കാണുന്നതൊക്കെ ആ വരിയിൽ എന്താണ് മക്കളെ? ഇതെല്ലാം എന്താണ് ആ വരിയിൽ? എന്താടാ പറ. എന്താണ്? സറ്റയർ ആണ് ആ കവിതയിലെ പ്രധാനപ്പെട്ട സറ്റയർ ആണ്. നെക്സ്റ്റ്, only fools turn to rice farming for gain. Elaborate the idea contained in this line. ആ വരിയിലെ എന്താണ് ഐഡിയ നിങ്ങളോട് എന്ത് ചെയ്യാനേ വിശദീകരിക്കാൻ. ഏത് വരിയിലെ മക്കളെ? ഓൺലി മണ്ടന്മാര് മാത്രമാണ് തിരിയുന്നത് എങ്ങോട്ടേക്ക് മക്കളെ? റൈസ് ഫാമിങ്ങിലോട്ട്. നോക്കൂ, അക്കോർഡിംഗ് ദ പോയറ്റിന്റെ ഫാദറിന്റെ അഭിപ്രായത്തിൽ only foolish people turn to rice farming because it was not profitable as cash crops അല്ലെ? cash crops, റബ്ബർ ഉണ്ടാക്കിയ നല്ല ക്യാഷ് കിട്ടും ആ കാലത്തും ഇക്കാലത്തും. Then also the government gave rice those who had no paddy field. നെൽകൃഷി ഇല്ലാത്തവന് ഗവൺമെന്റ് എന്ത് കൊടുക്കുന്നത് മക്കളെ? പാഡി ഫീൽഡ് ഇല്ലാത്തവന് കൊടുക്കുന്നത് റേഷൻ കട വഴി എന്ത് ചെയ്യുന്നുണ്ട്? അരി കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതിൽ ഷിപ്പ് ഓഫ് ദ സ്കൈ എന്ന് പറഞ്ഞൊരു വാക്കില്ല, ഷിപ്പ് ഓഫ് ദ സ്കൈ. അതിന്റെ മീനിങ് ചോദിച്ചാൽ ചാടിക്കേറി എഴുതിക്കോ. ഷിപ്പ് ഓഫ് ദ സ്കൈ മീനിങ് എയറോപ്ലെയിൻ, ഫ്ലൈറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതി വെക്കുക. ഷിപ്പ് ഓഫ് ദ സ്കൈ എന്നുള്ള വാക്കിന്റെ മീനിങ് നമ്മോട് ചോദിച്ചാൽ അതും എന്താ? അതേപോലെ തന്നെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാമറിംഗ് ഫോർ ഗെയിൻ അല്ലെ? ഒരുപാട് ധാന്യങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് ക്ലാമർ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് സെന്ററിനോട്. അതൊക്കെ അതിലെന്താണ്? പ്രധാനപ്പെട്ട സറ്റയറായ വരികളാണ്. അവസാനമായിട്ട് കവി ചോദിക്കുന്നുണ്ട്, എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ടോയ് ഉണ്ടാക്കാൻ വേണ്ടി ഹസ്ക് തരുമോ എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കവി എന്ത് ചെയ്യുന്നുണ്ട്? ചോദിക്കുന്നുണ്ട്. സോ അതൊക്കെ അതിലെന്താണ്? സറ്റയർസ് ആണ്. ഓർത്തു വെച്ചോ. നെക്സ്റ്റ്, യെസ്, ആ ചോദ്യം അവിടെ കിടക്കുന്ന മക്കളെ. യെസ്, വെരി ഗുഡ് സാറേ, വെരി ഗുഡ്. Question number 6 to 8. Read the following, read the lines of the poem, rise and answer the question അല്ലെ? അതായത് ലൈൻസ് കിടക്കുന്നു, അതിനെന്ത് ചെയ്യുന്നു? പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ത് ചെയ്യുക? വായിച്ചു നോക്കൂ. Above as, അതിലുപരി ഷിപ്പ് ഓഫ് ദ സ്കൈ roar the northwards, drawing my brother's sound, cry to chief minister of the light, and arrow to center to demand. അല്ലെങ്കിൽ to demand കേട്ടോ. ക്ലാമർ എന്ന വാക്കിന്റെ അർത്ഥം ഡിമാൻഡ് എന്നാണ്, ആവശ്യപ്പെടുക എന്നാണ് കേട്ടോ. Then for more grains. ഒരു കുട്ടി മെസ്സേജ് അയച്ചിരുന്നു, നെയിം സാർ ക്ലാസ് എടുക്കുന്നത് TV കാണുന്നത് വേറെ ലെവൽ കേട്ടോ. ഞാൻ ഇത്രയും നേരം ക്ലാസ് എടുത്ത് കണ്ടിട്ടില്ലേ? നെയിം സാർ now flying high and above the cash crops. Now government going talk to trees since. മക്കളെ ഈ വരി വായിച്ചു നോക്കുക, നല്ലപോലെ വായിച്ചു നോക്കുക. ഇങ്ങനെയാണ് കവിതയിൽ ചോദ്യങ്ങൾ വരാറുള്ളത്. സോ നിങ്ങൾ ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what does
ഷിപ്പ് ഓഫ് ദ സ്കൈ റെപ്രസെന്റ്? നേരത്തെ പറഞ്ഞു അല്ലെ, എന്താണ് ഷിപ്പ് ഓഫ് ദ സ്കൈ റെപ്രസെന്റ്? നോക്കൂ സാർ, യെസ്, പ്ലെയിൻ അല്ലെ, പ്ലെയിൻ ഫ്ലൈ ടു ഓവർ ദ റബ്ബർ പ്ലാനറ്റ്. ഓക്കെ, ഷിപ്പ് ഓഫ് ദ സ്കൈ ഉദ്ദേശം മക്കളെ ആ വേർഡ് മീനിങ് അർത്ഥം എത്ര മാത്രം മക്കളെ? പ്ലെയിൻ അല്ലെ, എന്താണ് നമ്മളെ വിമാനം എന്ന അർത്ഥം കേട്ടോ. നെക്സ്റ്റ് വൺ മക്കളെ എന്താണ്? Then what who brothers whose brother is mentioned in the second line of the given stanza? ആരാണ് മക്കളെ അതിൽ സൂചിപ്പിച്ചിരിക്കുന്ന ആരുടെ ബ്രദറിനെ അല്ലെ? whose brother സാറേ, whose brother is mentioned? ആരുടെ ബ്രദേഴ്സിനെ മക്കളെ? പോയറ്റിന്റെ ബ്രദേഴ്സിനെ. പോയറ്റ്സ് എന്താണ് ബ്രദർ എന്നെന്ത് ചെയ്യുക? ആൻസർ കൊടുക്കുക. നെക്സ്റ്റ്, ബ്രിങ് ഔട്ട് ദ സാറ്റയർ. കണ്ട, ഈ എപ്പോഴും ഈ കവിതയിൽ നിന്ന് ഒരു ചോദ്യം വരുമ്പോ ഈ ഒരു വാക്ക് ഉണ്ടാവൂടാ. ബ്രിങ് ഔട്ട് എടുത്ത് എഴുതണം മക്കളെ. സാറ്ററിക്കൽ എലമെന്റ് ഇൻ ദ ഗിവൻ ലൈൻസ്. അതിലെ ഗിവൻ ലൈൻസ് ഒക്കെ സാറ്ററിക്കൽ എലമെന്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞത് മക്കളെ, നിങ്ങൾ എന്ത് ചെയ്തോളൂ? യെസ്, അതിലെ സാറ്ററിക്കൽ എലമെന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതിയെടുക്കുക. ഇതൊക്കെ മക്കളെ അതിലെ സാറ്ററിക്കൽ എലമെന്റ്സ് ആട്ടോ. ഗവൺമെന്റിനോട് എന്ത് ചെയ്യുന്നത്? ഗവൺമെന്റ് എന്ത് ചെയ്യണം? സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യാണ്? ബെഗ് ചെയ്യാണ് അതിന് വേണ്ടിയിട്ട്, അസ്കിന് വേണ്ടി, അരിക്ക് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നത്? പ്രധാനപ്പെട്ട എന്താണ്? യെസ്, സാറ്റയർ ആണ്. നോക്കൂ, അടുത്ത ആ പോമിലെ അടുത്തൊരു ക്വസ്റ്റ്യൻ മക്കൾ നോക്കിക്കോ. റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോം, റൈസ് ആൻസർ ദ ക്വസ്റ്റ്യൻ അല്ലെ. ക്വസ്റ്റ്യൻസ് നോക്കൂ. മൈ ഫാദർ സേസ് വാസ് ഒബ്വിയസ്ലി പ്രൈഡ് സൺ വി ഹാവ് സ്റ്റോപ്ഡ് വർക്കിംഗ് ഓൺ ദ. സാർ നമ്മൾ ഒരിക്കൽ പറഞ്ഞല്ലോ മക്കളെ, സാർ ഒരിക്കൽ പറഞ്ഞ ചോദ്യം തന്നെയല്ലേ. അപ്പൊ മക്കൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ മക്കളെ. ഈ ചോദ്യം കണ്ടേക്കും മക്കളെ. ആൻസർ എന്ത് ചെയ്തോളൂ? കണ്ടേക്കൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ നോട്ട് നമ്മളെ കമ്മ്യൂണിറ്റിയിൽ എന്ത് ചെയ്യാം? ജോയിൻ ചെയ്താൽ കിട്ടും എന്നാണ് വീണ്ടും പറയാനുള്ളത്. നെക്സ്റ്റ് വൺ, ബ്രിങ് ഔട്ട് ദിസ്. കണ്ടോ മക്കളെ? ബ്രിങ് ഔട്ട് ദ സാറ്ററിക്കൽ എലമെന്റ്. കണ്ട, എപ്പോ ചോദ്യം ചോദിക്കുമ്പോ ഈ ഒരു വാക്ക് ഇങ്ങനെ കടന്ന് കളിക്കുന്നുണ്ടാവും മക്കളെ ഈ ചോദ്യത്തിൽ. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഇത്. മാത്യു എന്ന് പറഞ്ഞൊരു ചെക്കനുണ്ട്. മാത്യുവിന് എന്താ ഡൗട്ട് ഉള്ളതെന്ന് ചോദിക്കണം മുത്തേ. എന്റെ ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. പാവാണ് മാത്യു മോനെ, പറടാ മുത്തേ, ചക്രമുത്തേ. ഷാഫി സാർ ക്ലാസ് എടുത്തത് ഞാൻ തിയേറ്ററിലാണ് കണ്ടത്. അത് മക്കളെ ക്വസ്റ്റ്യൻ കാണണ്ട, നമ്മള് സമയം കളയുന്നില്ല, ഒട്ടും സമയം കളയുന്നില്ല. സാറേ, ഓ ട്രെയിൻ, വിൽ യു റൺ എ ലിറ്റിൽ ഫാസ്റ്റർ? ട്രെയിൻ ഒന്ന് വേഗത്തിൽ ഓടൂ. ആരാ പറയുന്നത്? ഇതിപ്പോ ഞാൻ പറഞ്ഞ മാതിരിയാണ്. വള്ളം എന്റെ വയറ് നിറയുന്നവരെ തിന്നാൻ പറ്റട്ടെ. കവിന്റെ പേരെന്താണ്? മാറിപ്പോയി മക്കളെ. കവിന്റെ പേര് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത ആളെ ചുമ്മാ ചോദിക്കാണ്, ആരെയും വായിച്ചിട്ട് പറയാൻ വേണ്ടിട്ടാ. അയ്യപ്പ പണിക്കരല്ലേ? യെസ്, ഓക്കെ സാർ. അപ്പൊ ഇതാണ് മക്കളെ. നോക്കൂ, വാട്ട് ഡസ് ദ പോയിറ്റ് വാണ്ട് ടു ഈറ്റ്? എന്താ പോയിറ്റിനെ ഈറ്റ് ചെയ്യേണ്ടത്? എന്താ മക്കളെ? പോയിറ്റ് വാണ്ട് ടു ഈറ്റ് മദേഴ്സ് വെൽ കുക്ക്ഡ് അല്ലെ, വെൽ കുക്ക്ഡ് റൈസ് അല്ലെ. കവിക്ക് വേണ്ടത് എന്താണ്? വെൽ കുക്ക്ഡ് ചെയ്ത, നല്ലപോലെ കുക്ക് ചെയ്ത റൈസ് ഉണ്ട്. അത്തിക്കര റൈസ് അല്ലെ, ആ നാട്ടിലെ ഒരു പ്രാദേശിക റൈസ്. അത് തിന്നാൻ കവിക്ക് ഭയങ്കര ആവേശമാണ്, ഭയങ്കര ആർത്തിയാണ്. അതൊക്കെ ഒരുപാട് കാലം നോർത്ത് ഇന്ത്യ നിന്നിട്ട് വരെ നമുക്കറിയാലോ. ഒന്നും പറയുന്നില്ല. അപ്പൊ എന്താണ്? കവിക്ക് വെൽ കുക്ക്ഡ് റൈസ് കഴിക്കണം എന്ത് ചെയ്യുക? എഴുതി വെക്കുക. ആൻസർ 1 മാർക്ക് കിട്ടിയടാ. ഓക്കെ, നോക്കൂ മക്കളെ. യെസ്, വീണ്ടും എന്ത് ചെയ്ത് അതേ ചോദ്യം വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഡിസ്കസ് ചെയ്യുന്നില്ല. വേഗം പറഞ്ഞിട്ട് പോകാം മക്കളെ. ചോദ്യം കണ്ടോളൂ മക്കളെ. ഇവിടെ ചോദ്യം, ക്യാൻ യു ഗിവ് 2 സജഷൻ റിവൈവ് ദ പാഡി കൾട്ടിവേഷൻ? നമുക്ക് 2 സജഷൻ വീണ്ടും നിങ്ങളോട് 2 സജഷൻസ് പറയുകയാണ് അതിനെ കുറിച്ച്. ഓക്കെ, യെസ്, നമുക്ക് ദ പാഡി കൾട്ടിവേഷൻ ഷുഡ് ബി, നമ്മൾ നേരത്തെ ആൻസർ സബ്സിഡീസ് കൊടുക്കണം. ആർക്ക്? ഫാമേഴ്സിനെ പാഡി കൾട്ടിവേറ്റ് ചെയ്യുന്ന കർഷകന്. പിന്നെ അതേപോലെ തന്നെ എന്താണ് മക്കളെ? ഇൻസെന്റീവ്സ് കൊടുക്കണം അല്ലെ. എൻഗേജ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. അവർക്ക് എന്ത് ചെയ്യണം? നമ്മളെ ഇപ്പൊ നമുക്ക് രാജ്യത്ത് കർഷക സമരം നടക്കില്ല. കർഷകർക്ക് ഇൻസെന്റീവ് കൊടുക്കാത്തതുകൊണ്ട് കർഷകർ സമരം ചെയ്യുന്നു. നമുക്കറിയാം, മമ്മൂട്ടി പറഞ്ഞ ഡയലോഗ് ഉണ്ട്. മമ്മൂട്ടി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഡയലോഗ് ഉണ്ട്. നമ്മളൊക്കെ ചോറിൽ കൈ വെക്കുന്നുണ്ട്. കർഷകനെ ചേറിൽ കാല് കുത്തുന്നോണ്ട് നമ്മൾ ചോറിൽ കയ്യുത്തുന്ന മമ്മൂട്ടി പറഞ്ഞ ഡയലോഗ് ഉണ്ട്. വളരെ മനോഹരമായ ഡയലോഗ്. ആവശ്യമാണല്ലോ ഈ കവിതയ്ക്ക് ആവശ്യമാണ്. ഇവരെ സൂക്ഷിക്കണം. അതറിയണത് ശ്രദ്ധിച്ചോളൂ. ഇവരെ സൂക്ഷിക്കണം. വെരി ഇമ്പോർട്ടന്റ് ഏരിയ. ആ മൈക്കാട്ടാണ്. ഈ മൈക്ക് സൗണ്ട് കുറവാ. എനിക്കറിയില്ല ആ മൈക്ക് എന്തോ കംപ്ലൈന്റ് ഉണ്ടോ നോക്കിട്ടാ. ശ്രദ്ധിച്ചോളൂ മക്കളെ. വെരി ഇമ്പോർട്ടന്റ് ആൻസർ ടു ഓൾ ക്വസ്റ്റ്യൻസ്. നോക്കൂ, ഏതാ ചാപ്റ്റർ എന്ന് പറയാം. പക്ഷെ
നമ്മളെ ഡേഞ്ചർ ഓഫ് ഡ്രഗ് അബ്യൂസ് ഇല്ലായിരുന്ന ഡേഞ്ചർ ഓഫ് ഡ്രഗ് അബ്യൂസ് ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് ഇല്ലായിരുന്നോ? മക്കളെ ഈ ചാപ്റ്റർ ഉറപ്പാണ്. ഈ ചാപ്റ്ററിന് ഒരു എസ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തില് ആർട്ടിക്കിൾ റൈറ്റ് ഷുവർ ആണ് ഈ ചാപ്റ്ററിന്. ഡേഞ്ചേഴ്സ് ഓഫ് എ ഡ്രഗ് അബ്യൂസ് ഡോക്ടർ ഹാഡിൻ ബി ജോൺസൺ എഴുതിയ എന്ത് കിട്ടാൻ പോലും വെയിറ്റ് ചെയ്യേണ്ടത്? ബാക്കിയുള്ള സാധനങ്ങളല്ലേ ഇതോടുകൂടി കഴിഞ്ഞില്ലേ? ഏറെക്കുറെ ചാപ്റ്റേഴ്സ് ഒക്കെ ഏറെക്കുറെ കഴിഞ്ഞില്ലേ? ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് കൂടെ കിട്ടി കഴിഞ്ഞാലേ ശ്രദ്ധിച്ച് കേട്ടോ മക്കളെ. യെസ് ഷാഫി ഓൾ തിങ്സ് ഓക്കെ. ഡ്രഗ് അബ്യൂസ് ഇസ് എ ബിഗ് പ്രോബ്ലം. ഒരു വലിയ പ്രശ്നമാണ്. ഇത് എന്ത് ചോദ്യം വന്നാലും എഴുതി കൊടുക്കാൻ പറ്റും കേട്ടോ. കോമൺ അമംഗ് ദ യൂത്ത് ദീസ് ഡേയ്സ്. ഈ കാലഘട്ടങ്ങളിൽ ജനങ്ങളുടെ ഇടയിൽ കോമൺ യൂത്തിന്റെ ഇടയിൽ വളരെ കോമൺ ആയിട്ടുള്ള സാധനമാണ്. Drug abuse implies to the use of drugs in a way that harms the body of an individual. അത് ജനങ്ങളുടെ ബോഡിയിൽ ഹാംഫുൾ ആയിട്ട് വളരെ വേദനാജനകമായിട്ട് എന്ത് ഡ്രഗ് അബ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. യൂസ് ഓഫ് ഡ്രഗ് അബ്യൂസ് ഇൻ എ വേ ദാറ്റ് ഹാംസ്. അത് ജനങ്ങളെ നിന്ന് വേദനിപ്പിക്കുന്നുണ്ട്. ബോഡി ഓഫ് ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിന്റെ ബോഡീനെ എന്ത് ചെയ്യുന്നു? വേദനിപ്പിക്കുന്നുണ്ട്. അടുത്തത് റിപ്പീറ്റഡ് യൂസ് ഓഫ് ഡ്രഗ്സ്. ഈ ഡ്രഗ്സ് ഇങ്ങനെ വീണ്ടും ഉപയോഗിച്ചാൽ ലീഡ്സ് ടു അഡിക്ഷൻ. അതിന് അഡിക്ഷൻ ഉണ്ടായി മാറും കേട്ടോ. അതിന് എന്തുണ്ടാവും പറയാം? അഡിക്ഷൻ ഉണ്ടായി മാറും. ഈ ഡ്രഗ് അബ്യൂസ് എന്ത് ചോദ്യം വന്നാലും എഴുതിയേക്കാനുള്ള കുറച്ച് പോയിന്റ്സ് ആട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് മാത്രമൊന്നുമല്ല, ഇനിയും വരുന്നുണ്ട്. ഇറ്റ് അഫക്ട്സ് ദ വിക്ടിംസ് മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത്. അത് ഒരു വ്യക്തിയുടെ മെന്റൽ ഹെൽത്തിനെയും ഫിസിക്കൽ ഹെൽത്തിനെയും എന്ത് ചെയ്യുന്നുണ്ട്? അത് ബാധിക്കുന്നുണ്ട്. ഡ്രഗ്സ് ക്യാൻ ആൾട്ടർ ദ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ഒരു മനുഷ്യന്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് മാറ്റാൻ പറ്റും. ആൻഡ് വിക്ടിം ലോസസ് ദ സെൻസ് ഓഫ് റിയാലിറ്റി. അങ്ങനെ ഇത് അഡിക്ഷൻ സെൻസ് ഓഫ് റിയാലിറ്റി മൊത്തം നഷ്ടപ്പെടും കേട്ടോ. ശ്രദ്ധിക്കുക. ദ വിക്ടിം ലോസസ് നഷ്ടപ്പെടും. ദ സെൻസ് ഓഫ് റിയാലിറ്റി. യാഥാർത്ഥ്യത്തിനെ കുറിച്ചുള്ള ഒരു ബോധം തന്നെ നഷ്ടപ്പെടും. കിളി പാറുന്ന അർത്ഥം. ഡ്രഗ്സ് രണ്ട് ടൈപ്പ് ഡ്രഗ്സ് ഉണ്ട്. ഏതൊക്കെയാന്ന് ചോദിച്ചാല് ഒന്ന് മെഡിക്കൽ ഡ്രഗ്സ് ഉണ്ട്, സെൻട്രൽ ഡ്രഗ്സ് ഉണ്ട്. യൂസ്ഡ് ടു ക്യൂർ ഡിസോർഡേഴ്സ് ഇൻ ബോഡി കേട്ടോ. മെഡിക്കൽ ഡ്രഗ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് പറയാ? യൂസ് ടു ക്യൂർ ഡിസോർഡേഴ്സ് ഇൻ ബോഡി. നമ്മുടെ ശരീരത്തിലുള്ള അസുഖങ്ങൾ മാറ്റാന്. സെൻട്രൽ ഡ്രഗ്സ് എന്താണ്? യൂസ് ടു പ്ലഷർ ആൻഡ് സ്റ്റിമുലേറ്റ് അല്ലെ. സ്റ്റിമുലേറ്റ് ആക്ട്സ് ആൻഡ് സ്റ്റിമുലൻസ്. ഉത്തേജനം വരുത്താൻ വേണ്ടിട്ടാട്ടോ. നമുക്ക് അല്ലെ ഒരു സന്തോഷം ഉത്തേജനം വരുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്? സെൻട്രൽ ഡ്രഗ് എന്ന് പറയുന്നത്. എഫക്ട്സ് ഓൺ ഹെൽത്ത്. ശരീരത്തിൽ ഉണ്ടാകുന്ന എഫക്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത്. നമുക്ക് ഡിപ്രഷൻ ഉണ്ടാവും. ഡാമേജ് ദ ബ്രെയിനെ ബാധിക്കും. മൂക്കിനെ അല്ലെ നോസ് ടിഷ്യൂസിനെ ബാധിക്കും. പേഴ്സണാലിറ്റി ചേഞ്ച് ഉണ്ടാവും. ഡാമേജ് ലിവറിനെ ബാധിക്കും. ബിക്കംസ് എ പാരനോയിക് അല്ലെ. പാരനോയിക് ആയി മാറും. അടുത്തത് മാൽ ന്യൂട്രീഷൻ ഉണ്ടാവും അല്ലെ. വെയിറ്റ് ലോസ് ഒക്കെ വെയിറ്റ് ലോസ് ഉണ്ടാവും. ലോസ് ഓഫ് അപ്പിറ്റൈറ്റ്. വിശപ്പ് ഉണ്ടാവില്ല അല്ലെ. പിന്നെ അടുത്ത ഡെത്ത്. ചെറിയൊരു അസുഖം ഉണ്ടാവും. ഒരു മരണം എന്ന് പറഞ്ഞാൽ ചെറിയൊരു അസുഖം ഉണ്ടാവും കേട്ടോ. അങ്ങനെ ചെറിയ അസുഖങ്ങളാണ്. മരണം പോലത്തെ ചെറിയ അസുഖങ്ങൾ നമ്മുടെ ഹെൽത്തിൽ ഉണ്ടാവും. അടുത്ത എഫക്ട്സ് ഓൺ സൊസൈറ്റി. സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യ കാണുന്നില്ലല്ലോ മാഷെ. ഇന്റെ ഫോൺ കംപ്ലൈന്റോ? ഫ്രീഡേയാ ഈ കമന്റ്? ഓക്കെ ഓക്കെ. ഇത് എന്തോ വേറെന്തോ മെസ്സേജ്. സയൻസ് സ്റ്റുഡൻസ് റെസ്പെക്ട് ബട്ടൺ. എന്താ റെസ്പെക്ട് ബട്ടൺ? എന്താ അങ്ങനത്തെ ഒരു ബട്ടൺ ഒക്കെ ഉണ്ട് ഇതില്? ഒന്ന് ലൈക്ക് അടിച്ചാണ്ട് കമന്റ് അടിച്ചാണ്ട് റെസ്പെക്ട് ബട്ടൺ എന്ന് പറഞ്ഞ ബട്ടൺ ഇതില് കേട്ടോ. നമ്മൾ അപ്ഡേറ്റഡ് അല്ല ഇതിൽ കേട്ടോ. ശ്രദ്ധിക്കുക. എഫക്ട്സ് ഓൺ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന എന്താണ്? ഡ്രഗ്സ് മാഫിയ ടാർഗറ്റ്സ് യങ് ജനറേഷൻ. യൂത്തിനെയാണ് എന്ത് ചെയ്യുന്നത്? ഡ്രഗ് മാഫിയ എന്ത് ചെയ്യുന്നത്? ഫോക്കസ് ചെയ്യുന്നത്. ഫോക്കസ് ഓൺ ദി സ്കൂൾ കോളേജ് സ്റ്റുഡൻസ്. അടുത്തത് അഫക്ട്സ് ദ ഫ്യൂച്ചർ പ്രൊഡക്ടിവിറ്റി. ഭാവിയില് കുട്ടികൾ ഉണ്ടാവില്ല കേട്ടോ. ഫ്യൂച്ചർ മൊത്തം നല്ല സമൂഹം ഇല്ലാണ്ടാവുന്നതാണ് നെയിം സാറിന്റെ അഭിപ്രായത്തിൽ കേട്ടോ. അടുത്തത് നമ്മളെ പോലത്തെ ആളുകളൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ ഇവിടെ നശിച്ചു പോകുന്നുള്ളതാണ് കേട്ടോ. ശ്രദ്ധിക്കുക. നെക്സ്റ്റ് പിന്നെ ഇൻക്രീസ് ക്രൈം ആൻഡ് റൈറ്റ് ഇൻ സൊസൈറ്റി അല്ലെ. ക്രൈം റൈറ്റ് സൊസൈറ്റിയിൽ നിന്ന് ഒരുപാട് ക്രൈം കൂടും. സോഷ്യൽ ബ്രേക്കപ്പ്. നിങ്ങൾ ഉദ്ദേശിച്ച ബ്രേക്കപ്പ് അല്ല. സാമൂഹിക എന്തുണ്ടാവും? ബന്ധം ഇല്ലാണ്ടായി മാറും കേട്ടോ. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അർത്ഥം ഞാൻ തന്നെ പറഞ്ഞു. നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടാണ്ടാവുമ്പോൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഡിസ്ട്രോയ്സ് ഫാമിലി റിലേഷൻഷിപ്പ്. അർത്ഥം പറയും. കൊളായി. ഫാമിലി റിലേഷൻഷിപ്പ് ആണ്. കുടുംബ ബന്ധത്തെ നശിപ്പിച്ച് പണ്ടറിന് കൊള്ളം തോണ്ടി കൈക്ക് തരും കേട്ടോ. എന്താണ് മക്കളെ ചോദ്യം? പറ. ഇഫക്ട്സ് ഓൺ ദ സൊസൈറ്റി. ഡ്രഗ്സ് അബ്യൂസ് എങ്ങനെയാണ് സമൂഹത്തെ സ്വാധീനിക്കുന്നത്? സമൂഹത്തെ എത്രമാത്രമാണ് ബാധിക്കുന്നത് ചോദിച്ചാൽ ഈ പോയിന്റുകൾ എന്ത് ചെയ്യുക സാർ? നെക്സ്റ്റ് ഹൗ ടു ഓവർകം. എക്സ്പെർട്ട് കൺസൾട്ടേഷൻ നേടുക. സ്റ്റിക്ക് ഓൺ ദ ടു ന്യൂ ലൈഫ് സ്റ്റൈൽ എടുക്കുക. അടുത്ത സ്റ്റേ അവേ ഫ്രം ദി അൺഹെൽത്തി പ്രാക്ടീസസ് അല്ലെ. അനാരോഗ്യകരമായിട്ടുള്ള ഒരു കാട്ടിക്കൂട്ടിൽ നിന്ന് മാറി നിൽക്കുക കേട്ടോ.
കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ ഡ്രഗ് അബ്യൂസ് ruins one's life. ഒരുത്തന്റെ ജീവിതം ഇല്ലാണ്ടാക്കും. ലീഡ്സ് ടു ഗ്രീഫ് ആൻഡ് മിസറി. ദുഃഖത്തിലേക്കും പിന്നെ കഷ്ടപ്പാടിലേക്കും ആക്കി മാറ്റും. വി മസ്റ്റ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ്. ഡ്രഗ് അബ്യൂസിനെതിരെ നമ്മൾ എന്ത് ചെയ്യണം? ഫൈറ്റ് ചെയ്യണം. സേ നോ ടു ഡ്രഗ്സ് ആൻഡ് യെസ് ടു ലൈഫ്. വെരി ഗുഡ്, വെരി ഗുഡ്. സേ നോ ടു ഡ്രഗ്സ് ആൻഡ് യെസ് ടു ലൈഫ്. ആ ചാപ്റ്റർ കഴിഞ്ഞു, അത് പഠിച്ചാൽ തന്നെ മതി. വെരി ഇമ്പോർട്ടന്റ് ആയിട്ട്. അടുത്ത് നോക്കിക്കോളൂ. വാട്ട് ഇസ് ദ അസിസ്റ്റന്റ് എക്സ്പേർട്സ്? ഇത് അസിസ്റ്റന്റ് ചാപ്റ്റർ ഏതാ? പക്ഷേ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ്. പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ്. ആർച്ച് വുഡിന്റെ ആട്ടോ. ഏർലി നമ്മൾ പറഞ്ഞത് ക്രിസ്മസിന് എന്തുണ്ടാവും? വുഡ് ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേതാ? അപ്പൊ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന് പറയുന്ന കേട്ടോ. ഈ സയൻസുകാർക്ക് ഇംഗ്ലീഷിന്റെ ക്ലാസ് വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പല സ്ഥലത്തും പോയി സയൻസിന്റെ ക്ലാസ് എടുക്കുന്നതാണ്. ഞങ്ങൾ രണ്ടാളും എടുക്കുന്നതാണ്. സയൻസിന്റെ കുട്ടികൾക്ക് ഇംഗ്ലീഷിലാണ് എ പ്ലസ്. ഓവർ കോൺഫിഡൻസ് പറഞ്ഞ സാധനം വരുന്ന ചില കുട്ടികളുണ്ട്. സയൻസ് പഠിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിലേക്ക് എന്ത് ചെയ്യാറില്ല, ഫോക്കസ് ചെയ്യലില്ല. അതുകൊണ്ടാണ് ചില കുട്ടികൾ എന്ത് ചെയ്യും, അങ്ങനെ സാധനം കേട്ടോ. അതുപോലെ ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ പഠിക്കുന്നത് ഇംഗ്ലീഷിലാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇംഗ്ലീഷ് കിട്ടുന്നൊരു തോന്നലുണ്ട്. പക്ഷെ ചാപ്റ്റർ അറിയാണ്ട് ചിലപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ മാർക്ക് എന്ത് ചെയ്യുന്നത്, കൊളാകുന്നത്. ബാക്കിയുള്ളതിലൊക്കെ നമ്മൾ ഫുൾ എ പ്ലസ് ഉണ്ടാവും. ഹ്യൂമാനിറ്റീസ് വേണ്ട, അല്ല ഹ്യൂമാനിറ്റിക്സ് എന്നൊക്കെ പറയുന്ന ഒരു കുട്ടിയുണ്ട്. ഹ്യൂമാനിറ്റീസ് ആണ്, ഒമാൻറ്റീസ് ആണ്. കൊമേഴ്സിക്കാര് കൊമേഴ്സി പൊള്ളിയാണ്. ഷയൻസ് ആണ് പിന്നെ ഹെൽപ്ഫുള്ളി. അതെ. വാട്ട് വാസ് ദ അസിസ്റ്റൻസ് എക്സ്പീരിയൻസ് ഇൻ ദ അതർ ഡേ? വൈ ഡസ് ഷീ കൺസിഡർ ദ പീപ്പിൾ ഫണി? അല്ലേ? അങ്ങനെ ആ ഒരു ലേഡി അസിസ്റ്റന്റിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പറയുന്നത്. ഇതിന്റെ ചാപ്റ്ററിന്റെ ഷോർട്ട് സമ്മറി നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ഇതില് ചാനലുണ്ട് ചാപ്റ്റർ ഷോർട്ട് സമ്മറി. ഈ ചാപ്റ്ററിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയാ മക്കളെ, ഹ്യൂമറസ് ആയ എലമെന്റ്സ് ഉണ്ടാവും. ഈ ഹ്യൂമറസ് ആയ എലമെന്റ്, അതായത് ഈ ഒരു വൺ ആക്ട് പ്ലേയില് ഹ്യൂമറസ് എലമെന്റ് പലപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. സോ അതിന് വേണ്ട കണ്ടന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, അതായത് ഇവിടെ ഫസ്റ്റിനെ പറയുന്നത് ഫണ്ണിയാണ്. ഈ ചാപ്റ്റർ മക്കളെ ഫണ്ണിയാണ്. യെസ്, ശ്രദ്ധിക്കുക. The assistant considers people funny because the previous day a man came. തലേന്ന് ഒരു മനുഷ്യൻ വന്നു. asking her, അവരോട് ചോദിച്ചുകൊണ്ട് where he could get a stamp. എവിടുന്ന് ഒരു സ്റ്റാമ്പ് കിട്ടുകയെന്ന്. ഇപ്പോൾ പോസ്റ്റ് ഓഫീസിലാണ്. അവിടെ വന്നാണ് ഒരു മനുഷ്യൻ ചോദിക്കാൻ എവിടെ സ്റ്റാമ്പ് കിട്ടുക എന്നുള്ളത്. She thought that the man was playing a joke on her. അവൾ വിചാരിച്ചു ഇയാൾ കളിയാക്കാണെന്ന് വിചാരിച്ചു. Then there was an old man who could not see very well. അയാൾക്ക് ഒരു മനുഷ്യൻ വന്ന് അയാൾക്ക് ശരിക്കും കാണാൻ പറ്റില്ലായിരുന്നു. He put a glass on the counter. കൗണ്ടർ നമ്മൾ ഗ്ലാസ് വെക്കണം. ആൻഡ് ആസ്ക്ഡ് ഹർ ടു ഗിവ് ഹിം എ പൈന്റ് ഓഫ് ബിയർ. എന്നിട്ട് ഗ്ലാസ് വെച്ചാണ്ട് പറയാണ് ഒരു ബിയറിന്റെ ഒരു പൈന്റ് ആയോന്ന്. ഷുവർലി ഈ മിസ്റ്റേക്ക് ദ പോസ്റ്റ് ഓഫീസ് ഫോർ എ ബാർ. ശരിക്കും അയാൾ ആ വയസ്സായ മനുഷ്യൻ പോസ്റ്റ് ഓഫീസിന് ഒരു ബാർ ആയിട്ടാണ് പരിഗണിച്ചിട്ടുള്ളത്. ഇതിലൊരു ഫണ്ണി എലമെന്റ്, ഹ്യൂമറസ് എലമെന്റ് എന്ന് പറഞ്ഞില്ലേ. സോ അത് എന്താണ്, ഒരു ഫണ്ണി എലമെന്റ് ആണ്. ഫണ്ണി എലമെന്റ്. അപ്പൊ ഇതിൽ വേണ്ട ഫണ്ണി എലമെന്റ് നിങ്ങൾ ചോദിക്കുമ്പോ ഈ പോയിന്റുകൾ എഴുതി വെക്കണം സെൻസ് ആക്കിയിട്ട്. റെഡി അല്ലടാ? കഥാപ്രസംഗം ഇടങ്ങറില്ലല്ലോ, കുത്തിതരി. അടുത്തത്, വൈ ഡസ് മിസ്സസ് സ്മിത്ത് ഡിസ്ലൈക്ക് സ്നോ ഫോർ ക്രിസ്മസ്? ഈ മിസ്സസ് സ്മിത്ത് സ്നോ ക്രിസ്മസിന് മിസ്സസ് സ്മിത്ത് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്. ഓക്ക് മഞ്ഞ് ഇഷ്ടമല്ല. അതിന്റെ കാരണം എന്താണ്? ഓക്ക് അസുഖം ഉണ്ട്. എന്താ അസുഖം? ഓൾക്ക് റുമാനിറ്റി അല്ലേ, എന്താ ഹ്യൂമാനിറ്റിസം അല്ലെ, വാദം എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ട് അല്ലെ, വാദസുഖം ഉണ്ട്. ആൻഡ് സ്നോ വുഡ് വേഴ്സൺ ഇറ്റ്. എന്ത് ചെയ്യുന്നറിയോ, അവിടെ വാദം കൂടുതൽ വേഴ്സൺ ആക്കും. ഷീ കുഡ് നോട്ട് എൻജോയ് ലാസ്റ്റ് ക്രിസ്മസ്. ഓക്ക് എന്ത് ചെയ്യില്ല, അവസാനത്തെ ക്രിസ്മസ് എൻജോയ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഓഫ് ദി സ്നോ ആൻഡ് ഈ അസുഖം കാരണത്താൽ കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ. ആ അസുഖത്തിന്റെ പേരൊന്ന് പഠിച്ചാലിട്ടാ 6 തുടക്കത്തിലുണ്ടാവും. അവൻ ന്യൂമോണിയക്ക് പിണിന്ന് എഴുതുന്ന മാതിരി പിന്യൂമോണിയ എന്നാണല്ലോ എഴുതല്. അതേപോലെ തന്നെ ഈ അസുഖത്തിന്റെ പേര് തുടക്കത്തിലുണ്ടാവും. 6 ഉണ്ടാവും കേട്ടോ. പിന്നെ ഹ്യൂമാനിറ്റിസം എന്ന് പറയുന്ന ഒരു സാധനം കേട്ടോ, HEU ഉണ്ടാവും. ക്ലിയർ? നെക്സ്റ്റ്, why does the assistant insist to on people posting early for Christmas? നിങ്ങൾ ക്രിസ്മസിന് കത്തയക്കണം, ഇച്ചിരി നേരത്തെ അയക്കണം എന്നൊക്കെ പറഞ്ഞാണ്ട് നമ്മളെ ഈ അസിസ്റ്റന്റ് എല്ലാരും ഇങ്ങനെ ഇൻസിസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? The assistant insists on people saying posting early for Christmas because parcels can reach in the time if you post early. നിങ്ങൾ നേരത്തെ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പാർസൽ എന്ത് ചെയ്യുള്ളൂ, കറക്റ്റ് ടൈമിൽ എത്തുള്ളൂ. പോകണോ സ്ക്രീൻ? Some parcels may get damaged in the last minute of rush. ചിലപ്പോൾ ചില പാർസൽ നിന്ന് അവസാനത്തെ മിനിറ്റുകൾ തിരക്ക് പിടിക്കുക, ചിലപ്പോൾ പറ്റ കംപ്ലൈന്റ് ഇല്ലാണ്ടാവുന്നിട്ടാ പറയുന്നത്. അടുത്തത്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദി ഓൾഡ് ജെന്റിൽമാൻസ് വിസിറ്റ് ടു ദ പോസ്റ്റ് ഓഫീസ്? ഓൾഡ് ജെന്റിൽമാൻ പോസ്റ്റ് ഓഫീസിൽ വന്നതിന്റെ പർപ്പസ് എന്നത്, ഓൾഡ് മാൻ കംസ് ടു പോസ്റ്റ് ഓഫീസ് ടു ഗെറ്റ് ഹിസ് ഓൾഡ് ഏജ് പെൻഷൻ. തന്റെ ഓൾഡ് ഏജ് പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്, വയസ്സായിട്ടുള്ള വേറൊരു മനുഷ്യൻ വന്നിട്ടുള്ളത്. അടുത്ത് നോക്കിക്കോളൂ, why does the old gentleman get angry with the assistant?
ഈ അസിസ്റ്റന്റിനായിട്ട് ഈ ഓൾഡ് ഈ കളവനായിട്ടുള്ള മനുഷ്യനുണ്ടാവൂലേ, അയാൾ നല്ല ദേഷ്യം പിടിക്കുന്നതിന്റെ കാരണം എന്താണെന്നുള്ളത്. അസീനാക്ക് സുഖാണ്, അന്ന് ഞാൻ കാണിച്ചിരട്ടാ. പിന്നെ നാദീദവ യൂണിയൻ ഇല്ലേ, അസീനാക്ക് സുഖാണ് കേട്ടാ, അവിടെ നോട്ടെ. ടു ഗെറ്റ് പെൻഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തേ കേട്ടോ. ഈസ് ഡെഫ്. നോക്കോളൂ. The old gentleman gets angry with the assistant because he does not hear properly. Is deaf. പറഞ്ഞു ഉത്തരം ശരി കേട്ടോ. When the assistant asked him, he brought the book. അല്ലെ, ഈ ബുക്ക് എടുത്തിക്കണോന്ന് അസിസ്റ്റന്റ് ചോദിക്കുന്നുണ്ട് വയസ്സായാലോട്. അപ്പൊ ഈ റിപ്ലൈസ് he didn't bring his book. ഞാൻ കുക്കിനെ കൊണ്ടുവന്നിട്ടില്ല. എന്താ വയസ്സ എങ്ങനെ കേൾക്കാണ്ടായിക്കണേ, ബുക്ക് എടുത്തിക്കണ, ഞാൻ കുക്കിനെ കൊണ്ടുവന്നിട്ടില്ല എന്ന്. And that his wife does not all the cooking. അല്ലെ, കുക്കിനെ എന്റെ വീട്ടിലെ കുക്കിംഗ് ഒക്കെ നടത്തലിന്റെ പെണ്ണുങ്ങളാണ് എന്ന്. The assistant then says he did not hear what he said. അല്ലെ, അയ്യേ പച്ചത്തി. ഇപ്പൊ സൗണ്ട് ഉണ്ടോ? ഇപ്പൊ സൗണ്ട് ഉണ്ടോ? ഓ സൗണ്ട് വന്നോ? ലൈവ് ഇട്ടേക്കണ അതിലെന്തെന്റെ ലൈവ് കാണിക്കാത്ത? ഇതാണ് വില കൂടിയ ഫോൺ വാങ്ങിയുള്ള പ്രശ്നമാണ് ഇതൊക്കെ. വില കുറഞ്ഞ ഫോണ് മതിയായിരുന്നു. ഇപ്പൊ ഓക്കെ, ഇപ്പൊ ഓക്കെ. ഞാൻ ഒന്ന് കാണട്ടെ കേട്ടോ പ്ലീസ്. 5:04 നെയിം സാർ നിസ്കരിക്കാൻ പോയതാണ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഈ ചാപ്റ്റർ ഏതാന്ന് പറഞ്ഞാ നിങ്ങള്? 1.2K. യെസ്, ചാപ്റ്റർ ഏതാന്ന് പറഞ്ഞാണി? കായ് മുതലായി ഐഫോൺ എന്നുള്ളത് മനസ്സിലാക്കണല്ലേ? യെസ്, ചാപ്റ്റർ പറയണം. അതെ, ചാപ്റ്റർ എന്ന് പറയാം. ഒരാൾ പറഞ്ഞാൽ മതി. ക്രൈം ആൻഡ് പണിഷ്മെന്റോ? ബ്ലഡി ഫുൾ നോ. KGF. This is going to just a little bit. Very good day. ശ്രദ്ധിച്ചു കേട്ടോളൂ. ഐഡന്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച് യൂസർ ഇൻ ദ ലൈൻ. ഇതിൽ പറയുന്നുണ്ട്, ഇതിലുള്ള ഫിഗർ ഓഫ് സ്പീച്ച് ഏതാണെന്നുള്ളത്. മെറ്റഫർ ഉണ്ട്, പേഴ്സോണിഫിക്കേഷൻ ഉണ്ട്. ഏതാണ് നോക്കൂ നിങ്ങളെ. Oh, it's paid. Oh, I think the most vicious circle that though ever sentence the man has to go to continually to dentist to keep his teeth in good condition. When the chief reason he wants his teeth in good condition is so that he won't have to go to the dentist. കൊണ്ട് ഉദ്ദേശിച്ച മെൻഷനല്ലേ? അല്ലെ, ഒരു മെറ്റഫർ, ഒരു പേഴ്സോണിഫിക്കേഷൻ അവിടെ നടക്കുന്നത്. അടുത്ത് നോക്കിക്കോളൂ. ബ്രിങ് ഔട്ട് ദ ഐറണി എംപ്ലോയിഡ് ബൈ ദ പോയറ്റ്. ഇതിലുള്ള ഒരു ഐറണി എന്താന്നുള്ളത് ചോദിക്കാന് ഒരു സാധ്യത ഉണ്ട്. കേട്ടോളൂ ട്ടോ, ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. ഇതിലുള്ള ഒരു ഐറണി എന്താന്ന് ചോദിക്കാൻ സാധ്യത ഉണ്ട്. ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ ഇതിനെ കാണണം കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ. എന്താണെന്ന് വെച്ചാല്, the poet thinks that the fate sends this most vicious circle that man has to go to the dentist continually to keep his good condition. ഒരു മനുഷ്യന് ഡോക്ടർ അടുത്ത് പോകുന്നത് തന്റെ പല്ല് നല്ല കണ്ടീഷൻ ആവാൻ വേണ്ടിയിട്ടാണ്. The man wants his teeth in good condition. എന്തിനാണ് ഒരു മനുഷ്യന്റെ പല്ല് നല്ല കണ്ടീഷൻ ആവാൻ ആഗ്രഹിക്കുന്നത്? Because
he does not want to go to the dentist. ഓൻ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? ദിസ് ഇസ് ദ ഐറണി ഹിയർ. അതാണ് ഇവിടുത്തെ ഐറണി എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് അപ്പൊ ഇതിത്തെ ഒരു ഐറണി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് പറ? ഐറണി ഏതാന്ന് ചോദിച്ചാൽ മനുഷ്യൻ എന്താണ് ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകുന്നത് പല്ല് നല്ല കണ്ടീഷനിലാവാന്. എന്തിനാണ് പല്ല് നല്ല കണ്ടീഷനിലാവുന്നത്? ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകാണ്ടിരിക്കാനാണ്. അടുത്തത് ഐഡന്റിഫൈ ദ പോയിന്റ് ആൻഡ് ദ പോയം. നമുക്ക് അറിയാൻ പറ്റും ഓർഗനൈസേഷൻ ദിസ് ഇസ് ഗോയിങ് ടു അഡ്ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് എന്ന് പറയുന്ന കേട്ടോ. അടിയിൽ ഇക്വാലിറ്റിയിൽ എഴുതി വെച്ചാൽ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ മറ്റേ ചോദ്യം ചോദിക്കില്ലായിരുന്നു കേട്ടോ. അടുത്തത് യെസ് 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 read the lines below, answer questions and you know this is like a section of fraud. ലൈക്ക് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ സിമിലി എന്ന് പറഞ്ഞ സാധനം നടന്നില്ലേ? ലൈക്ക് അല്ലെങ്കിൽ ആസോ വെച്ചാൽ സിമിലി നടന്നില്ലേ? that is being worked on and it is all cluttered up with stone crushers and concrete mixers and drills and stream rollers and there isn't a door in your head that you are in being irked on എന്നൊക്കെ പറയുന്നുണ്ട്. Identify the point. This is going to hurt just a little bit. എഴുതിയതാരാണ്? ഓഗ്ഡൻ നാഷ്. അയാളുടെ പേര് പറയുമ്പോൾ തന്നെ ഉണ്ടാവും ഓഗ്ഡൻ നാഷ് അല്ലെ? പല്ല് ഫുള്ള് കാണുന്ന അർത്ഥം. ഐഡന്റിഫൈ ദ പോയറ്റിക് ഡിവൈസ് യൂസ് ഇൻ ദ ഫസ്റ്റ് ലൈൻ. ഏതാണ് പറ? സിമില എന്ന് പറയാൻ പറ്റൂല. ഏതാണ്? ലൈക്ക് വെച്ച സിമില അല്ലേ? ഐഡന്റിഫൈ ദ റൈമിംഗ് വേർഡ് ഓണ് സ്റ്റോണ്. ഏതാണ് പറ? ഓണ് അല്ലെ? സ്റ്റോണ് ഓണ്. ഇതല്ല റൈമിംഗ് വേർഡ് എന്ന് പറയുന്നത്. ദ പോയം ഈസ് ഫുൾ ഓഫ് എന്താണ്? പേഴ്സോണിഫിക്കേഷൻ, അലിട്രേഷൻ ഉണ്ട്, എക്സാജറേഷൻ ഉണ്ട്. ഇതിൽ ഏതാണ് പറ? ഫുൾ ഓഫ് എന്താണ് പറ? എക്സാജറേഷൻ ആണ്. എന്താണ് പറ? എക്സാജറേഷൻ. ഇല്ലാത്ത കുറെ ഇതാക്കി കാണിക്കാതാണ് എക്സാജറേഷൻ എന്ന് പറയുന്നത് കേട്ടോ. 2020 ഫെബ്രുവരിക്ക് ചോദിച്ച ചോദ്യം കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ. അടുത്തത് people find it is hard to keep calm while sitting before a dentist. അങ്ങനെ പറയാനുള്ള കാര്യം എന്താ നോക്കൂ നിങ്ങള്. ബിക്കോസ് രണ്ട് റീസൺ ഉണ്ട്. ഒന്ന് എന്താണെന്നറിയോ? ഇൻസ്ട്രക്ഷൻസ് ഫ്രം ദ ഡെന്റിസ്റ്റ്. ഡെന്റിസ്റ്റിന്റെ അടുത്ത് ഇൻസ്ട്രക്ഷൻ കേൾക്കുന്ന സമയത്ത് അല്ലെ? നോക്കൂ, അക്കോർഡിംഗ് ടു ഓർഗനൈസേഷൻ വൈ പീപ്പിൾ ഫൈൻഡ് ഇറ്റ് ഈസ് ഹാർഡ്. എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നത്? ഡെന്റിസ്റ്റിന്റെ കസേലയിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ബുദ്ധിമുട്ടായി തോന്നാനുള്ള കാര്യം എന്താണ്? ഒന്നാമത്തത് ഇൻസ്ട്രക്ഷൻ ഫ്രം ദ ഡെന്റിസ്റ്റ്. ഡെന്റിസ്റ്റ് ഇങ്ങനെ പറയും വലിച്ചോളിട്ട, തുപ്പിക്കോളിട്ട അല്ലെ? തുപ്പിക്കോളി അല്ലെ? അല്ലെങ്കിൽ തൊള്ള തുറക്കി എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് പറയും അല്ലെ? ശ്രദ്ധിക്കുക, അതന്നെ ഒന്നാമത്. രണ്ടാമത്തത് ഇൻസ്ട്രുമെന്റ്സ് ഡിവൈസസ് യൂസ്ഡ് ഇൻ ദ ഡെന്റൽ ക്ലിനിക് അല്ലെ? ഡെന്റൽ ക്ലിനിക്കിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഉണ്ടാവും അല്ലെ? പല്ലിന് തൊള്ളനോട് കേട്ടാണ് ഒച്ചമിളി നായിട്ടുണ്ടാക്കുന്നത്. അപ്പൊ അതും ശരിക്കും എന്താണ്? ജനങ്ങൾക്ക് എന്താണ് പിന്നെ ഒരു ഹാർഡായിട്ട് ഫീൽ ചെയ്യാണ് എന്ന്. 2 മാർക്കിന് 2020 ചോദിച്ചാ കേട്ടോ. അടുത്തത് യുവർ മൗത്ത് ഈസ് ലൈക്ക് എ സെഷൻ ഓഫ് റോഡ് എന്ന് പറയുന്ന ഒരു സാധനം തന്നിട്ടുണ്ട്. അടിയുള്ള ചോദ്യത്തിന് ഉത്തരം ചെയ്താണ്. നെയിം ദ പോയറ്റ് ഓർഗനൈസ് ആണ്. ഐഡന്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ ദ ലൈന് സിമില ആണ്. ലൈക്ക് എന്ന് പറഞ്ഞത് എന്താണ്? സിമില എന്ന് പറയാൻ പറ്റുട്ടോ. ഇതിന് ചോദിച്ച ഓരോ ചോദ്യങ്ങളാണ് കേട്ടോ. അടുത്തത് യെസ് യു മസ്റ്റ് നെവർ സെറ്റപ്പ് എനി സോർട്ട് ഓഫ് കൺട്രൈനസ് വൈരുദ്ധ്യ കേട്ടോ ഓർ റെപ്രഷൻ എന്നൊക്കെ വെച്ചാൽ അടിച്ചമർത്തല് ഇൻ ദ ചൈൽഡ്സ് മൈൻഡ്. ഡിക്ലെയർ ടു ദ പാരന്റ്സ്. ചാപ്റ്റർ ഏതാ? ക്രൈം ആൻഡ് പണിഷ്മെന്റ് ആട്ടോ. ആ ലാസ്റ്റ് യൂണിറ്റ് എത്തി കഴിഞ്ഞു. അപ്പൊ ഇതോട് കൂടിയിട്ട് എന്ത് ചെയ്യാണ്? നമ്മളെ എല്ലാ യൂണിറ്റും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു മക്കളെ. എല്ലാ യൂണിറ്റും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. കാണുന്നില്ല ഇർഫാനോ? കാണുന്നില്ല? കണ്ടോ? കണ്ടോ? എടാ ഇതിലേ സത്യത്തിന് ഭയങ്കര വിഷമമുണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പട്ട. മറ്റേ ചെങ്ങനെ പിടിച്ചു കണ്ട് എല്ലാം കൂടെ ചവിട്ടി കൂട്ടേണ്ടി വരും കേട്ടോ. ആളെ പേരെന്താ അറിയോ? നാദി ദവാ യൂണിയനിലെ റാൻസ് ഫുള്ള് ഉഷാറാന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ കമന്റ് കാണുന്നുണ്ടാവുമല്ലോ. ഓനെ നമുക്ക് ചവിട്ടി കൂട്ടി ഒരു മൂലക്കലാക്കണം കേട്ടോ. പിന്നെ അസാഫി സാർ ടീംസ് എവിടെയെന്ന്? റെയ്സ് സാറ് പ്രണവ് സാറൊക്കെ അല്ലേ? ഓരൊക്കെ മുസമ്മില എനക്ക് ഓരൊക്കെ അറിയില്ലേ? ഓരൊക്കെ ഇവിടെ ഉണ്ടടാ. ഒരകല്ലു ചാപ്റ്റർ സ്കെച്ച് വന്ന പിന്നെ മാച്ച് ബോക്സ് ഒരകല്ലു നമ്മൾ പറഞ്ഞില്ല അല്ലെ? മാച്ച് ബോക്സ് നമ്മൾ പറഞ്ഞു കേട്ടോ. പിന്നെ സാർ ഇത് വായിച്ചു പോയാ ഹെയർ മാർക്സ് കിട്ടുമോ? എല്ലാ ചാപ്റ്ററിന്റെയും ഉള്ളിൽ നമ്മൾ കയറി പോവാട്ടോ. അതോടുകൂടി നമ്മൾ ചാപ്റ്റർ പറച്ചിൽ നിർത്തുകയാണ്. ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ അടുത്തൊരു പോയിന്റിലേക്ക് കയറുക കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ. ചോദ്യം എന്താണെന്നറിയോ? ഫൈൻഡ് ഔട്ട് ദ വേർഡ് ഇൻ ദ പാസേജ് വിച്ച് മീൻസ് സപ്രസിങ് ത്രൂ ഔട്ട് ഡിസയർ എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം ഏതാണ്? റിപ്രഷൻ അല്ലെ? അർത്ഥം തന്നെ അടിച്ചമർത്തുക എന്ന് പറയുന്ന വാക്കാട്ടോ. അടുത്ത് ഹു അക്കോർഡിംഗ് ടു ദ പാരന്റ്സ് നീഡ് ടു ബി ഡിസിപ്ലിൻഡ്. ഒരു മനുഷ്യൻ ഡിസിപ്ലിൻ ആവണമെന്ന് പറയുന്നുണ്ട്. ആരാണത് പറ? ഒന്നുകിൽ എൽഡേഴ്സ് മൂത്ത ആളുകൾ, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഡിസിപ്ലിൻ ആണെങ്കിൽ പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ് അല്ലെ? നമുക്ക് ആരെ പറഞ്ഞാൽ എന്താണ് ശരിയാട്ടോ ഡിസിപ്ലിൻ ആവണമെന്ന്. അടുത്ത് ഡു യു സപ്പോർട്ട് ദ പാരന്റ്സ് വ്യൂ. നിങ്ങൾ പാരന്റ്സിന്റെ വ്യൂവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ഗിവ് വൺ റീസൺ ടു ബി സബ്സ്റ്റൻസിയേറ്റ് യുവർ ആൻസർ അല്ലെ? നിങ്ങൾ എന്ത് ചെയ്യണം? പാരന്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അതെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പാരന്റ്സ് എല്ലാവരും എന്തായിരിക്കണം പറ? പിന്നെ
ഡിസിപ്ലിൻ ആയിരിക്കണം എന്ന് പറയുന്നത്. എല്ലാവരും ഡിസിപ്ലിൻ ആയിരിക്കണം. ഓക്കെ, അങ്ങനെ പറയാൻ പറ്റും. അടുത്ത്, വൈ ഡിഡ് ദ പാരന്റ്സ് സേ ഇറ്റ് ഈസ് വർത്ത് ഇറ്റ്? അങ്ങനെ പറയാനുള്ള കാര്യം, ഇറ്റ് ഈസ് വർത്ത് ഇറ്റ് എന്ന് പറയാനുള്ള കാര്യം എന്താണ്? ഇറ്റ് ഹെൽപ്സ് ദ ചൈൽഡ് ആൻഡ് ഹിസ് എഡ്യൂക്കേഷൻ ടു ബ്രിങ് അപ്പ് അല്ലെ എ ഹെൽത്തി സിറ്റിസൺ, ബ്രിങ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ ദ ചൈൽഡ് അല്ലെ. ഒരു നല്ല അധ്യാപനം കൊടുത്താലേ എന്ത് ചെയ്യാൻ, ഡിസിപ്ലിൻ ആയാലാണ് നല്ലൊരു കുട്ടീനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ എന്നാ പറയുന്നത് കേട്ടോ. മാർച്ച് 2020 ചോദിച്ച നിങ്ങൾ പബ്ലിക് എക്സാമിന്റെ ചോദ്യം കേട്ടോ. 4 കൊല്ലമായിട്ടുള്ളൂ, 4 കൊല്ലം മുന്നേ ചോദിച്ച ചോദ്യമാണിത്. ആഫ്റ്റർ റീഡിംഗ് ദ പോയം റൈസ്, റൈസ് എന്ന് പറയുന്ന കവിത നിങ്ങൾ വായിച്ചില്ലായിരുന്നോ? നേരത്തെ നെയിം സാർ പറഞ്ഞെടുത്തില്ലായിരുന്നോ? അതിനുള്ളൊരു ചോദ്യം കേട്ടോ. റിയലൈസ് ദാറ്റ് ദർ ഇസ് എ ഡ്രാസ്റ്റിക് ഫോൾ ഇൻ അഗ്രികൾച്ചർ ക്രോപ്സ് ഇൻ യുവർ ലൊക്കാലിറ്റി ഓൾസോ. നിങ്ങൾ അടുത്തത് ചെയ്തിട്ടുണ്ട്, എല്ലാ ലൊക്കാലിറ്റിയില് അഗ്രികൾച്ചർ ക്രോപ്സ് മൊത്തം ഇല്ലാണ്ടായിക്കണ്, കൃഷി മൊത്തം ഇല്ലാണ്ടായി. ഡ്രാഫ്റ്റ് 2 സജഷൻസ് വിച്ച് യു തിങ്ക് വിൽ ബി ബെനിഫിറ്റ് യുവർ വില്ലേജ്. 2 അഭിപ്രായങ്ങൾ പറഞ്ഞെടുക്കാൻ നിങ്ങൾ ആ വില്ലേജിൽ ബെനിഫിറ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. എ ബി. ഒന്ന്, അഡോപ്റ്റ് ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് അഗ്രികൾച്ചർ. നമ്മൾ അഗ്രികൾച്ചറിന്റെ ഫീൽഡിൽ എന്ത് ചെയ്യണം, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജീസ് നമ്മൾ കൊണ്ടുവരണം. രണ്ടാമത്തത്, എൻകറേജ് ഗ്രൂപ്പ് ഫാർമിങ് അല്ലെ, ഒരു ഗ്രൂപ്പ് ഫാർമിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യണം, എൻകറേജ് ചെയ്യണം എന്ന് പറയുന്ന കേട്ടോ. അടുത്തത്, ഈ ലൈൻസിൽ കൊടുത്ത് എനി വുമൺ എന്ന് പറയുന്ന ലൈൻ ഉണ്ട്, ഇതിൽ കൊടുത്തുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കാനാട്ടോ. വിത്തൗട്ട് മീ കോൾഡ് ദ ഹർത്ത് സ്റ്റോൺ സ്റ്റാൻഡ്സ് നോർ കുഡ് ദ പ്രഷ്യസ് ചിൽഡ്രൻ ത്രൈവ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ചിൽഡ്രൻ ഡിറൈവ്സ് കംഫോർട്ട് ആൻഡ് വാംത്ത് ഫ്രം ദർ മദർ. അമ്മ കുട്ടികൾക്ക് കിട്ടുന്ന എവിടുന്നാണ്, അമ്മന്റെ അടുത്തുനിന്നാണ്. ഷീ ഗിവ്സ് ദം ലൈറ്റ് ഓഫ് ലവ്. ദ ഫയർ പ്ലേസ് ഈസ് കോൾഡ് വിത്തൗട്ട് ഹെർ അല്ലെ. അടുപ്പ് പോലും എന്താവും, അമ്മ അല്ലെങ്കിൽ എന്തായി മാറും, തണുത്ത് ഉറച്ചു പോകും. ദേ കനോട്ട് ഗ്രോ ബൈ ദംസെൽഫ്. കുട്ടികൾക്ക് ഒറ്റയ്ക്ക് വളരാൻ പറ്റൂല. ദേ നീഡ് ദ വാംത്ത് ഓഫ് ദെയർ മദർ. അമ്മന്റെ ചൂട് എന്ത് വേണം, കുട്ടികൾക്ക് നിർബന്ധമാണ്. അടുത്തത്, 3 വീൽ റെവല്യൂഷൻ എന്നുള്ള ചോദ്യം നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ഇത് നമ്മൾ ഒരിക്കൽ പറഞ്ഞ കേട്ടോ. ഇനിയാണ് ശരിക്കും കളി. റെഡി ആണോ നിങ്ങള്? ശരിക്കും കളിക്ക് തയ്യാറാണോ നിങ്ങള്? ഇതുവരെ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും പറഞ്ഞു കഴിഞ്ഞു. അതിൽ ഇവർക്ക് ഏതാ ചാപ്റ്റർ പറഞ്ഞു മാഷ്? ഹൊറിഗല്ലു നമുക്ക് ചാപ്റ്ററിന്റെ എൻഡിൽ പറയാട്ടോ. 138 കുട്ടികളായിട്ടുണ്ട്, ശരിക്കും കളിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇംഗ്ലീഷില് നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഈ ചാനൽ എന്ത് ചെയ്താണ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇംഗ്ലീഷുകാരാണ് നമ്മൾ കൂടെ ഉണ്ടായിരുന്നത് അല്ലേ. അപ്പൊ നമുക്ക് അവർക്കുള്ള ലാസ്റ്റത്തെ, അതായത് നായരുടെ ലൈവ് കൂടെ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തന്നെ ലൈവ് ഇല്ല. കാരണം നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ കൊടുക്കുന്ന ക്ലാസ്സുകളൊക്കെ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ കൊടുത്തതാണ് ഇംഗ്ലീഷാണ് അവർക്ക് കൊടുത്തത്. മക്കളെ, നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് പറയാനുള്ള എന്താണ്, നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തുടർന്ന് അങ്ങോട്ടേക്ക് ഭാവിയിലോട്ട് പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല കാര്യങ്ങളൊക്കെ പഠിച്ച് എന്ത് ചെയ്യുക, നല്ല കോഴ്സ് ഒക്കെ എടുത്ത് എന്ത് ചെയ്യുക നോക്കുക, നമ്മൾ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. പിന്നെ സാറേ ഇനി എന്താ പറയാനുള്ളത്? സാർ? കളിച്ച കളി ഇവര് മനസ്സിലാക്കിയ എന്നോട് ചോദിച്ചില്ലായിരുന്നു നിങ്ങള് ഇനി എന്താ പരിപാടി എന്നുള്ളത്. ചാപ്റ്ററിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്റെ മക്കൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കുക. നോക്കൂ നിങ്ങള്, എ ഡിബേറ്റ് ഓർഗനൈസ്ഡ് ബൈ യുവർ ക്ലാസ്. നിങ്ങളെ സ്കൂളിൽ ഒരു ഡിബേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ക്ലാസ് റൂം ഓൺ ദ ടോപ്പിക് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻ വിമൻ ഗെറ്റ് ദ സ്പേസ് ദേ ഡിസേർവ് ഇൻ ദ സൊസൈറ്റി. അതായത് വിദ്യാഭ്യാസമുള്ള സ്ത്രീ, ഇന്ത്യയിലെ വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾക്ക് ഗെറ്റ് ദ സ്പേസ് ഇൻ ദ ഡിസേർവ് ഇൻ സൊസൈറ്റി അല്ലെ. വിമൻ ഗെറ്റ് ദ സ്പേസ്, സ്ത്രീകൾക്ക് അവസരം കിട്ടുന്നുണ്ട്. ദേ ഡിസേർവ് ഇൻ സൊസൈറ്റി, അവർ സമൂഹത്തിൽ അർഹിക്കുന്നുണ്ട് അല്ലെ. പ്രിപ്പയർ ഫോർ ആർഗ്യുമെന്റ് ഫോർ അല്ലെങ്കിൽ അഗെയിൻസ്റ്റ് ദ ടോപ്പിക്. ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഇതിന് എതിരായിക്കൊണ്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 4 ഡിബേറ്റ് ചെയ്താൻ പറ്റും. നമുക്ക് ഇങ്ങനെ ഒരു പോയിന്റ് ചെയ്തേക്കാൻ പറ്റും, 4 ആയിട്ട് പറയാൻ പറ്റും. ഐ ഡു സപ്പോർട്ട് ദിസ് സ്റ്റേറ്റ്മെന്റ് ബിക്കോസ് ഇറ്റ് ഹാസ് സച്ച് ഇമ്പോർട്ടൻസ് ടുഡേ. കാര്യം ഇന്ന് ഈ സ്ത്രീകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എഡ്യൂക്കേറ്റഡ് ആയുള്ള വുമൻക്ക് സമൂഹത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്പേസ് കിട്ടുന്നുണ്ട്, അവരത് അർഹിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതിന് ഞാൻ ഇന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിനകത്ത് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. ഇറ്റ് ഈസ് റൈറ്റ്, ശരിയാണ്. ഐ അഗ്രി വിത്ത് ഇറ്റ്. പീപ്പിൾ ഷുഡ് ബി അവെയർ ഓഫ് ദിസ് ടോപ്പിക്. ജനങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു വിഷയത്തെ കുറിച്ച് എന്തായിരിക്കണം, അവെയർ ആയിരിക്കണം. ഇനി അതല്ലെങ്കിൽ നോക്കൂ നിങ്ങള്, ദേ ഡിസേർവ് ഇറ്റ് ബിക്കോസ് they have, because ഇങ്ങനെ എഴുതി കൊടുക്കാൻ പറ്റും ഇതിന് ഫോറായിട്ട്. ബിക്കോസ് they have the ability, അവർക്ക് എന്തുണ്ട് പറ, അവർക്ക് the ability ഉണ്ട്, കഴിവുണ്ട്. they have the ability അല്ലെ, എബിലിറ്റി, അവർക്ക് എബിലിറ്റി ഉണ്ട്, എബിലിറ്റി അല്ലെ, കഴിവുണ്ട് എന്ന് പറയുന്ന ഒരു പോയിന്റ് എഴുതി കൊടുക്കാൻ പറ്റും. അതിന് 4 ആയിട്ട് എഴുതി കൊടുക്കാൻ പറ്റും. നോക്കാം അടുത്തകളെ, there is a great sense in this argument. ഈ ഒരു ആർഗ്യുമെന്റിൽ വല്ലാത്തൊരു സെൻസ്, നല്ല ബുദ്ധിപരമായിട്ടുള്ള ഒരു തീരുമാനമാണിത്. കാര്യം എന്താന്ന് വെച്ചാല് വിമൻ ഹാവ്, സ്ത്രീകൾക്ക് എന്തുണ്ട്, വിമൻ ഹാവ്
പിന്നെ ഓൾ എബിലിറ്റീസ് അല്ലെ എന്തൊക്കെയാണ് ഒന്നെന്താണ് പറ ലേണിംഗ് കപ്പാസിറ്റി ഉണ്ട് പിന്നെ ലീഡർഷിപ്പ് കപ്പാസിറ്റി ഉണ്ട് ലേബർ കപ്പാസിറ്റി ഉണ്ട് അല്ലെ വി ഹാവ് ടു പ്രോമിസ് ദം ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ പറ്റും അവിടെ കൊടുക്കാൻ പറ്റൂട്ടോ അടുത്തത് there are many merits we can see in it നമുക്ക് ഇതിൽ ഒരുപാട് നേട്ടങ്ങൾ കാണാൻ കഴിയും കാര്യം എന്താണ് we will have the capability അല്ലെങ്കിൽ capacity to become a leader ആവാനുള്ള ഒരു capacity എന്ന് പറയുന്ന ഒരു പോയിന്റ് ചെയ്യാൻ പറ്റും അവിടെ കൊടുക്കാൻ പറ്റും ക്ലിയർ അല്ലേ മക്കളെ ഇതിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ എഴുതാണെങ്കിലോ ഇതിന് നേരെ നെഗറ്റീവ് എഴുതാൻ പറ്റും ഡിബേറ്റിന് അഗെയിൻസ്റ്റ് ഉണ്ട് ഫോർ ഉണ്ട് കേട്ടോ അപ്പോൾ ഫേവർ ഉണ്ട് ഫേവർ ഈസ് ഈക്വൽ ടു 4 അഗെയിൻസ്റ്റ് ചെറുക്കച്ച ഓപ്പോസിറ്റ് ഉണ്ട് കേട്ടോ നോക്കിക്കോളൂ നിങ്ങള് ഐ ഡോണ്ട് സപ്പോർട്ട് ദിസ് സ്റ്റേറ്റ്മെന്റ് ബിക്കോസ് ഇറ്റ് ഹാസ് നോ ഇമ്പോർട്ടൻസ് ടുഡേ കേട്ടോ സച്ച് വേണ്ട ഇറ്റ് ഹാസ് നോ ഇമ്പോർട്ടൻസ് ടുഡേ ഓപ്പോസിറ്റ് പറയുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഏറെക്കുറെ വെക്കാൻ പറ്റൂട്ടോ ഇതുപോലെ വെക്കണം എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ നിങ്ങൾ കോണ്ടന്റ് ബേസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും എഴുതി കൊടുക്കാൻ പറ്റും ഒന്നും കിട്ടില്ലെങ്കിൽ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് എഴുതി കൊടുക്കാൻ പറ്റൂട്ടോ അടുത്തത് ഇറ്റ്സ് ആൻഡ് റൈറ്റ് ഇത് ശരിയേ അല്ല ഐ ഡോണ്ട് അഗ്രി വിത്ത് ഇറ്റ് ഞാൻ ഇതിനോട് യോജിക്കുന്നില്ല സ്ത്രീകൾക്ക് എന്തില്ല വേണ്ട എന്ത് ചെയ്യുന്നില്ല അവസരം കിട്ടുന്നില്ല അല്ലെ പീപ്പിൾ ഷുഡ് ബി അവെയർ ഓഫ് ദിസ് ടോപ്പിക് ജനങ്ങൾ എന്ത് ചെയ്യണം ഇതിനെ കുറിച്ച് അവെയർ ആവണം എന്നും കൊടുക്കാൻ പറ്റും അടുത്ത നോക്കിക്കോളൂ there is no sense in this argument ഈ ഒരു ആർഗ്യുമെന്റിൽ ഒരു സെൻസും ഇല്ല അടുത്ത there is no merit we can see in it നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ ഒരു മെറിറ്റും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും കൊടുക്കാൻ പറ്റും നോക്കൂ നിങ്ങളെ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടാ പോയിന്റ്സ് എഴുതാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു പോയിന്റ് നോക്കി ശ്രദ്ധിക്കണേ you have noticed that the recent times of food crops have been replaced by the cash crops in our state നമ്മളെ സ്റ്റേറ്റിലെ ഫുഡ് ക്രോപ്സിന് പകരം എന്ത് വന്നിട്ടുണ്ട് ക്യാഷ് ക്രോപ്സ് വന്നിട്ടുണ്ട് റൈറ്റ് 4 points to highlight how this harmful society അല്ലെ how this harmful society നമ്മുടെ സമൂഹത്തിന് എത്രത്തോളം ഇത് കേടായിട്ട് ബാധിക്കുന്നുണ്ടെന്നുള്ളത് പറഞ്ഞുകൊണ്ട് 4 points എഴുതാൻ വേണ്ടിയിട്ട് ഒന്ന് നോക്കിക്കോൾ ഡീഫോറസ്ട്രേഷൻ ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഒരു പിന്നെ ഫുഡ് ക്രോപ്സ് ഒഴിവാക്കിക്കാണ്ട് ക്യാഷ് ക്രോപ്സ് വന്നപ്പോൾ വനനശീകരണം വന്നു ദ കൾട്ടിവേഷൻ ഓഫ് ദി ക്യാഷ് ക്രോപ്സ് ഓഫൻ ലീഡ്സ് ടു എക്സ്റ്റെൻസീവ് ഡീഫോറസ്ട്രേഷൻ അല്ലെങ്കിൽ ഡീഫോറസ്ട്രേഷൻ ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തത് ക്യാഷ് ക്രോപ്സ് ഓഫൻ റിലേ ഹെവിലി ഓൺ കെമിക്കൽ ഇൻപുട്സ് ഇടുന്നുണ്ട് ഏതുപോലെ സച്ച് ആസ് പെസ്റ്റിസൈഡ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് the exclusive of these chemicals can lead to soil degradation അങ്ങനെ ഇത് ഉപയോഗിച്ചാൽ മണ്ണ് നശിക്കും ആൻഡ് വാട്ടർ പൊല്യൂഷൻ ഈ ഒരു വേർഡ് കിട്ടിയാലും കുഴപ്പമില്ല കേട്ടോ വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു വേർഡ് കിട്ടിയാലും അതിൽ കുഴപ്പമില്ല അത് മതി അടുത്ത് നോക്കിക്കോളൂ carrying pesticides and fertilizers can contaminate local water source നമ്മൾ ലോക്കൽ വാട്ടർ സോഴ്സിനെ മൊത്തം എന്താക്കും ഇല്ലാണ്ടാക്കും അടുത്തത് may face low wages അല്ലെ അങ്ങനെ ഈ ക്യാഷ് ക്രോപ്സ് വന്നാൽ കൂലി കിട്ടുന്നത് കുറയും പോർ വർക്കിംഗ് കണ്ടീഷൻ നമ്മൾ ജോലി കുറയും മാത്രമല്ല ആൻഡ് ലാക്ക് ഓഫ് ജോബ് സെക്യൂരിറ്റി അല്ലെ നമുക്ക് ജോബിന് ഉണ്ടാവില്ല ഒരു സെക്യൂരിറ്റി ഉണ്ടാവില്ല എന്ന് പറയുന്ന ഒരു പോയിന്റ് കൂടെ ഉണ്ട് കേട്ടോ ഇത്രയും പോയിന്റ് എഴുതിയേക്കാൻ പറ്റും അടുത്തത് ഇൻട്രൊഡക്ടറി സ്പീച്ച് ഉണ്ടാവുമോ എന്ന് ചോദിച്ചിക്കാണ്ട് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ മെസ്സേജ് അയച്ചിരുന്നു ഇൻട്രൊഡക്ടറി സ്പീച്ച് ഉണ്ടാവുമോ എന്ന് ചോദിച്ചിക്കാണ്ട് നിങ്ങൾ ഇനി ഉദ്ദേശിച്ചത് ഇതൊക്കെ തന്നെ അല്ലേടാ നിങ്ങൾ പറഞ്ഞാണ് ഇനി ഉദ്ദേശിച്ചതല്ലേ അഞ്ജലി കാലിക്കറ്റ് എവിടെയെന്ന് അഞ്ജലിയെ ജി കാലിക്കറ്റ് എവിടെയെന്നാണ് പറഞ്ഞു കൊടുത്താലേണ്ടി അതെ അബ്ദുല്ലാദിലെ യെസ് ഇനി അതാ പറയാൻ വേണ്ടി പോകുന്നത് നിങ്ങളാ പോയ 300 കുട്ടികളുണ്ടായിരുന്നു 300 കുട്ടികളുണ്ടായിരുന്നു 400 ചില്ലറ കുട്ടികളുണ്ടായിരുന്നു അല്ലെ അപ്പൊ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വായോ കാര്യം നമ്മൾ ഒരു 5:45 ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന ഇത് വൈൻഡപ്പ് ചെയ്യും കേട്ടോ ശ്രദ്ധിച്ച് കേട്ടോളൂ അപ്പൊ 5:30 വൈൻഡപ്പ് ചെയ്യാം കേട്ടോ ശ്രദ്ധിക്കുക ഇൻട്രൊഡക്ടറി സ്പീച്ച് ഇൻട്രൊഡ്യൂസിങ് എ പേഴ്സൺ ഒരു വ്യക്തിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നോക്കുങ്ങൾ ഇർഫാൻ ആലം ഈസ് വിസിറ്റിംഗ് യുവർ സ്കൂൾ ടു ഇനാഗുറേറ്റ് പാനൽ ഡിസ്കഷൻ ഒരു പാനൽ ഡിസ്കഷൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇർഫാൻ ആലം വരികയാണ് ഓൺ ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് സൊസൈറ്റി അല്ലെ എന്തിനാണ് പറ ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു പാനൽ ഡിസ്കഷൻ കേട്ടോ ഇൻ കണക്ഷൻ വിത്ത് ദ ഗാന്ധി ജയന്തി സെലിബ്രേഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ആസ് യു ആർ ദ സ്കൂൾ ലീഡർ യു ആർ റെസ്പോൺസിബിലിറ്റി ടു ഇൻട്രൊഡ്യൂസ് ഹിം ടു ദ ഓഡിയൻസ് പ്രിപ്പയർ സ്ക്രിപ്റ്റ് ഓഫ് വെൽക്കം അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ സ്പീച്ച് 4 മാർക്കിന് ചോദിച്ചാൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ സാധനം ചോദിക്കൽ എപ്പോഴും എത്ര മാർക്കിനാണ് 4 മാർക്കിനാണ് ഓർക്കണേ നോക്കിക്കോളൂ റെസ്പെക്ട് ഡിഗ്നിറ്ററീസ് ഓൺ ആൻഡ് ഓഫ് ഓഫ് ദി ഡൈസ് വേദിയിൽ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട നാട്ടുകാരെ പിന്നെ അധ്യാപകരെ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ അല്ലെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇറ്റ്സ് അവർ പ്ലഷർ ടു ഇൻട്രൊഡ്യൂസ് ബിഫോർ യു നിങ്ങളെ മുന്നിൽ ഇങ്ങനെ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഭയങ്കര സന്തോഷമുണ്ട് ദ ഗ്രേറ്റ് ആൻഡ് അക്ലൈംഡ് പേഴ്സൺ ഫോർ ഹിസ് സർവീസ് ടു ദ സൊസൈറ്റി അദ്ദേഹം സമൂഹത്തിന് ചെയ്തിട്ടുള്ള ഒരു എന്തായിരുന്നു പറ സർവീസ് അല്ലെ ആ ഒരു കാരണത്താൽ ഞാൻ അദ്ദേഹത്തിന് നിങ്ങളെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വളരെ സന്തോഷമുണ്ട്
ആളുടെ പേര് ആരാണ് പറ? ഇർഫാൻ ആലം. ഈസ് an eminent personality. വല്ലാത്തൊരു വ്യക്തിത്വമാണ്. with his great journey of life. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുള്ള വല്ലാത്തൊരു യാത്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ ഇർഫാൻ ആലത്തിനെ കുറിച്ച് എഴുതി കൊടുക്കുക. എന്താ ഇർഫാൻ ആലത്തിനെ കുറിച്ച് എഴുതി കൊടുക്കുക? ഒന്നാം ഒരു 3 പോയിന്റ് പറയാണ് സാറേ. ഒന്നെന്താണ് പറ? ഫൗണ്ടർ ആൻഡ് ചെയർമാൻ ഓഫ് സമ്മാൻ ഫൗണ്ടേഷൻ അല്ലെ? ചെയർമാൻ ഓഫ് സമ്മാൻ ഫൗണ്ടേഷൻ അല്ലെ? ഫൗണ്ടേഷൻ. അടുത്ത രണ്ടാമത്തെ പോയിന്റ് പറയും. എന്താണ്? ഹി ഓർഗനൈസ്ഡ് അല്ലെ? ഹി ഓർഗനൈസ്ഡ് ആരാണ്? റിക്ഷാ പുള്ളേഴ്സ്. ഓർഗനൈസ്ഡ് റിക്ഷാ പുള്ളേഴ്സ്. പിന്നെ അറൌണ്ട് ഇന്ത്യ. അടുത്ത പോയിന്റ് പറയും. he contributed his life അല്ലെ? he contributed his life ആർക്ക് വേണ്ടിയിട്ടാണ്? to the bottom of the society. to the bottom of society. സമൂഹത്തിലുള്ള ഏറ്റവും അടിത്തട്ടിലുള്ള ആളുകൾക്ക് അല്ലെ? അങ്ങനെ മൂപ്പർക്ക് കുറച്ച് പോയിന്റ് എഴുതി കൊടുക്കാൻ പറ്റും അല്ലെ? പിന്നെ അതിന്റെ പ്രൊഫൈൽ ഉണ്ടാവില്ലേ? ഇർഫാൻ ആലത്തിന്റെ പ്രൊഫൈൽ ഉണ്ടാവില്ലേ? അതവിടെ എഴുതി കൊടുത്താൽ മതി. അടുത്ത് നോക്കിക്കോളൂ. I conclude my words expressing my pleasure to introduce such a great personality. Thank you എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നിർത്താൻ പറ്റും. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ ആണോ? പരസ്യങ്ങളുടെ അടിച്ച് കയറിയിട്ടാണോ പക്ഷെ? അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് റീഓപ്പൺ ചെയ്യുമ്പോഴേ ഇതാണോ മക്കളെ നിങ്ങൾ ഉദ്ദേശിച്ചത് തന്നെയാണോ നിങ്ങൾ പറഞ്ഞാണി? ഇക്ക ഒരു ഐഡിയ വെച്ച് പറഞ്ഞോട്ടോ. നെറ്റ് കട്ടാവുന്നു. നെറ്റ് കട്ടാണ്ട് റീചാർജ് ചെയ്താളെ കേട്ടാ. യെസ് ആദിലാദി. വെരി ഗുഡ്. നുബീസ കണ്ടറിയില്ലേ? യെസ് ട്ടോ. ഗുഡ് ക്ലാസ് സാർ. ബിനു ഐ ലവ് യു ഡാ. സാറേ അഞ്ജലിയെ എവിടെയാണ് ഈ? അശ്വിൻ എനിക്കും ആളുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ റസീന സാദിക്കെ ഇതിന്റെ ഇടയിൽ കൂടെ പഞ്ചാര അടിക്കുക. ശ്രദ്ധിക്കുക. അങ്ങനെയാണ് ഇൻട്രൊഡക്ടറി സ്പീച്ച്. അപ്പൊ നമ്മൾ 2 കാര്യം പറഞ്ഞു. ഒന്നെന്താണ് ഇൻട്രൊഡക്ടറി സ്പീച്ച് പറഞ്ഞു. ഇനി നമ്മൾ പ്രൊഫൈലിനെ കുറിച്ച്. പ്രൊഫൈൽ ഒരു ചോദ്യം ചോദിക്കൂട്ടോ. പ്രൊഫൈലിന്റെ ഒരു ചോദ്യം ഉണ്ട്. ഒരു ഡെഫിനിറ്റ് ക്വസ്റ്റ്യൻ ആണ് പ്രൊഫൈല്. അപ്പൊ നമുക്ക് വാങ്കാരി മത്തായിന്റെ പ്രൊഫൈലിനെ കുറിച്ച് ചോദിക്കാൻ സാധ്യത ഉണ്ട്. വാങ്കാരി മത്തായിന്റെ ഇത്രയും ഡീറ്റെയിൽ തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പ്രൊഫൈൽ ചെയ്തും അല്ലെ? വാങ്കാരി മത്തായി ജനിച്ച എവിടെയാണ്? എഡ്യൂക്കേഷൻ ആണ്, ഫൗണ്ടർ ആണ്, ഫെയിം ആണ്, അവാർഡ് ഹോണേഴ്സ് ആണ്, ഡൈഡ് ആണ് ഇല്ലേ? ഇത്രയും പോയിന്റുകൾ. വാങ്കാരി മത്തായി മരിച്ചിക്കണില്ലേ? 2011 മരിച്ചിട്ടോ. 5 മാർക്കിന് ചോദിച്ചതാ കേട്ടോ. 5 മാർക്കിന് ചോദിച്ചതാണ്. നോക്കിക്കോളൂ. വാങ്കാരി മത്തായി വാസ് ബോൺ ഓൺ. എവിടെയാണ് ജനിച്ചത് പറ? ഓൺ. ഈ ഡേറ്റ് മൊത്തം എഴുതി കൊടുക്കുക അല്ലെ? നായരില്ല ngേരി കെനിയയിലാട്ടോ. ശ്രദ്ധിക്ക. അപ്പൊ അത് എഴുതി കൊടുക്കുക. പിന്നെ ഇനി അതിന്റെ മുന്നിൽ ഇങ്ങനെ ഓൺ ഡേറ്റ് കൊടുത്തതിന് ശേഷം ചെറിയ സ്ഥലമാണെങ്കിൽ ഇവിടെ ngേരി ഇൻ കെനിയ എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കുക അല്ലെ? ദെൻ ഹി അല്ല, ഇവിടെ വാങ്കാരി മത്തായി പെണ്ണായതുകൊണ്ട് നമ്മൾ എന്തൊക്കെ പറ? ഷീ അല്ലെ? ഷീ ഈസ് അല്ലെങ്കിൽ ഷീ വാസ്. മരിച്ച ആളാണല്ലോ. ഷീ വാസ് വെൽ നോൺ ഇൻ ദ ഫീൽഡ് ഓഫ്. എന്തിന്റെ ഫീൽഡിലാണ് അല്ലെ? പിന്നെ എന്ത് ഫീൽഡിലാണ് മൂപ്പർ അറിയപ്പെടുന്നത്? എൻവയോൺമെന്റലിസ്റ്റ് ആണ് അല്ലെ? ഫീൽഡ് ഓഫ് എൻവയോൺമെന്റലിസ്റ്റ് ആണ് കേട്ടോ. ഇത് കൈമുന്നിട്ട് കൊടുക്കണം കേട്ടോ. ഹിസ് പാരന്റ്സിനെ കുറിച്ച് നീ പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ പാരന്റ്സിനെ കുറിച്ച് പറയണ്ട, അത്രേ ഉള്ളൂ. വേറെ ആരൊക്കെ? ഹി കംപ്ലീറ്റഡ്. ഹീക്ക് പറയുമ്പോൾ പറ? ഷീ കംപ്ലീറ്റഡ് ഹെർ സ്റ്റഡീസ് ഫ്രം. എവിടുന്നാണ് കംപ്ലീറ്റഡ്? എഡ്യൂക്കേഷൻ BSc അല്ലെങ്കിൽ MHD ഫ്രം ദി യൂണിവേഴ്സിറ്റി ഓഫ് നൈറോബി അല്ലെ? നൈറോബി അവിടെ എഴുതി കൊടുക്കുക അല്ലെ? ഹെർ മെയിൻ വർക്ക്സ്. ഹിസ്സിൽ പകരം പറ ഹെർ മെയിൻ വർക്ക്സ്. ഇവിടെ എഴുതിണ്ടാ? ഇല്ലല്ലോ. അപ്പം വർക്ക് ഇല്ല. അപ്പൊ വർക്ക് എഴുതി കൊടുക്കണ്ട. വർക്ക് ഉണ്ടെങ്കിൽ എഴുതി കൊടുക്കാൻ വേണ്ടിട്ടാണ്ടാ. ഹി ഹാസ് ബാഗ്ഡ് മെനി അവാർഡ്സ് ഫോർ അല്ലെ ഹെർ വർക്ക്സ്. അവളുടെ വർക്കിനുള്ള ഒരുപാട് അവാർഡുകൾ വാങ്ങിയിട്ടുണ്ട്. സച്ചാസ് എന്തൊക്കെ അവാർഡുകളാണ് പറ? അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് ഇല്ലേ? എഴുതി കൊടുക്കുക. ഇത്രയും അവാർഡ് അവിടെ എഴുതി കൊടുക്കുക. അത് എഴുതി കൊടുക്കുമ്പോൾ ഒരു പേജ് 1/2 പേജ് ആയി ഉണ്ടാവും. അത് 5 മാർക്ക് ആകുമ്പോൾ ഒരു പേജ് ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി കേട്ടോ. ആ പേജ് കംപ്ലീറ്റ് അവിടെ എഴുതി കൊടുക്കുക. ആൻഡ് ഹി ക്ലോസ് ദിസ് ഐസ് ഫോർ എവർ. മരിച്ചു എന്നുള്ള കേട്ടോ. മരിച്ചത് ഏതാണ് പറ? 25. അതിന് മുന്നേ ഷീ വാസ് ഫേമസ് അല്ലെ? ഷീ വാസ് ഫേമസ് ആണ്. ഷീ വാസ് ദ ഫൗണ്ടർ ഓഫ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് അല്ലെ? ഈ പോയിന്റ് കൂടെ എഴുതി കൊടുക്കുക. ഷീ വാസ് ദി ഫൗണ്ടർ ഓഫ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ്. ഷീ വാസ് ഫേമസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാ? ഈ ഫീൽഡ് കണ്ട. ഓൾ കെനിയൻ എൻവയോൺമെന്റിസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഇല്ലായിരുന്ന? ഇതിലാണ് അവള് ഫേമസ് ആയിട്ടുള്ളത്. പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റിന്റെ കാര്യത്തിൽ ഫേമസ് ആണ് അല്ലെ? പിന്നെ വിമൻസ് റൈറ്റ് ആക്ടിവിസ്റ്റ് ആണ് കേട്ടോ. വിമൻസ് ആട്ടോ. അപ്പോസ്ട്രോഫി ഇവിടെ കേട്ടോ. റൈറ്റ് ആക്ടിവിസ്റ്റ് ആണ്. അത് എഴുതി വെക്കാൻ പറ്റും. എന്നിട്ട് ക്ലോസ് ദിസ് മൗത്ത് ക്ലോസ് ദിസ് ഐസ് ആണ് കേട്ടോ. എന്നാണ് ഡേറ്റ് ഉണ്ടാവില്ല അവിടെ? സെപ്റ്റംബർ 2011 അവിടെ എഴുതി കൊടുക്കുക. ഹിസ് അല്ലെങ്കിൽ ഹെർ ഡെത്ത് ഈസ്
എ ഗ്രേറ്റ് ലോസ് ഇൻ ദ ഫീൽഡ് ഓഫ് എൻവിയോൺമെന്റൽ ആക്ടിവിറ്റീസ് അല്ലെ, എൻവിറോൺമെന്റൽ ആക്ടിവിറ്റിന്റെ ഫീൽഡില് അവളുടെ മരണം എന്ന് പറഞ്ഞ വല്ലാത്തൊരു നഷ്ടമാണ് എന്ന് പറഞ്ഞാണ്ട് എഴുതി വെക്കുക. ബുദ്ധിമുട്ടുണ്ടോ മക്കളെ? റെഡി ആണോ? നിങ്ങൾ പറയും റെഡി ആണെങ്കിൽ റെഡി ആണെന്ന് പറയും. പ്രൊഫൈൽ സെറ്റ് ആണോ? താങ്ക് യു അബ്ദുല്ലാദിൽ. ഇത് സെറ്റ് ആണോ അല്ലേ പറ. റീജിത്ത് ടി എസ് ഇത് പഠിച്ചിക്കണോ അല്ലേ അത് പറയും. ഓക്കെ, താങ്ക് യു. അടുത്ത നോക്കിക്കോളൂ. സ്കെച്ച് ദ ക്യാരക്ടർ സ്കെച്ച്. റോബർട്ട് ബാൾഡ്വിന്റെ ക്യാരക്ടർ സ്കെച്ച് ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ഇപ്പൊ ചോദിച്ചില്ലായിരുന്ന, നിങ്ങൾ കണ്ടില്ലായിരുന്ന, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് റോബർട്ട് ബാൾഡ്വിന്റെ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത്. അത് വീണ്ടും ചോദിക്കുക സാറേ, ചോദിക്കാൻ സാധ്യതയുണ്ട്. ആരും ഞാൻ നിങ്ങളോട് ഉറപ്പ് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ. റോബർട്ട് ബാൾഡ്വിൻ ഈസ് ദ ഹീറോ ഓഫ് ദി സ്റ്റോറി. ഏതാണ് സ്റ്റോറിന്റെ പേര്? ഏതാണ് പറ? ദ ഹവർ ഓഫ് ട്രൂത്ത് അല്ലേ? ഇൻ ദിസ് പ്ലേ ഹി ഈസ് ആൻ ഓണസ്റ്റ് മാൻ. ഒരു ഓണസ്റ്റ് മാൻ ആണ്. The play tells how Baldwin struggles to keep his truthful ways to life. അടുത്ത he proves that his truth will prevail in the end. അദ്ദേഹം തെളിയിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ സത്യം അവസാനം ബാക്കിയാകുന്നുണ്ട്. Baldwin lives in a little cottage with his family. ന്റെ കൂട്ടത്തിലാണ് അദ്ദേഹം താമസിക്കുന്നത്. His family includes his wife Martha, his son John and his daughter Evie എന്ന് പറയുന്ന പെണ്ണാട്ടോ. Baldwin works in a bank as secretary ആയിട്ട് വർക്ക് ചെയ്യാണ്. The owner of the bank is his friend Gresham ആണ്. They were childhood friends. He gets only $60 a week. With his limited income, he lives happily. But unfortunately, the bank was closed because Gresham had misused the depositors' money and he was arrested. Baldwin loses his job. He was the only witness in this crime. See, അങ്ങനെ കുറച്ച് പോയിന്റുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ശ്രദ്ധിക്കുക, അത്രയും പോയിന്റ് ഇവിടെ ഉണ്ട്. അത് നോട്ട് കിട്ടുന്ന സമയത്ത് ചുമ്മാ വായിച്ചു നോക്കുക കേട്ടോ. അടുത്തത് ഇവരൊക്കെ സൂക്ഷിക്കണം. നോമിതനെ കുറിച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട്. അജിത്ത് പറഞ്ഞ ഇവിടെ പുതിയാപ്പളല്ലേ, ആ ചങ്ങാനെ കുറിച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ രത്ന എന്ന് പറയുന്ന അല്ലെ, രത്ന ഉണ്ടല്ലോ ഇവിടെ അല്ലെ. പിന്നെ രത്നന്റെ കൂട്ടത്തിൽ ഗ്രാൻഡ് ഫാദർ ഇല്ലായിരുന്ന, പിന്നെ നൊമിതന്റെ അമ്മ ഇല്ലായിരുന്ന, എപ്പോഴും കായ്ക്ക് വേണ്ടി ചോദിക്കണ അമ്മ ഇല്ലായിരുന്ന, ആ അമ്മനെ കുറിച്ചൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവരെ സൂക്ഷിക്കണേ. റെഡി? നെക്സ്റ്റ് ക്യാരക്ടർ സ്കെച്ചിന്റെ എന്തൊക്കെ വേണമെന്ന് വെച്ചാല് ഡിസ്ക്രൈബ് ദ റോൾ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദി ക്യാരക്ടർ, ഡിസ്ക്രൈബ് ദ ക്യാരക്ടേഴ്സ് ഫിസിക്, പിന്നെ ഡിസ്ക്രൈബ് ദ പേഴ്സണാലിറ്റി, ക്യാരക്ടേഴ്സ് റിലേഷൻഷിപ്പ്. ഈ ഒരു മോഡൽ നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ചിന്തിക്കണേ, ഒന്ന് ചിന്തിച്ചാണി. ഇങ്ങനെ എഴുതിക്കലും ഒന്ന് ചിന്തിച്ചാണി നിങ്ങള്. കമ്മ്യൂണിറ്റി ലിങ്ക് കണ്ടില്ലേ നിങ്ങള്? അഫിജാന്റെ ഒപ്പീനിയൻ പറയും. റോബർട്ട് അതൊക്കെ ആരാന്നാ? അത് മറ്റേ റോബർട്ട് കാർലോസിന്റെ എളാപ്പാന്റെ മോന്. ഏതാണ് ഈ ചങ്ങായി? മറ്റേത് അറിയില്ലേ? റോബർട്ട് ബാൾഡ്വിനെ കുറിച്ച് അറിയില്ലേ? ശ്രദ്ധിക്കാം. ക്യാരക്ടർ സ്കെച്ച് ആട്ടോ. ആളുടെ പേര് എഴുതി കൊടുക്കുക. ഈസ് വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടേഴ്സ് ഇൻ ദിസ് അല്ലെ. ആ സ്റ്റോറിംഗ് സ്റ്റോറി അതിന്റെ പേര് എഴുതി കൊടുക്കുക. ഇവിടെ സ്റ്റോറിംഗ് സ്റ്റോറി അല്ലെ, ആളെ പേര് എഴുതി കൊടുക്കുക. എഴുതിയ ആളെ പേര് എഴുതി കൊടുക്കുക അല്ലെ. സ്റ്റോറിന്റെ പേര് ഇവിടെ സ്റ്റോറിന്റെ പേര് എഴുതി കൊടുക്കുക. പിന്നെ ആളെ പേര് എഴുതി കൊടുക്കുക. ഫേമസ് റൈറ്റർ ഉണ്ടാവില്ലേ, ആ റൈറ്റർ പേര് എഴുതി കൊടുക്കുക. ഹി കംസ് ഫ്രം ഏത് ഫാമിലി എന്നാന്ന് വരുന്ന എഴുതി കൊടുക്കുക അല്ലെ. ഹി ഹാസ് അടുത്തതിനുണ്ട് എന്തൊക്കെയുണ്ട് എന്ന് എഴുതി കൊടുക്കുക. ഹി ലുക്സ് ലൈക്ക് അതേ ഏതുപോലെ തോന്നുന്ന അയാളെ കാണാൻ എങ്ങനെയെന്ന് എഴുതി കൊടുക്കുക. ഹിസ് പേഴ്സണാലിറ്റി എങ്ങനെയാണെന്നുള്ള എഴുതി കൊടുക്കുക. അടുത്ത ഹിസ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, എന്താണ് സ്ട്രെങ്ത് വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ആരാണ്, ഹിസ് ക്യാരക്ടർ എന്ന് വേണമെങ്കിൽ എഴുതി കൊടുത്താൽ മതി കേട്ടോ. അടുത്തത് he has been narrated in this story as, ഈ കഥയിൽ എങ്ങനെയാണ് പറയപ്പെട്ടുള്ളത്, എങ്ങനെയാണ് പറയപ്പെട്ടുള്ളത് അതെങ്ങനെ എഴുതി കൊടുക്കുക. he is a person having dreams, ഒരുപാട് സ്വപ്നങ്ങളുള്ള മനുഷ്യനാണ്. അത് എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവും കേട്ടോ. his family background എങ്ങനെയാണെന്നുള്ള എഴുതി കൊടുക്കുക. his words are famous, വാക്കുകൾ ഫേമസ് ആണ്. കാര്യം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകളെ കുറിച്ച് നമുക്ക് തരുള്ളൂ കേട്ടോ. his role makes a great impact on readers mind, റീഡേഴ്സിന്റെ മൈൻഡിൽ വല്ലാത്തൊരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. the author portrayed the characters in a beautiful manner, നല്ലൊരു മാനറിലാണ് കവിത പിന്നെ ഇതില് ആ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് കേട്ടോ. എസ് എ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എസ് എ ക്വസ്റ്റ്യൻ. കളി മാറി. ഇപ്പോ കുറെ മുന്നുണ്ടായിരുന്ന കുറെ കുട്ടികൾ ചേർന്ന അവരൊക്കെ പോയില്ലായിരുന്ന ഓലിങ്ങനെ ചാപ്റ്ററിനെ കുറിച്ച് ഞാൻ പഠിപ്പിച്ചപ്പോൾ വലിയ ഡയലോഗ് ഇട്ടാണ്ട് പോയത് ഈ കാര്യം ദേ വിൽ പെടും. വൺസ് ദേ വിൽ പെടും. ഇവിടുന്നാണ് നോക്കാനുള്ളതാണ് മെയിൻലി കേട്ടോ. നോക്കിക്കോളൂ നിങ്ങൾ. എസ് എ പ്രിപ്പയർ ആൻ എസ് എ. ഹാർഡിൻ ബി ജോൺസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഡ്രഗ് അബ്യൂസിനെ കുറിച്ച് എന്ത് എഴുതി കൊടുക്കാൻ വേണ്ടിയില്ലേ,
highlighting the consequences of the drug addiction, drug discovered to prevent and physical disease and അല്ലെ ഇങ്ങനത്തെ കുറച്ച് പോയിന്റുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഒരു എസ് എഴുതാൻ വേണ്ടി ഡ്രഗ് അബ്യൂസിനെ കുറിച്ച് എഴുതാൻ വേണ്ടി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ മറക്കരുതേ എന്ന് പറഞ്ഞാൽ കുറച്ച് പോയിന്റ് പറഞ്ഞെന്ന് ഓർമ്മ ഉണ്ടോ? ഞങ്ങൾ നോട്ടിൽ പറഞ്ഞു തന്നില്ലായിരുന്നോ? നിങ്ങൾ ഇനി അത് ഓർക്കൂലേ? ഇവിടെ ഓവർ എക്സ്പ്ലനേഷന്റെ ആവശ്യമുണ്ടോ? ഉണ്ടോ അല്ലേ? പറയ്. ശ്രീജിത്തേജ് ഒന്ന് മാറിക്കാട്ടിക്ക. ആ കുട്ടികളൊന്ന് നല്ലൊരു ഒരു കമന്റ് അടിച്ചോട്ടെ. അതെ അതെ അതെ, ഇതിന്റെ അങ്ങേപ്പുറത്ത് എങ്ങനെ ഇത് വരിക? ശ്രദ്ധിക്ക. നെക്സ്റ്റ് നോക്കിക്കോളൂ. അതിനെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ ഫുൾ ഡീറ്റെയിൽ ഉണ്ട് കേട്ടോ. അസുഖങ്ങൾ ഉണ്ടാവും, പിന്നെ ഗുഡ് പേഴ്സൺ ഇൻ എ ഗുഡ് ഹെൽത്ത് ക്വിക്ലി ലോസ് ദെയർ സ്ട്രെങ്ത് ബൈ ടേക്കിംഗ് പർഗേറ്റീവ് മെഡിസിൻസ് ഒക്കെ പറഞ്ഞാണ്ട് അതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനം ഇതിലുണ്ട്, ഈ നോട്ടിലുണ്ട്. ചുമ്മാ ഒന്ന് വായിച്ചു നോക്കുക. വലിയ നിർബന്ധമുള്ള ഒന്നല്ല കാര്യം. നമ്മൾ ഇതിനെ കുറിച്ചുള്ള ഒരു ചാപ്റ്റർ, ഒരു ഏര് നമ്മൾ മുന്നേ പറഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം, അത് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ആ ചാപ്റ്ററിനെ കുറിച്ച് ചോദിക്കണേ ഇത് എഴുതിയാൽ മതി എന്ന് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഉണ്ടടാ, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. വേറെ ലിങ്ക് ഇടാൻ പറഞ്ഞു ഞാനോട്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റണില്ല എന്ന്. എല്ലാ ഗ്രൂപ്പിന്റെ ലിങ്കും ആ ലിങ്കിൽ തന്നെ ഉണ്ട് കേട്ടോ. ക്ലിയർ? നോക്കിക്കോളൂ. ബ്ലർബ് റൈറ്റിംഗ് ആട്ടോ, ബ്ലർബ് റൈറ്റിംഗ്. പ്രിപ്പയർ ദ ബ്ലർബ്. ബ്ലർബിന് ഇത്രയും ഡീറ്റെയിൽ ഒക്കെ തരും കേട്ടോ. അങ്ങനെ ഓരോ ചോദ്യങ്ങൾ ഉണ്ട്. ഒരു സങ്കീർത്തനം പോലെ മേക്കിംഗ് യൂസ് ഓഫ് ദി ഹിൻസ് ഓഫ് ഗിവൺ ബിലോ എന്ന് പറയുന്ന അതിന്റെ ഒരു ബ്ലർബ് എഴുതാൻ വേണ്ടി പറയാണ്. ബ്ലർബ് എന്ന് പറഞ്ഞു വെച്ചാൽ ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ. നമ്മൾ പുസ്തകത്തിന്റെ തുടക്കത്തിൽ ഉണ്ടാവില്ലേ, ആ കവർ പേജ് ആയിട്ടുണ്ടാവില്ലേ, ആ ബുക്കിന്റെ ഡീറ്റെയിൽ എന്താണ്, അതിനുള്ളിൽ എന്താ ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ടും ആ കവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടും അതിന്റെ പ്രൈസ് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോയിന്റ് ആണ്. അതിന്റെ ഒരു വീഡിയോ നമ്മളെ ഹോം പേജിലുണ്ട്. എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചുമ്മാ നോക്കിക്കോട്ടോ. അതിന്റെ പേര് എഴുതി കൊടുക്കുക. എന്താണോ അതിന്റെ പേര്. ചിലപ്പോ ഈ കഴിഞ്ഞ മോഡൽ എക്സാമിന് ബ്ലർബ് ചോദിച്ചിട്ടുണ്ടോ സാറേ, നിങ്ങളോട് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ തോന്നിയ പോലെ ഉണ്ടാക്കിയിരുന്നു നമുക്ക്. അപ്പൊ ഏതൊരു പുസ്തകങ്ങൾ വായിച്ചൊരു പുസ്തകത്തിന്റെ പേര് കൊടുക്കുക, അതിന്റെ ആളെ എഴുതിയ പേര് കൊടുക്കുക. എന്നിട്ട് ബുക്കിന്റെ പേര്, ആളെ എഴുതിയ പേര്, ബൈ ദ വണ്ടർഫുൾ അല്ലേ, വണ്ടർഫുൾ നോവൽ എങ്കിൽ നോവൽ, പോയെങ്കിൽ പോയം, അല്ലെങ്കിൽ കളക്ഷൻ ആണെങ്കിൽ കളക്ഷന്, ടെൽസ് അബൌട്ട് എന്തിനെ കുറിച്ചാണോ പറയുന്നത് അതിലെ കണ്ടന്റ് ഓഫ് ദി ബുക്ക് ഇവിടെ എഴുതി കൊടുക്കുക. ക്ലിയർ അല്ലേ? അതിനുശേഷം ബ്യൂട്ടിഫുൾ മാനറിലാണ് ഇത് എഴുതിയിട്ടുള്ളത് എന്ന്. റൈറ്ററിന്റെ പേര്, ആളുടെ നോവലിസ്റ്റ് എങ്കിൽ നോവലിസ്റ്റ്, അത് എഴുതി കൊടുത്തതിന് ശേഷം ക്രിയേറ്റഡ് എ സ്പേസ് ഓഫ് ഹിസ് ഓൺ ഇൻ ദ വേൾഡ് ഓഫ് ക്രിയേറ്റീവ് ലിറ്ററേച്ചറിൽ അദ്ദേഹത്തിൻ്റെതായുള്ള ഒരു ഇടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഹി ഡെപിക്ട്സ് ഹിസ് വ്യൂസ് ആൻഡ് യൂണിക്നെസ് ഇൻ ദിസ് വർക്ക്. അദ്ദേഹത്തിന്റെ യുണീക്നെസ് ഈ വർക്കിൽ അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. His writing style is tremendous and we can say it is beyond explanation. അദ്ദേഹത്തിന്റെ എഴുതുന്ന സ്റ്റൈൽ പറഞ്ഞാൽ വേറെ രക്ഷയില്ല, ബിയോണ്ട് എക്സ്പ്ലനേഷൻ ആണ്. സോ വി കാൻ ഷട്ട് അവർ ഐസ് അഗൈൻസ്റ്റ് ദ ഗുഡ് നേച്ചർ ഓഫ് ദിസ് വർക്ക്. അദ്ദേഹത്തിന്റെ വർക്കിന്റെ നന്മക്ക് നമുക്ക് കണ്ണടക്കാൻ പറ്റൂല എന്നിട്ടോ. എൻലൈറ്റൻഡ് വേൾഡ്, സോറി, ബുക്കിന്റെ പേര് ഇൻസ്പയർസ് യങ് മൈൻഡ്സ് ടു ക്രിയേറ്റ് ആൻ എൻലൈറ്റൻഡ് വേൾഡ് അല്ലെ. ഇയാളുടെ ബുക്ക് ഇറക്കി വെച്ചാൽ കുട്ടികളുടെ മൈൻഡിലൊക്കെ ഒരു പുതിയൊരു ലോകം ഉണ്ടാക്കാൻ തന്നെ കാരണമാകുന്നുണ്ട് എന്ന്. ഇറ്റ് ടച്ചസ് ഡീപ്പ് ഇൻ ഓൾ റീഡേഴ്സ് മൈൻഡ്. വായിക്കുന്ന ആളുകളുടെ മൈൻഡ് വല്ലാണ്ട് ടച്ച് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇറ്റ്സ് മസ്റ്റ് റീഡ് ബുക്ക്. ഇതൊരു മസ്റ്റ് റീഡ് ബുക്കാണ്. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ABCD പബ്ലിഷേഴ്സ് ഇൻ 2019 പബ്ലിഷ് ചെയ്താണ്. അതർ നോട്ടബിൾ വർക്ക്സ് ഓഫ് ദി റൈറ്റർ എന്ന് പറഞ്ഞാൽ ഓരോ പുസ്തകത്തിന്റെ പേര് എഴുതി കൊടുക്കുക. എന്നിട്ടോ ഇവിടെ പുസ്തകത്തിന്റെ പ്രൈസ് എഴുതി കൊടുക്കുക. ABCD ബുക്ക് പബ്ലിഷേഴ്സ് www.abcdbooks.com എഴുതി കൊടുത്താൽ ആ ഒരു ബ്ലർബ് എന്ന് പറഞ്ഞ സാധനം കഴിഞ്ഞു. ഇനി അത് ബ്ലർബ് കിട്ടിയിട്ടില്ല പറഞ്ഞാണ് നേരത്തെ കംപ്ലൈന്റ് ഉണ്ടായത്. ഇത്രയാണ് ബ്ലർബ് എന്ന് പറയുന്ന സാധനം. ഓൾറെഡി വീഡിയോ ചെയ്താട്ടോ. ഇത് പറയേണ്ടത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഇവിടെ പറയണ്ട കുട്ടേ. റൈറ്റപ്പ് നോക്കുക. 5 മാർക്കിന്റെ റൈറ്റപ്പ് ആട്ടോ. 5 മാർക്കിന്റെ റൈറ്റപ്പ്. ബിഗിൻ വിത്ത് എ സ്ട്രൈക്കിംഗ് ഐഡിയ. ഒരു സ്ട്രൈക്കിംഗ് ഐഡിയ കൊടുക്കണം അതിന് കേട്ടോ. റെപ്രസെന്റ് ഐഡിയാസ് യൂസിംഗ് സ്പെസിഫിക് ക്ലിയർ ലാംഗ്വേജ്. സീക്വൻസ് ദ ഐഡിയാസ് വെൽ. ഇൻക്ലൂഡ് ഓർ ലെവലിന്റെ ഐഡിയാസ്. കൺക്ലൂഡ് അപ്രോപ്രിയേറ്റ്ലി. ഗീവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ. നമുക്ക് റൈറ്റപ്പ് എഴുതാൻ വേണ്ടി ചോദിച്ച 2 ചോദ്യങ്ങളാണ്. വിമൻ ഷുഡ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദെയർ കംഫോർട്ട് സോൺ. ഓരോ കംഫോർട്ട് സോൺ വിട്ട് പുറത്തേക്ക് വരണം. ക്രിസ്ത്യനിലെ കാര്യം പറഞ്ഞാണ്. നിങ്ങൾ അതിനുവേണ്ടി എഗ്രി ചെയ്യുന്നുണ്ടോ എന്ന് അല്ലേ. നിങ്ങൾ വ്യൂസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. The neighbor justified the need for more by stating. അദ്ദേഹം പറയുന്നുണ്ട് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ് എന്ന് പറയുന്നുണ്ട്. നിങ്ങളോട് റൈറ്റപ്പ് തയ്യാറാക്കാൻ വേണ്ടിയാ പറഞ്ഞത് എന്ന്. അപ്പൊ ടൈറ്റിൽ എന്ത് ചെയ്യാ കൊടുക്കുക, ഒരു ടൈറ്റിൽ കൊടുക്കുക. റൈറ്റപ്പിന്റെ ഒരു വീഡിയോ നമ്മളെ ഇതിൽ ഉണ്ടാവുമല്ലോ, നമ്മളെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഉണ്ടാവും കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ.
These are the lines taken from the beautiful chapter. ഏതാണോ chapter എഴുതി കൊടുക്കുക? By the famous writer എഴുതി കൊടുക്കുക. In the chapter, ഈ chapter he says about the importance of എന്തിനെ കുറിച്ചാണോ പറഞ്ഞത് അതിനെ കുറിച്ച് എഴുതി കൊടുക്കുക. So we cannot ignore the positive aspects inherent in the subject. Here we can see that ഇവിടെ കാണാൻ പറ്റും the author clearly tells us, നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്താണ് പറഞ്ഞു തരുന്നത്? ആ പോയിന്റ് ഇവിടെ എഴുതി കൊടുക്കുക. അതിൽ പറഞ്ഞ പോയിന്റിലായിരുന്നോ നൈബർ എന്തൊക്കെയാണ് പറയുന്നത്? നൈബർ എന്താ പറയുന്നത്? നൈബർ പറയുന്നത് വാള് വേണം അല്ലെ, നല്ല റിലേഷൻഷിപ്പിന് വാള് വേണം. ഓദർ പറയുന്നത് എന്താണ്? നല്ല റിലേഷൻഷിപ്പിന് വാള് വേണ്ട എന്നാണ് പറയുന്നത്. അങ്ങനത്തെ കുറച്ച് പോയിന്റ് നമ്മൾ പറഞ്ഞു തന്നിരുന്നു അല്ലെ, അതിവിടെ എഴുതി കൊടുക്കുക. അതാ മുന്നേ ക്ലാസ് കേട്ട കുട്ടികൾക്ക് ഇവിടെ എഴുതി കൊടുക്കാൻ പറ്റും. അതാ ക്ലാസ് കേൾക്കണം എന്ന് പറഞ്ഞിരുന്നത്. ക്ലിയർ? അടുത്ത് നോക്കിക്കോളൂ. ഇൻ കൺക്ലൂഷൻ, നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ പീപ്പിൾ ഷുഡ് ബി റെഡി ടു അക്സെപ്റ്റ് റിയാലിറ്റി. ജനങ്ങൾ എന്ത് ചെയ്യണം? റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവണം. ഓൾ ആർ പ്രെജുഡൈസ്ഡ്, എല്ലാവരും പ്രെജുഡൈസ്ഡ് ആണ്, മുൻധാരണയുള്ള ആളുകളാണ്. ആൻഡ് നോട്ട് ഈവൻ റെഡി ടു അണ്ടർസ്റ്റാൻഡ് ദ കറന്റ് സിറ്റുവേഷൻ, നിലവിലുള്ള അവസ്ഥ മനസ്സിലാക്കാൻ അവർ തയ്യാറല്ല. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. നമുക്ക് നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അല്ലെ. ഇമെയിൽ എഴുതാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്. ഇമെയിലിന്റെ ഫോർമാറ്റ് നമ്മുടെ ഗ്രൂപ്പിൽ എന്ത് ചെയ്തെന്ന് വിട്ടതാണ് കേട്ടോ മക്കളെ. ഈ ഇമെയിൽ ഇറക്കിയ അല്ലെങ്കിൽ ലെറ്റർ ഞാൻ ഇൻഫോർമൽ ആട്ടോ, അതായത് നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് എഴുതുന്ന സാധനമാണെങ്കിൽ ഇതിന്റെ കണ്ടന്റ് ഇതാണ്. ബട്ട് നമ്മൾ ഇമെയിൽ എഴുതുമ്പോൾ എന്തുണ്ടാവും? ഇങ്ങനെ ഒരു ഫോർമാറ്റ് ഉണ്ടാവും. ലെറ്റർ ഒന്നും ഉണ്ടാവില്ല, ഇങ്ങനെ ഒരു ഫോർമാറ്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഡിയർ, ഹൗ ആർ യു? സുഖാണോ? ആൻഡ് ഹൗ ദ തിങ്സ് ആർ ഗോയിങ് ഓൺ? കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഐ ഹോപ്പ് യു ആർ ഫൈൻ ദർ. നിങ്ങൾക്ക് അവിടെ സുഖം ഞാൻ വിചാരിക്കാൻ കേട്ടോ. ആൻഡ് ഐ ഓൾവേസ് റിമെമ്പർ യു. ഞങ്ങൾ എപ്പോഴും ആലോചിക്കുന്നു. ബട്ട് ഐ കുഡ്ന്റ് റൈറ്റ് എനിത്തിങ് ഫോർ യു. നിങ്ങൾക്ക് ഒന്നും എഴുതാൻ പറ്റില്ല ബിക്കോസ് ഓഫ് മൈ പേഴ്സണൽ പ്രോബ്ലംസിന്റെ തിരക്ക് കാരണത്താലേ. ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ ഇൻ എ മൂഡ് ഓഫ് വെരി ഹാപ്പി. ഞാനിപ്പോ ഈ കത്ത് വളരെ ഹാപ്പിയിലാണ്. ദുഃഖത്തിലാണെങ്കിൽ എങ്ങനെ പറയാം? വെരി സാഡ്. ബിക്കോസ് ഐ വാണ്ട് ടു സേ സീരിയസ് ഇൻ ദിസ് ടൈം. ഈ സമയത്ത് വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയാൻ എഴുതി കൊടുക്കുക കേട്ടോ. യു നോ ദാറ്റ്. നിങ്ങൾക്ക് അറിയാതെ എന്താണെന്നാല് ആ പോയിന്റ് ഇവിടെ എഴുതി കൊടുക്കുക. മെയിൽ ആണെങ്കിൽ വേറൊരു സ്റ്റൈലിലാണ് ഉണ്ടാവുക കേട്ടോ. എഴുതി കൊടുത്തതിന് ശേഷം എനിവേ I conclude my words. Hope you can understand my feelings and emotions well. I have so much to say, but I don't like to extend my mail. ഞാൻ എന്റെ മെയിൽ എന്നുള്ള ദീർഘിപ്പിക്കുന്നില്ല. ലെറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യാം? മെയിൽ ലെറ്റർ ആയി കൊടുക്കട്ടോ. Explaining much about it. If you get a free day, ഫ്രീ ഡേ കിട്ടുകയാണെങ്കിൽ you shall come here. I hope you will give a reply to this mail. ഈ ഒരു മെയിൽ നിങ്ങൾ റിപ്ലൈ തരുന്നത് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. I conclude my mail. Convey my regards to all. Wish you all the best. Explain അല്ലെ, expecting a reply from you. Yours sincerely, shishan@gmail.com. ക്ലിയർ? നോക്കൂ നിങ്ങള്, ഇമെയിലിന്റെ 2 ക്വസ്റ്റ്യൻസ് ആട്ടോ ഇവിടെ വന്നിട്ടുള്ളത്. ഇതൊക്കെ ഫ്രണ്ട്ലി ഇമെയിൽ ആട്ടോ. ഫ്രണ്ട്ലി ഇമെയിലിന്റെ 2 ക്വസ്റ്റ്യൻ ആണത്. വായിച്ചു നോക്കാൻ പറ്റും. ഇത് ഒഫീഷ്യൽ മെയിലോ ലെറ്ററോ ആണെങ്കിൽ, ലെറ്റർ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ഫോർമാറ്റ് കീപ്പ് ചെയ്യണം. ഫ്രം എഴുതണം അല്ലെ, ടു എഴുതണം അല്ലെ. ഫ്രം ശിവൻ ഏർനഗർ കൊച്ചി അല്ലെ. ടു ആർക്കാണോ എഴുതി കൊടുക്കുന്നത് അത് എഴുതി കൊടുക്കുക അല്ലെ. പിന്നെ ഈ പോയിന്റ് അവിടെ എഴുതി വെക്കണം. ആ പോയിന്റ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. നോക്കിക്കോളൂ നിങ്ങള്. ഒഫീഷ്യൽ ആണെങ്കിൽ കേട്ടോ. ഇത് മെയിൽ ആണെങ്കിൽ മെയിലിന്റെ ബോക്സിലാക്കണേ. Through this letter of mine, I wish to draw the attention of the reader towards the importance of this letter. I'm sending this letter to. അല്ലെ, ഞാൻ ഈ കത്ത് എഴുതുന്നത് നിങ്ങളോട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അല്ലെ. I hope you will consider this letter with full of its seriousness. ഇതിന്റെ എല്ലാ സീരിയസ്നെസ്സോടുകൂടി ഈ കത്തുകൾ ഉൾക്കൊള്ളുന്ന ഞാൻ പ്രതീക്ഷിക്കുകയാണ്. The main reason behind sending this email, ഈ ഇമെയിൽ അല്ലെങ്കിൽ ഈ ലെറ്റർ എഴുതാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ആ കാരണം ഇവിടെ എഴുതി കൊടുക്കുക. I request you to look into this matter. ഇത് ലെറ്റർ ടു എഡിറ്റർ ആണെങ്കിൽ ഇത് എഴുതി കൊടുത്താൽ മതി കേട്ടോ. ലെറ്റർ ടു എഡിറ്റർ ആണെങ്കിൽ ഇത് എഴുതി കൊടുത്താൽ മതിയെ. And take necessary steps for this as soon as possible. I look forward to hearing from you soon. അല്ലെ, yours faithfully Vanaja. എഴുതി കൊടുക്കുക. അടുത്ത് ബ്ലോഗ്. റെഡി ആണോ മക്കളെ? ബ്ലോഗ് റെഡി ആണോ? യെസ്, നോക്കിക്കോളൂ നിങ്ങള്. ബ്ലോഗർ വെബ് ബ്ലോഗ് റൈറ്റിംഗ് ആട്ടോ. ഇതിന്റെ ഒരു വീഡിയോ സാർ ചെയ്തിട്ടുണ്ടല്ലോ ബ്ലോഗിന്റെ അല്ലെ. ഒരു ബ്ലോഗിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു കിടിലൻ തള്ളിമറിക്കൽ കാണാൻ പഠിച്ചാൽ നന്നാവട്ടോ മക്കളെ. ബ്ലോഗിന്റെ 2 ചോദ്യം ആട്ടോ. പ്രിപ്പയർ എ പോസ്റ്റ് ഫോർ ദി ബ്ലോഗ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡ്രഗ് അഡിക്റ്റിനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബ്ലോഗിന്റെ ചോദ്യം ഉണ്ട്. നോക്കിക്കോളൂ. ടൈറ്റിൽ കൊടുക്കുക, ഇപ്പൊ ഡേറ്റ് കൊടുക്കുക, റൈറ്ററിന്റെ പേര്, ഐ റെഡ് ദ സ്റ്റോറി അല്ലെങ്കിൽ പോയത്തിന്റെ പേര് കൊടുക്കുക. ആരാണോ എഴുതിയ ആളുടെ പേര് കൊടുക്കുക. ഇൻ അവർ ബിസി ലൈഫ്, നമ്മുടെ തിരക്കുള്ള ജീവിതത്തില് we really need quiet moments and chance to connect with it അല്ലെ. നമുക്ക് ഇതായിട്ട് കണക്ട് ചെയ്യാണ്ട്. എന്താണത്? ഇവിടെ പ്രകൃതി ആണെങ്കിലോ കണക്ട് ഇൻ ദിസ് ചാൻസ് ടു കണക്ട് വിത്ത്. എന്തിനായിട്ടാ കണക്ട് ചെയ്യാനുള്ളത് അവിടെ എഴുതി കൊടുക്കുക. ഇൻ ദിസ് ചാപ്റ്റർ, ഈ സ്റ്റോറി ഉണ്ടാവില്ലേ, ഇൻ ദി സ്റ്റോറി അല്ലെ, ദ ഓദർ narrates the importance of, എന്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണോ പറഞ്ഞത് എഴുതി കൊടുക്കുക. സോ വി കാൻ ഷട്ട് അവർ ഐസ് അഗൈൻസ്റ്റ് ദ ഗുഡ് നേച്ചർ ഓഫ് ദിസ് അല്ലെ സ്റ്റോറി. ഈ സ്റ്റോറിന്റെ നന്മക്കെതിരെ നമുക്ക് കണ്ടെടുക്കാൻ പറ്റൂല. ഹി ഡെപിക്ട്സ് ഹിസ് വ്യൂസ് ആൻഡ് യൂണിക്നെസ് ഇൻ ദിസ് വർക്ക്. ഇതൊക്കെ നമ്മൾ നേരത്തെ ബ്ലർബിൽ പറഞ്ഞൊരു പോയിന്റ് ആട്ടോ. ആ പോയിന്റ് ഇവിടെ എഴുതി കൊടുക്കുക. ദ റൈറ്റിംഗ് സ്റ്റൈൽ ഇസ് ട്രെമൻഡസ് ആൻഡ് വി ക്യാൻ സേ ഇറ്റ്സ് ബിയോണ്ട് എക്സ്പ്ലനേഷൻ. ഹിയർ വി ക്യാൻ സീ, ആ വിഷയാസ്പദമായി തള്ളിമറിക്കുക. ക്ലിയർ അല്ലേ? അതിനുശേഷം it much impressed me through this blog.
ഐ ഇൻവൈറ്റ് യു. ഈ പോയിന്റ് പഠിച്ചു വെച്ചോളൂട്ടോ. ഇറ്റ് മച്ച് ഇംപ്രസ്ഡ് മീ. ഇതെന്നെ വല്ലാണ്ട് ആകർഷിച്ചു. ത്രൂ ദിസ് ബ്ലോഗ്, ഈ ബ്ലോഗിലൂടെ ഐ ഇൻവൈറ്റ് യു ടു ജോയിൻ മീ ഓൺ എ ജേർണി ഓഫ് ഡിസ്കവറി ഓഫ് പീസ്ഫുൾ വേൾഡ്. ഒരു പീസ്ഫുൾ വേൾഡിന്റെ ലോകത്തേക്ക് ഞാൻ നിങ്ങൾ എന്ത് ചെയ്യാണ്, ഇൻവൈറ്റ് ചെയ്യാണ് എന്ന്. അടുത്ത് നോക്കൂ, അനൗൺസ്മെന്റ്. 5 മാർക്കിന്റെ അനൗൺസ്മെന്റ് ആണ്. കാണാം ഒരു തള്ളിമറിക്കൽ. റെഡി ആണോ മക്കളെ നിങ്ങള്? അനൗൺസ്മെന്റ് ആണോ? റെഡി ആണോ? യെസ് നോക്കിക്കോളൂ. അനൗൺസ്മെന്റ് നോക്കിക്കോളൂ നിങ്ങള്. 2 ചോദ്യം അനൗൺസ്മെന്റ് ഒരു ചോദ്യം ആട്ടോ. അത് മോഡൽ എക്സാമിന് ചോദിച്ചാണ്. മോഡൽ എക്സാം 2021 ചോദിച്ചാട്ടോ. മോഡൽ എക്സാം ഈസ് ഈക്വൽ ടു നിങ്ങളെ പബ്ലിക് എക്സാം ആട്ടോ. ശ്രദ്ധിക്കുക. ഒരു ഇൻട്രോഡക്ടറി അനൗൺസ്മെന്റ് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? സ്ക്രിപ്റ്റ് ഓഫ് ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡ് ടു സ്റ്റേജ് ദ പ്ലേ ദ അവർ ഓഫ് ട്രൂത്തിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ദ അവർ ഓഫ് ട്രൂത്തിനെ കുറിച്ച് തന്നെയാണ് വേറെ ചോദിച്ചില്ല. അപ്പൊ ഈ അനൗൺസ്മെന്റ് ഒക്കെ എപ്പോഴും ദ അവർ ഓഫ് ട്രൂത്ത് ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ചോദ്യം നോക്കിക്കോളൂ, ഉത്തരം നോക്കിക്കോളൂ. Good evening, ladies and gentlemen. Here is a special announcement. This is the moment we all have been waiting for. നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഒരു മൊമെന്റ് ആണ് ഇത്. As you know, now here we are eagerly waiting to witness the fantastic play. നമ്മൾ എല്ലാവരും കാണാൻ വേണ്ടി പോകുന്ന fantastic stage play. നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന the hour of truth എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ എഴുതി കൊടുക്കുക അല്ലേ? ആരാണ് hour of truth എഴുതിയ? ആരാണ് പറ? പെർസിവൽ വൈൽഡ് ആണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. അടുത്തത്, this is the fantastic opportunity to make a positive impact and strengthen our sense of organs. Please bring your full attention on the play, on our play. പ്ലേന്റെ പേര് എന്ത് ചെയ്യാ? എഴുതി കൊടുക്കുക ഇവിടെ. ക്ലിയർ അല്ലേ? അടുത്ത നോക്കിക്കോളൂ. I'm sure it will be a visual spectacle to you and capture your heart and mind. നിങ്ങളുടെ എല്ലാവരും ഹൃദയം എന്ത് ചെയ്യും? ഈ ഒരു പ്ലേ പിടിച്ചടക്കും അല്ലേ? ഒരു കാര്യം പറയാം, ഇതിൽ എത്ര ആൾക്കാർ അഭിനയിക്കുന്നുണ്ട് അല്ലേ? ഭയങ്കര രസമുള്ളതാണ്. ഇതിന്റെ തീം അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം അല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റും. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ ട്ടോ? നെക്സ്റ്റ് ഇവിടെ ലാസ്റ്റ് വെയിറ്റ് ആൻഡ് സി അല്ലെ, കാത്തിരുന്ന് കാണാം എന്ന് പറയുന്നത് വെയിറ്റ് ആൻഡ് സി എന്ന് പറയുന്ന പോയിന്റ് കേട്ടോ. അടുത്തത് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് പറയുന്ന പോയിന്റ് ആട്ടോ. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് നോക്കിക്കോളൂ. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് പക്ഷേ ആൻസർ വേണ്ടിയില്ലേ? ഇതിന്റെ നമ്മള് ഹോമിൽ വീഡിയോ ഇട്ടിട്ടില്ലേ? ഇതിന്റെ ഹോമിൽ നമ്മളെ വീഡിയോ ഉണ്ട് കേട്ടോ. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിന്റെ മാത്രം ഒരു വീഡിയോ ഉണ്ട് കേട്ടോ മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ. So welcome to this interaction. If you don't mind, can you tell something about yourself and your achievement? ഇല്ലേ അതിനെ കുറിച്ച് പറയോ? അച്ചീവ്മെന്റിനെ കുറിച്ച് പറയോ? yourself എന്ന് പറഞ്ഞാൽ തന്നെ മതി. your achievement ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. Then how can you reach in this position? What are the obstacles you faced to achieve this position? ചോദിച്ചൂടെ? അടുത്തത്, what was the inspiration behind lead you to this plan? ഈ പ്ലാനിലേക്ക് നീങ്ങാനുള്ള ഇൻസ്പിറേഷൻ എന്താണെന്നുള്ളത്. How do you face the challenges in your professional and personal life? എങ്ങനെ നമ്മൾ ഫേസ് ചെയ്യല്? വിത്ത് എ പോസിറ്റീവ് മാനർ. പറഞ്ഞൂടെ? വിത്ത് എ പോസിറ്റീവ് മാനർ എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റൂട്ടോ. വിത്ത് എ പോസിറ്റീവ് മാനർ ഉത്തരം വേണമെങ്കിൽ വിത്ത് എ പോസിറ്റീവ് മാനർ. വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ പ്ലാൻ? എന്താ ഫ്യൂച്ചർ പ്ലാന്? ഐ ഹാവ് എ ലോട്ട് ഓഫ് പ്ലാൻ അല്ലെ, എനിക്ക് ഒരുപാട് പ്ലാൻ ഉണ്ട്. ഐ വിൽ ടെൽ യു ബാക്ക്. ഞാൻ പിന്നെ പറയണ്ടേ? എല്ലാം കൂടെ പറഞ്ഞത് ഒരു നിർബന്ധമില്ലല്ലോ. അടുത്തത്, ഡു യു ഹാവ് എനി മെസ്സേജ് ടു ഗിവ് യുവർ യങ് ജനറേഷൻ? യങ് ജനറേഷന് വല്ല മെസ്സേജും കൊടുക്കാനുണ്ടോ? ഉണ്ട്. എന്താണെന്നറിയോ? ബി ഗുഡ് ടു ഓൾ. നിങ്ങൾ എല്ലാവർക്കും എന്താവുക? നല്ല മക്കളായി മാറുക. ബി ഗുഡ് ടു ഓൾ. നിങ്ങൾ എന്താവണം? നല്ല മക്കളായി മാറണം. എഴുതി കൊടുത്താൽ മതി. അടുത്ത് നോക്കിക്കോളൂ. ഐ തിങ്ക് ദ പീപ്പിൾ ലൈക്ക് യു ഹാവ് എ ലോട്ട് ഓഫ് സജഷൻസ് ടു മേക്ക് ചേഞ്ചസ് ഇൻ സൊസൈറ്റി. നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് സമൂഹത്തിൽ ഒരുപാട് വലിയ വലിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഹൗ ഡു പീപ്പിൾ റിയാക്ട് ടു ഇറ്റ്? ജനങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നത്? വിത്ത് പോസിറ്റീവ് മാനർ ഉത്തരം എഴുതി കൊടുക്കാൻ പറ്റും. അടുത്തത്, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദ യങ് ജനറേഷൻ? എന്താണ് യങ് ജനറേഷനെ കുറിച്ച് നിങ്ങൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്താണ്? ക്യാൻ ദേ ഡു എനിത്തിങ് മോർ ഇൻ ദിസ് മാറ്റർ? ഈ വിഷയത്തിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോന്ന്? അപ്പല്ലേ എന്റെ അഭിപ്രായം എന്താണ്? ദ യങ് ജനറേഷൻ ഹാവ് ടു ലേൺ എ ലോട്ട്. അവർ ഒരുപാട് ഇനി എന്ത് പഠിക്കാനുണ്ട് കേട്ടോ. അതാ പറഞ്ഞ് ക്ലാസ്സിൽ ഇരുന്നാലേ കിട്ടുള്ളൂ കേട്ടോ. ദേ ഹാവ് ടു ലേൺ എ ലോട്ട്. അവർ ഒരുപാട് പഠിക്കാനുണ്ട്. അടുത്തത്, ദ ഫ്യൂച്ചർ ജനറേഷൻ ക്യാൻ ഫൈൻഡ് സോ മെനി ഒബ്സ്റ്റക്കിൾസ് ഇൻ ദ കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റില് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരും കേട്ടോ. വിച്ച് യു സജസ്റ്റഡ്? നിങ്ങൾ സജസ്റ്റ് ചെയ്തില്ല. ഡു യു ഗെറ്റ് എനി ഒപ്പീനിയൻ ലൈക്ക് ദാറ്റ്? നിങ്ങൾക്ക് അങ്ങനെ വല്ല അഭിപ്രായം ഉണ്ടോ? ഇതുപോലെ സിമ്പിൾ എന്തെങ്കിലും ചോദ്യങ്ങൾ കൊടുത്താൽ വേണ്ടിട്ടോ. ഇതൊക്കെ വലിയ ടഫായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന ഹു ഈസ് യുവർ റോൾ മോഡൽ? അങ്ങനത്തെ ചോദ്യമല്ലേ? ഹു ഈസ് യുവർ റോൾ മോഡൽ? ക്യാൻ യു പ്ലീസ് ടെൽ മി എ ലിറ്റിൽ ബിറ്റ് അബൌട്ട് യുവർ സെൽഫ്? ചോദിച്ചൂടെ? ഒന്ന് യുവർ സെൽഫ് ഒരു ചോദ്യം കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോളൂ. ഒന്ന് യുവർ സെൽഫ്, പിന്നെ ഏതാണ് പറ, പിന്നെ റോൾ മോഡൽ ഇല്ലേ? ഹു ഈസ് യുവർ റോൾ മോഡൽ? അപ്പൊ വയ്യാർന്നായി. ഇനി ആരപ്പം പിന്നെന്തൊരു ചോദ്യം? ഹൗ ഡു യു ഫേസ് ദ ചലഞ്ചസ്? അപ്പൊ ഇത് ചലഞ്ചസ് ആട്ടോ. ചലഞ്ചസ് ആണ്, വെല്ലുവിളികളാണ് നിങ്ങൾ എങ്ങനെ നേരിടല് എന്നുള്ളത്.
ഇല്ലേ? അടുത്തത് വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ന്യൂ ജനറേഷൻ, ഒപ്പീനിയൻ അബൌട്ട് ന്യൂ ജനറേഷൻ. അടുത്തത് വാട്ട് ഈസ് യുവർ മെസ്സേജ് ടു ദ ന്യൂ ജനറേഷൻ. അപ്പൊ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് വന്ന നമുക്കൊരു കോഡ് ഉണ്ട്, yr.com എന്ന് പഠിച്ചാൽ മതി. yr.com. വൈ എന്ന് പറഞ്ഞു വെച്ചാൽ ഏതാണ് പറ, യുവർ സെൽഫ്. ആർ എന്ന് പറഞ്ഞു വെച്ചാൽ ഹു ഇസ് യുവർ റോൾ മോഡൽ. സി എന്ന് പറഞ്ഞു വെച്ചാൽ വാട്ട് ആർ ദ ചലഞ്ചസ് അല്ലെങ്കിൽ ഹൗ ഡു യു ഫേസ് ദ ചലഞ്ചസ്. അടുത്ത ഓ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് യുവർ ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ന്യൂ ജനറേഷൻ. എം പറഞ്ഞു വെച്ചാൽ വാട്ട് ഈസ് യുവർ മെസ്സേജ് ടു ദി ന്യൂ ജനറേഷൻ. yr.com എന്ന് പഠിച്ചാലും മതി ട്ടോ. ക്ലിയർ? അടുത്തത് സെമിനാർ റിപ്പോർട്ട് എങ്ങനെ എഴുതണം എന്നുള്ള കേട്ടോ മാഷെ. സെമിനാർ റിപ്പോർട്ട് എഴുതണം എന്നാ കേട്ടോ. വെൽക്കം സ്പീച്ച്, പ്രസന്റേഷൻ, ഒരു ഇങ്ങനെ ഓരോ ഡീറ്റെയിൽ ചിലപ്പോൾ നമുക്ക് തന്നിട്ടുണ്ടാവും അല്ലെ. എന്നിട്ട് 3 years of empowermentനെ കുറിച്ച് ചെയ്യുന്ന സെമിനാർ നടത്തിയിട്ട് ഇന്റർനാഷണൽ വുമൻസ് ഡേയില് സെമിനാർ റിപ്പോർട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പണ്ട് 10ാം ക്ലാസ് +2 10ലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു നോട്ടീസ് ഉണ്ടായിരുന്നു. നോട്ടീസ് ഓർമ്മ ഉണ്ടെങ്കിൽ എ സെമിനാർ ഓൺ ചൈൽഡ് ലേബർ, ഡേറ്റ്, ടൈം, പ്ലേസ്, നോട്ടീസ് ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് അവർ സ്കൂൾ ഹാസ് ബീൻ ഡിസൈഡ് ടു കണ്ടക്ട് എ സെമിനാർ എന്നൊക്കെ പറയുന്ന ഒരു സാധനങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. പ്രോഗ്രാം ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ ഇതുപോലെ ഡീറ്റെയിൽ നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു ചോദ്യത്തിൽ തരും. അപ്പൊ ഈ ചോദിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് സെമിനാർ റിപ്പോർട്ട് എഴുതാൻ പറ്റുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട്. ഇതിങ്ങനെ തന്നു വെച്ചാൽ നമുക്ക് എഴുതാൻ വളരെ ഈസിയാണ്. ഒരു ഡെലിവേർഡ് ബൈ എന്ന് പഠിച്ചാൽ മതി. വാസ് ഡെലിവേർഡ് ബൈ. കാരണം എന്താന്ന് വെച്ചാല് ഇങ്ങനെ എഴുതി കൊടുക്കുക, ക്ലബ് ഓഫ് യുവർ സ്കൂൾ എന്നുള്ള പകരം എന്താക്കുക, അവർ സ്കൂൾ ആസ് കണ്ടക്ടഡ്, ആസ് വേണ്ട, കണ്ടക്ടഡ് എ സെമിനാർ അല്ലെ ഓൺ ചൈൽഡ് ലേബർ, ഡേറ്റ്, ടൈം, പ്ലേസ് ഒക്കെ കൊടുത്തതിന് ശേഷം ദിസ് പ്രോഗ്രാം ഇനോഗ്രേറ്റഡ്, വണ്ടർഫുള്ളി ഇനോഗ്രേറ്റഡ് ബൈ എന്ന് പറഞ്ഞാൽ ആളെ പേര് കൊടുക്കുക. എന്നിട്ട് the program started with the prayer of school choir. In this welcome speech was delivered by ആളെ പേര് കൊടുക്കുക. presidential address was delivered by staff secretary ആളെ പേര് കൊടുക്കുക. അങ്ങനത്തെ ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ, അത് പഠിച്ചാൽ മതി. ഞാൻ അല്ലാതെ ഒരു ഫോർമാറ്റ് ഉണ്ട്. എ സെമിനാർ വാസ് കണ്ടക്ടഡ് ബൈ ആരാണ്, ABC സ്കൂൾ അല്ലേ, ABC സ്കൂൾ. അടുത്ത് ഓൺ ഡേറ്റ് കൊടുക്കുക, ദ സ്കൂൾ ഓഡിറ്റോറിയം അല്ലേ. പിന്നെ ദ പ്രോഗ്രാം സ്റ്റാർട്ടഡ് വിത്ത് ദ പ്രയർ ഓഫ് സ്കൂൾ choir അല്ലേ, ആ സ്കൂൾ choirന്റെ പേര് നിങ്ങൾ ഇവിടെ കൊടുക്കുക. സോറി, സ്കൂൾ choir ഇവിടെ കൊടുത്തതിന് ശേഷം ഇവിടെ പ്രിൻസിപ്പൽ ഉണ്ടാവില്ല, അബു, ദ പ്രിൻസിപ്പൽ വെൽക്കം ടു ഓൾ ഡിഗ്നിറ്ററീസ് ആൻഡ് ഗ്യാതേർഡ് ദേർ. പിന്നെ കിരൺ presided over the function അല്ലെ, കിരൺ presided over the function. The program was inaugurated by the chief guest. ആളെ പേര് ടൊവിനോ തോമസ് കൊടുക്കുക, ടൊവിനോ തോമസ് അല്ലെ. ആളുടെ പ്രൊഫഷൻ ഇവിടെ കൊടുക്കുക, ഫിലിം ആക്ടർ എന്ന് പറഞ്ഞാൽ കൊടുക്കുക അല്ലെ. ദെൻ അടുത്തത് എന്താ ചെയ്യാ, ഒരു രാജു, ആളുടെ പോസ്റ്റ് ഉണ്ടാവില്ലേ, ഗേവ് ഫെലിസിറ്റേഷൻ, സ്റ്റാഫ് സെക്രട്ടറി, ഇവിടെ സ്റ്റാഫ് സെക്രട്ടറി, ഗേവ് ഫെലിസിറ്റേഷൻ ടു ദ പ്രോഗ്രാം, അദ്ദേഹം ഈ പ്രോഗ്രാമിന് എന്ത് ചെയ്തു, ആശംസ നൽകി. പ്രിപ്പയർ പ്രസന്റേഷൻ വാസ് മെയ്ഡ് ബൈ അല്ലെ, പേപ്പർ പ്രസന്റേഷൻ വാസ് മെയ്ഡ് ബൈ രാഹുൽ അല്ലെ, +2 സ്റ്റുഡന്റ്, ആൻഡ് രാധിക +1 സ്റ്റുഡന്റ് അല്ലെ. ദേ ഷെയർ ദെയർ എക്സ്പീരിയൻസ് ഇൻ ദിസ് മാറ്റർ, അവരവരുടെ അനുഭവങ്ങൾ പറഞ്ഞു. They told many things about it and gave so many suggestions for the further developments. The program came to an end with vote of thanks given by our school leader അല്ലേ. മാത്രമല്ല സ്കൂൾ ലീഡർ ആയിട്ട് ഇവിടെ സ്കൂൾ ലീഡർ. It was interesting, exciting and amusing. Thousands of students witnessed the program. It was one among the best programs that was conducted in our school എന്ന് പറഞ്ഞാൽ എഴുതി കൊടുക്കുക. അങ്ങനെയാണ് സെമിനാർ റിപ്പോർട്ട് ചെയ്തല്ലേ. എന്റെ മക്കളെ ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. സെമിനാർ റിപ്പോർട്ട് എഴുതി കൊടുക്കാനുള്ള ഒരു ഫോർമാറ്റ് ആണ് ഇത്. വളരെ ഈസി ആയിട്ടുള്ള ഫോർമാറ്റ് ആണ്. ഇതിലും വലുത് ഇനി സ്വപ്നങ്ങളിൽ മാത്രമാണ് മക്കളെ. യുമ്ന ഉണ്ട് ഇതില്, മാഷെ കമന്റിലുണ്ട് യുമ്ന എന്നൊക്കെ പറഞ്ഞാണ്ട് ഓ ഇതൊക്കെ പറഞ്ഞ് വിളിക്കണ്ടല്ലോ. ക്ലിയർ മക്കളെ? സെമിനാർ റിപ്പോർട്ടിലുള്ള ഫോർമാറ്റ് മനസ്സിലായില്ലേ? മനസ്സിലായോ ഇല്ലേ? സേ യെസ് ഓർ നോ. അടുത്തിലേക്ക് കയറി പോകട്ടെ, നമ്മൾ നോക്കിക്കോളൂ. ഏതാണ് പറ? ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ്. ചോദ്യം ചോദിച്ചു വെച്ചാല് ഇത്രയും ചോദ്യം ഉത്തരം കിട്ടിയാൽ മതി. ഹു, വാട്ട്, വേർ, വെൻ, വൈ ആൻഡ് ഹൗ എന്ന് പറയുന്ന ചോദ്യമല്ലേ. ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ടായി അല്ലേ. അല്ലേ? ക്ലിയർ? നോക്കിക്കോളൂ കേട്ടോ. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് 2 ചോദ്യങ്ങൾ ഞാൻ ഇതിൽ വെക്കുന്നുണ്ട് കേട്ടോ. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി കൊടുക്കുക. ആർട്ടിക്കിൾ എഴുതാനുള്ള ഒരു ഫോർമാറ്റ് നമ്മൾ വീഡിയോ അതിൽ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ആർട്ടിക്കിൾ എഴുതാനുള്ള ഒരു ഫോർമാറ്റ് അത് സാധാരണ നമ്മൾ എസ് എഴുതുന്ന പോലെ തന്നെ എഴുതുക കേട്ടോ. പ്രത്യേകിച്ചൊന്നും ഇല്ല. ഒരു ഹെഡിങ് കൊടുക്കുക, അതിന് ഡീറ്റെയിൽ ഒരു എസ് എഴുതുന്ന പോലെ എഴുതി കൊടുക്കുക. ആർട്ടിക്കിൾ എഴുതാൻ പ്രത്യേകിച്ചൊന്നും പഠിക്കാനൊന്നുമില്ല. അതിന് സ്പെഷ്യൽ ഒരു ഫോർമാറ്റ് ആയിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കും വേണ്ട. എസ് എഴുതുന്ന പോലെ എന്ത് ചെയ്യുക, എഴുതി കൊടുക്കുക. അതിന് ഹെഡിങ് കൊടുക്കണം എന്നുണ്ടാവുള്ളൂ. അതിന്റെ അടിയിൽ കുറച്ച് പോയിന്റുകൾ എഴുതുന്ന സമയത്ത് നമ്മൾ ഇച്ചിരി സ്റ്റാർ ഇട്ടാണ് എന്ത് ചെയ്യുക, അതിന് കുറച്ച് പോയിന്റ് ആയിട്ട് മിഡിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക ആർട്ടിക്കിൾ എഴുതുന്ന സമയത്ത്. അത്രേ ഉണ്ടാവുള്ളൂ. അടുത്തത് ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ ആൻഡ് റെസ്യൂമേ ആണ്. ഇതിന്റെ ഒരു വീഡിയോ നമ്മൾ അതിൽ ചെയ്തിട്ടുണ്ടാവും. എന്നാലും ഒന്ന് ചുമ്മാ കണ്ടിട്ടുണ്ടാവല്ലോ നിങ്ങൾ. ഇതിന് ചോദ്യം ഉണ്ടാവില്ല. ജോബ് ആപ്ലിക്കേഷൻ ലെറ്ററിന്റെ റെസ്യൂമെന്റെ ഫോർ ദ പോസ്റ്റ് വളണ്ടിയർ ടീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ വീഡിയോ നമ്മൾ ഷോർട്ട് വീഡിയോ ചെയ്തുകൊണ്ടാട്ടോ നമ്മളിങ്ങനെ അടിച്ചു വിടേണ്ടത്. കാര്യം നോമ്പൊക്കെ അല്ലേ, നോമ്പ് തുറക്കണ്ടേ നമുക്ക് എല്ലാവർക്കും അല്ലേ.
പിന്നെ നോമ്പ് നോട്ടിഫിക്കേഷൻ എങ്ങനെ അറിയില്ലേ, പരമാവധി ഫോണിന് ഒരു ലിമിറ്റ് ഉണ്ടാവും. ഒന്ന് പഠിക്കടാ മക്കളെ. ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ ആൻഡ് കരിക്കുലം വിറ്റ് 8 മാർക്കിന്റെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആട്ടോ. ഇനി അത് വന്നില്ല, ചോദിച്ചില്ല, പറഞ്ഞില്ല എന്ന് പറയരുത്. ശ്രദ്ധിക്കുക, നമ്മൾ ആളുടെ ലെറ്ററിന് 4 മാർക്കും അതുപോലെ തന്നെ റെസ്യൂമിന് 4 മാർക്കും, അങ്ങനെ 8 മാർക്കാണ് ഉണ്ടാവല് കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ അഡ്രസ് കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക, ആർക്കാണോ അത് കൊടുക്കുക. ഇവിടെ റെസ്പെക്ടഡ് സാർ എന്ന് പറയുന്നത് സബ്ജക്ട് കൊടുക്കുക. ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ടീച്ചർ എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ലേ, അത് കൊടുക്കുക. ഇംഗ്ലീഷ് ടീച്ചർ എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യുക, ചോദ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യുക, മാറ്റി കൊടുക്കുക കേട്ടോ. പിന്നെ സുമാൻ ഫൗണ്ടേഷൻ ഇവിടെ സീനിയർ അസിസ്റ്റന്റ് ആണ്, പോസ്റ്റ് ഓഫ് സീനിയർ അസിസ്റ്റന്റ് ആണെങ്കിൽ ആ പോസ്റ്റ് എന്ത് ചെയ്യുക, അവിടെ മാറ്റി കൊടുക്കുക. ക്ലിയർ അല്ലേ? ഇൻ റെസ്പോൺസ് ടു ദി അഡ്വർടൈസ്മെന്റ് ഫൗണ്ട് ഇൻ ദ ഡെയിലി, ഐ വുഡ് ലൈക്ക് ടു അപ്ലൈ ഫോർ ദ പോസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ടീച്ചർ ഇൻ യുവർ സ്കൂൾ. ഐ ഹാവ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അത് ഇന്ത്യ ചോദ്യത്തിനനുസരിച്ച് മാറ്റി കൊടുക്കട്ടോ, വിത്ത് 85% മാർക്ക്. ആൻഡ് ഹാവ് ഗോട്ട് ദ എക്സ്പീരിയൻസ് ഓഫ് ആൻ ഇംഗ്ലീഷ് ടീച്ചർ ഇൻ ചെന്നൈ ബേസ്ഡ് കമ്പനി അല്ലെങ്കിൽ സ്കൂള് ഫോർ ദ പാസ്റ്റ് 4 years. ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഈസ് വൺ ഓഫ് മൈ സ്ട്രെങ്ത്സ്. ഐ ഹാവ് ഡെവലപ്ഡ് കോൺഫിഡൻസ് ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ ഇംഗ്ലീഷ് ടീച്ചിങ്ങിൽ കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ, ഇംഗ്ലീഷ് ടീച്ചിങ് എന്ന് പറയുന്ന ഈ സാധനം എന്ത് ചെയ്യാൻ, മാറ്റി കൊടുത്താൽ മതി കേട്ടോ. ഐ എം എക്സ്ട്രീംലി ഇൻട്രസ്റ്റഡ് ഇൻ ഒബ്റ്റൈനിങ് ഫാക്കൽറ്റി പോസ്റ്റ് ഇൻ യുവർ കമ്പനി അല്ലെങ്കിൽ സ്കൂള്. ഐ ഹിയർ വിത്ത് അറ്റാച്ച് മൈ CV അല്ലെങ്കിൽ റെസ്യൂമ്. താങ്ക് യു ഫോർ ടേക്കിംഗ് ടൈം ടു കൺസിഡർ ദിസ് ആപ്ലിക്കേഷൻ. I look forward to hearing from you soon in your future. Yours sincerely, പുരുഷു. എഴുതി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ കൊടുക്കുക. കണ്ടാ, നെയിം, റെസ്യൂം നെയിം, റെസ്യൂം ഇല്ല കേട്ടോ, നെയിം കൊടുക്കുക, പുരുഷു, കറണ്ട് അഡ്രസ് കൊടുക്കുക, ഫോൺ നമ്പർ കൊടുക്കുക. ഫോൺ നമ്പർ തന്നെ കൊടുത്തെങ്കിൽ A+ ഉറപ്പാണ്, A+ ഉറപ്പാണ് കേട്ടാ. എന്റെ നമ്പറാണത്. അടുത്തത് എവിടെ, പെർമനന്റ് അഡ്രസ് കൊടുക്കുക. അതിന്റെ അഡ്രസ് ഒന്നും അല്ല കേട്ടാ. ഇമെയിൽ rans@gmail.com കൊടുത്താൽ മതി കേട്ടോ, എന്നാലേ നമുക്ക് A+ കിട്ടുള്ളൂ. എന്താ ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ക്ലിയർ. ജെൻഡർ മെയിലാന്ന് കൊടുക്കുക, നാഷണാലിറ്റി കൊടുക്കുക, മാരിറ്റൽ സ്റ്റാറ്റസ് കൊടുക്കുക, ഒബ്ജക്റ്റീവ്സ് ടീച്ചിങ് ആന്ന് കൊടുക്കുക. ക്ലിയർ അല്ലേ മക്കളെ? ഒബ്ജക്റ്റീവ്സ് കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കാം കേട്ടോ. ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ത് ചെയ്യുക, ഇതുപോലെ ഒരു ബോക്സ് ആക്കി കൊടുത്താൽ നല്ല വൃത്തിയാവും കേട്ടോ. കോഴ്സ് നെയിം MA ഇംഗ്ലീഷ്, BA ഇംഗ്ലീഷ്, +2. ആ MA ഇംഗ്ലീഷ് എവിടെ, MG യൂണിവേഴ്സിറ്റി 2017 92% മാർക്ക്. BA ഇംഗ്ലീഷ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2015 96% മാർക്ക്. +2 A+ ഇൻ ഓൾ സബ്ജക്ട് ഫ്രം അറബിക് അല്ലെ, ABC സ്കൂൾ 2012 98% മാർക്ക്. SSLC വിത്ത് ഫുൾ A+, AAB സ്കൂൾ 2010 94% മാർക്ക്. പിന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് വർക്ക്ഡ് ആസ് ആൻ ഇംഗ്ലീഷ് ടീച്ചർ. ഇതൊക്കെ കൊടുക്കുമ്പോൾ ഒരു ബോക്സിൽ കൊടുത്താണ്ടല്ലോ കുറച്ചുകൂടി സ്പേസിൽ കിട്ടിപ്പോരും. അതുകൊണ്ടാ വർക്ക്ഡ് ആസ് ആൻ ഇംഗ്ലീഷ് ടീച്ചർ ഇൻ പീസ് പബ്ലിക് സ്കൂൾ ഇൻ കാലിക്കറ്റ് ഫോർ 4 years in 2018 to 2021 എഴുതി കൊടുത്തതിന് ശേഷം ആക്ടിവിറ്റി സ്കിൽ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ഐ എം മെമ്പർ കിം ക്ലബ് ഓഫ് എയർ നഗറിന്റെ ഒരു മെമ്പർ ആണെന്ന് കൊടുക്കുക. ഐ ഹാവ് ഹെൽപ്ഡ് ഇൻ ഓർഗനൈസിംഗ് ഇൻ മെനി സോഷ്യൽ ആക്ടിവിറ്റീസ് എഴുതി കൊടുത്തതിന് ശേഷം ലാംഗ്വേജ് അറിയുന്നത് മലയാളം, ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. ഹോബീസ് റീഡിംഗ് ആൻഡ് ട്രാവലിംഗ്. ഡിക്ലറേഷൻ മസ്റ്റ് ആട്ടോ. I hereby declare that the detail given above are true to the best of my knowledge. പ്ലേസ് കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക, പുരുഷ കൊടുക്കുക, സൈൻ കൊടുക്കുക. പരിപാടി കഴിഞ്ഞു, ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ കഴിഞ്ഞു. സ്പീച്ചിന്റെ ഫോർമാറ്റ് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മൾ വീഡിയോയിൽ കണ്ടുണ്ടാവും സ്പീച്ചിന്റെ ഫോർമാറ്റ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും സ്പീച്ചിന്റെ ഫോർമാറ്റ് കണ്ടുണ്ടാവും. ക്ലിയർ കേട്ടോ. റെസ്പെക്ടഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് അല്ലേ, ഈ ഒരു പോയിന്റ് നിങ്ങൾ എന്തായാലും കണ്ടുണ്ടാവും. കഴിഞ്ഞു മാഷേ, ഇത്രേ ഉള്ളൂ. ഇതെല്ലാം കഴിഞ്ഞു കേട്ടോ മാഷ്. ശ്രദ്ധിക്കുക, ഇത്രയും പോയിന്റ് നമ്മൾ അതിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും. അതിന്റെ എൻഡും കൺക്ലൂഷനും നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. ആ വീഡിയോകൾ കണ്ടാൽ മതി കേട്ടോ. ഇനി പോയം കമ്പാരിസൺ ആണ്. പോയം കമ്പാരിസന്റെ വീഡിയോ എന്റെ മക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ എന്റെ മക്കൾ കണ്ടാൽ മതി, ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇവിടെ പോയത്തിന്റെ പേര് കൊടുക്കുക, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽ ഒക്കെ ഉണ്ടാവില്ലേ. ആ പോയം കമ്പാരിസന്റെ ഷോർട്ട് വീഡിയോ ഉണ്ട് കേട്ടോ. ആ ഷോർട്ട് വീഡിയോ എന്റെ മക്കൾ നിർബന്ധമായിട്ട് കാണാം. അതിന്റെ എൻഡിൽ എന്ത് ചെയ്യണം, ഈ ഒരു പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഷോർട്ട് വീഡിയോക്ക് ഞാൻ 5 മാർക്ക് എന്നാണ് കൊടുത്തിട്ടുള്ളത്. 8 മാർക്കാണ് എന്തിനുള്ളത്, പോയം കമ്പാരിസൺ ഉള്ളത്. എന്റെ മക്കൾ ഇത് എഴുതി വെച്ചാൽ തന്നെ 5 മാർക്ക് കിട്ടും കേട്ടോ. പിന്നെ ആ നടുവിൽ നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ ആ കവിത കയറ്റി വെച്ചാൽ തന്നെ എന്ത് ചെയ്യും, ബാക്കി 3 മാർക്ക് കിട്ടും. അങ്ങനെ ടോട്ടൽ എന്ത് മാർക്ക് കിട്ടും പറ, 8 മാർക്ക് ഉറപ്പാണ്. ഇതോട് കൂടിയിട്ട് +2ന്റെ നമ്മളെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. എല്ലാ ചങ്കുകളും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു മൈ ഡിയർ കിഡ്സ്. എന്റെ കുട്ടികളെ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഇതൊന്ന് മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. ഈ ഏതൊക്കെ നമ്മൾ ഗ്രാമറിന്റെ ഒരു ക്ലാസ് ഉണ്ട്, ഗ്രാമറിന്റെ ക്ലാസ് കൂടെ ആയി കഴിഞ്ഞാൽ സെറ്റ് ആയി. ഈ ക്ലാസ് ഫുൾ ആയിട്ട് കണ്ട കുട്ടികൾക്ക് എന്താണെന്ന് പറയുക, സെറ്റ് ആവും. എനിക്ക് ഉറപ്പാണ് സെറ്റ് ആവും എന്നുള്ളത്. ഇനി ഇതിന്റെ എല്ലാ ഏരിയയും ടച്ച് ചെയ്തുകാണ്ട് ഈ ഇത്രയും സമയം കൊണ്ട് തീർത്തത് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി ആർക്കും നടക്കൂല. കാര്യം നമ്മളെ എക്സ്പീരിയൻസ് എടുത്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. ബാക്കി ആർക്കും നടക്കൂല. ഇത്രയും ഷോർട്ട് ടൈമിലുള്ള ഇത്രയും കാര്യങ്ങൾ പറയാന്ന് പറയുന്നത്. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, താങ്ക് യു വെരി മച്ച് ഫോർ ഹിയറിംഗ് വെരി വെൽ. നിങ്ങൾക്ക് ഹാപ്പി ആയിക്കണോ മക്കളെ? നിങ്ങൾ പറഞ്ഞാൽ ഹാപ്പി ആണോ? ഹൊറിഗലും എന്റെ ഇതിലുണ്ട് മാഷ. ഷോർട്ട് വീഡിയോ എയറിന്റെ ലൈവിൽ ആദ്യം ഹൊറിഗൽ ഇട്ടാണ് നമ്മൾ തുടങ്ങാം കേട്ടോ.
നോട്ട് അയക്കാം നോട്ട് ഇപ്പൊ തന്നെ അയക്കാം. യുംന ഇതിലുണ്ടല്ലോ, യുംന നമ്മളെ പാട്ടുകാരത്തി യുംനല്ലേ? യുംന ക്ലാസ് കേൾക്കുന്നുണ്ടോ? യെസ്, JIC മക്കൾ ഷാഫി സാർ. JIC അറിയാം. റെഡി. ഇനി നമ്മൾ നിർത്തുന്നില്ല, വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. കാര്യം വീഡിയോ പിന്നീട് കാണുന്ന ആൾ ഒരുപാട് ലെങ്തി വീഡിയോ ആയിട്ട് കാണും, അതിന്റെ ആവശ്യമില്ലല്ലോ. സോ താങ്ക് യു, ബൈ.